ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഇന്ന് രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഈ ഡിസൈപ്പിൾഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ രണ്ടാമത്തെ സെഷന്റെ മൂന്നാമത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ഒത്തിരി കാര്യങ്ങൾ ചിന്തിപ്പാനും പ്രാർത്ഥിപ്പാനും ഡിസ്കസ് ചെയ്യാനൊക്കെ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിലും ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അനുഗ്രഹമായിരുന്നതിനേക്കാൾ അധികമായി ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കൃപ കൊണ്ട് കർത്താവ് നമ്മളെ നിറയ്ക്കട്ടെ. ഹൃദ്യമായി നമ്മുടെ ഹൃദയത്തോട് ദൈവം സംസാരിക്കട്ടെ. ഹൃദ്യമായ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ തൊട്ടുണർത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ ദൈവത്തിന് ഇതുവരെ നമ്മളോട് സംസാരിച്ചിട്ടുള്ളതിനേക്കാൾ അധികം ഇനിയും സംസാരിക്കാനുണ്ട്. ഇനിയും ആഴത്തിൽ ഇറങ്ങി നമ്മളോട് ഇടപെടാനുണ്ട്. അത് ആഗ്രഹിക്കുന്നവരോടെ ദൈവം സംസാരിക്കത്തുള്ളൂ. അതിന് വെമ്പലോടുകൂടെ ദാഹത്തോടുകൂടെ ആര് ദൈവസന്നിധിയിലിരിക്കുമോ അവരോട് ദൈവം സംസാരിക്കത്തുള്ളൂ. പക്ഷെ അവരോട് ദൈവം സംസാരിക്കും. രാത്രി അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? കർത്താവിനോട് സംസാരിക്കണം, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. നമ്മുടെ ശമൂവേലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, ശമൂവേലിനെ ദൈവം 3 പ്രാവശ്യം വിളിച്ചു. 3 പ്രാവശ്യം വിളിക്കുമ്പോഴും പുള്ളിക്കാരൻ നേരെ ഏലിയാബ സംസാരിച്ചെന്ന് വിചാരിച്ചിട്ട് ഏലി പുരോഹിതന്റെ അടുത്ത് ചെന്നു. ഏലി പുരോഹിതന്റെ അടുത്ത് ചെന്നപ്പോൾ ഏലി പുരോഹിതൻ ഞാനല്ല വിളിച്ചത്. അപ്പൊ ലാസ്റ്റ് പുള്ളിക്കാരന്റെ കാര്യം പിടികിട്ടി, ദൈവമായിരിക്കാം വിളിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ പുള്ളിക്കാരൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. ഇനി അങ്ങനെ ഒരു ശബ്ദം കേട്ടാൽ അടിയനോട് അരുളണമേ, അരുളി ചെയ്യണമേ എന്ന് നീ പറയാൻ പറഞ്ഞു. ആ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, എപ്പോഴാണോ ശമൂവേൽ റെസ്പോണ്ട് ചെയ്തത് അപ്പോഴും ദൈവം സംസാരിച്ചത്. ദൈവം വിളിച്ചു, റെസ്പോണ്ട് ചെയ്യുന്നത് വരെ, പ്രോപ്പർ റെസ്പോണ്ട് ചെയ്യുന്നത് വരെ ദൈവം ബാക്കി സംസാരിച്ചില്ല. രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട് ദൈവത്തോട് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ? നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും, ദൈവാത്മാവ് നിങ്ങളോട് ഇടപെടുന്ന ഒരു വാക്കും വെറുതെ വിടല്ല. ദൈവമാ സംസാരിക്കുന്നത്, ഞാനല്ല. ദൈവത്തിനും പറയുന്നത്, ഒരുവൻ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന എങ്ങനെ അവനെ കോവിഡ് അരുളപ്പാട് അറിയിക്കുന്നത്. ദൈവത്തിന് നിങ്ങളോട് അറിയിക്കാനുള്ള സന്ദേശം എന്റെ കയ്യിൽ തന്നു ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത് മാത്രമേ ഉള്ളൂ. എന്റെ ഐഡിയ അല്ല, ഞാൻ പഠിച്ചതോ. കഴിഞ്ഞ ദിവസം ദൈവാസനോട് ചോദിക്കാനിടയായി, പാസ്റ്ററിന്റെ എവിടെയാ ക്ലാസ് അറ്റൻഡ് ചെയ്ത്, എവിടുന്നാ ഇത് കിട്ടിയത്? ഇത് ഞാൻ എങ്ങും ഒരു പുസ്തകം വായിച്ചിട്ടോ ഒന്നും പറയുന്ന കാര്യങ്ങളല്ല. ഇത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഡിസൈപ്പിൾഷിപ്പ് ട്രെയിനിങ് എങ്ങും അറ്റൻഡ് ചെയ്തിട്ട് അതിന്റെ കോപ്പി അടിച്ച് നിങ്ങളുടെ മുമ്പ് വന്ന് പറയുന്നതല്ല. ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ തന്നത്. എനിക്കും ഐഡിയ ഇല്ല, ഡിസൈപ്പിൾഷിപ്പ് എന്തോ ഒന്നുമില്ല. ദൈവാത്മാവ് എന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട്, ഈ വർഷം ഈ കാര്യത്തിൽ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അത് നിങ്ങളുടെ ലൈഫിനകത്ത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവരെയും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൽ വന്ദനം ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രിയ കർത്താനദാസൻ നോവൽ പാസ്റ്റർ അദ്ദേഹത്തെ വന്ദനം ചെയ്യുന്നു. ഇങ്ങനെ അവസരം നൽകി തന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. ലാസ്റ്റ് നന്ദി പറയാനുള്ള സമയമൊന്നും കിട്ടത്തില്ല, നമ്മൾ ആ ഒരു അന്തരീക്ഷത്തിലായിരിക്കത്തില്ല. അതുകൊണ്ട് ഇപ്പോഴേ ആ നന്ദി വാദ്യം പറയാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിലെ നമ്മുടെ ഈ കൂട്ടായ്മ വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു സംഭവ കാര്യം പറഞ്ഞുകൊണ്ട്, ഒരു സംഭവ ചരിത്രം പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുകയും നമ്മൾ ഇന്ന് ദൈവസന്നിധിയിൽ ചെലവഴിക്കുകയും ചെയ്യുന്ന പൈസയും അല്ലെങ്കിൽ നമ്മുടെ അധ്വാനവും ഇതിന്റെ ഒക്കെ, അല്ലെങ്കിൽ കർത്താവിന്റെ നാമത്തിനു വേണ്ടി, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ അതൊരു അനുഗ്രഹത്തിന് കാരണമായി തീരും. നമ്മുടെ സമയത്ത് അല്ലെങ്കിൽ അടുത്ത തലമുറയിൽ ദൈവം അത് നിശ്ചയമായിട്ടും അത് പ്രതിഫലത്തിലേക്ക് കൊണ്ടുവരും. അതെവിടെയെങ്കിലും ദൈവം അതിനെ കണക്കിട്ടിരിക്കും, അതിന് യാതൊരു സംശയമില്ല. ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 2013 തൊട്ട് പല പ്രാവശ്യം ആ രാജ്യത്ത് പോകുവാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്തോനേഷ്യ. അവിടെ പോകാൻ ദൈവം കൃപ ചെയ്തു. ഇന്തോനേഷ്യയിൽ നടക്കുന്ന ഒരു ഉണർവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇന്തോനേഷ്യയിൽ ഭയങ്കര ഉണർവ് എന്ന് പറഞ്ഞാൽ, ഇന്തോനേഷ്യയുടെ ഏത് കോണിൽ ചെന്നാലും ഇന്ന് സഭകളിലൊക്കെ ആത്മാക്കളുണ്ട്. അവിടെയൊക്കെ സഭയിലൊക്കെ ശുശ്രൂഷിക്കാൻ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ 5ഉം 6ഉം വയസ്സൊക്കെ ഉള്ള കൊച്ചു പിള്ളേരൊക്കെ നിന്ന് കരയുന്ന കണ്ട നമ്മുടെ ചങ്ക് തകർന്നു പോകും. അതുപോലെ നമ്മുടെ ഇവിടുത്തെ പിള്ളേരെ ആണെങ്കിൽ വഴക്ക് പറഞ്ഞ് ഇങ്ങോട്ട് നോക്കണമെന്ന് പറഞ്ഞ് കണ്ണുരുട്ടിയൊക്കെ വേണം നിർത്താൻ. പക്ഷെ അവിടുത്തെ പിള്ളേരൊക്കെ ആരാധന തുടങ്ങിയാൽ അവരൊക്കെ നിന്ന് കരയുന്ന കാണാം. ഒരു വലിയ പ്രത്യേക ഒരു എക്സ്പീരിയൻസാണ്. സോ അങ്ങനെ ഒരു വലിയ ആത്മതലം ഇന്തോനേഷ്യ തുറന്നു കിടപ്പുണ്ട്. ഒരു റിവൈവൽ അവിടെ ഓൾറെഡി നടന്നിട്ടുണ്ട് ഇന്തോനേഷ്യയിൽ. അതിനകത്ത് ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഇന്ന് രാത്രി ഒത്തിരി പ്രചോദനമാകും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. സുനാമി നടന്ന സമയത്ത് ഇന്തോനേഷ്യയിൽ നിന്നാണ് സുനാമി വന്ന് പൊട്ടിപ്പുറപ്പെടുന്നത് നമുക്കറിയാം. സുനാമി പൊട്ടിപ്പുറപ്പെടുന്നതിന്റെ തൊട്ട് മുൻപ് അവിടെ ശാസ്ത്രജ്ഞന്മാർ ഈ സുനാമി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ ഒരു പഠനം നടത്തി. ആ പഠനം നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ സുനാമി ഉണ്ടാകുന്നതിന്റെ തൊട്ട് മുൻപ് ചെറിയ ചെറിയ ജീവികൾ, ഉറുമ്പ് തൊട്ടുള്ള ജീവികൾ ആ തീരപ്രദേശം വിട്ട് മലമ്പ്രദേശങ്ങളിലേക്ക് കയറി പോകുന്നതായിട്ട് അവർക്ക് കാണാൻ പറ്റി. മൃഗങ്ങള്, പട്ടികള്, ഈവൻ ആന ഉൾപ്പെടെ അങ്ങനെയുള്ള പല ജീവികളും, കരയിൽ ജീവിക്കുന്ന പല ജീവികളും ആ തീരപ്രദേശം വിട്ട്, ഈ സുനാമി ഉണ്ടാകുന്നതിന്റെ കുറെ ദിവസത്തിന് മുൻപ് ആ തീരം വിട്ട് മലമ്പ്രദേശങ്ങളിലേക്ക് കയറി പോകുന്നതായിട്ട് അവർ നോട്ട് ചെയ്തു. ഇവരോട് ആരാ ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്? ഈ മൃഗങ്ങൾക്ക് ആരാ ഇത് പറഞ്ഞു കൊടുത്തേ? ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതല്ലേ. സോ
ഈ സുനാമി ഉണ്ടാകുന്നതിന്റെ ആ വർഷം വരെ സുമാത്ര എന്ന് പറയുന്ന ഒരു ദ്വീപിലാണ് അതിന്റെ ഒരു മെയിൻ ആയിട്ട് പൊട്ടിപ്പുറപ്പെട്ടത്. ആ സുമാത്ര എന്ന് പറയുന്ന ദ്വീപിൽ ദൈവദാസന്മാരുടെ കഴുത്ത് കണ്ടിച്ചിട്ട് രണ്ട് ഈ മോട്ടോർ സൈക്കിളിന്റെ പുറകെ വെച്ചിട്ട് തല ഇങ്ങനെ തൂക്കി പിടിച്ച് രക്തം വഴിയോട് ഒഴുകി പോയിട്ട ചരിത്രം അവിടെയുണ്ട്. അത്രയ്ക്ക് ക്രൂരമായ ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത്രയ്ക്ക് ക്രൂരതയോടെ ദൈവദാസന്മാരോടും ദൈവസഭയോടും പെരുമാറിക്കൊണ്ടിരുന്ന ഒരു സമൂഹമാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്, സുമാത്ര എന്ന് പറയുന്ന ദ്വീപിൽ. ഈ സുനാമി ഉണ്ടാകുന്ന ആ വർഷം വരെ അവർക്ക് അവിടെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനോ ക്രിസ്തീയമായിട്ടുള്ള കൂട്ടായ്മകൾ കൂടാനോ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതെ കിടന്നൊരു സമയമായിരുന്നു. സോ ആ വർഷം അവിടെയുള്ള കുറെ ദൈവദാസന്മാരും ദൈവമക്കളും കൂടെ കൂടിയിട്ട് ഗവൺമെന്റിനെ, അവിടെ മേയർ ഭരണമാണ്, മേയറിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വർഷം പട്ടണത്തിനകത്ത് ടൗണിനകത്ത് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ തരണമെന്ന് പറഞ്ഞു. കുറെ പ്രാവശ്യം ഇവർ ചെന്നപ്പോൾ അവരെല്ലാം പെർമിഷൻ റിജക്ട് ചെയ്തു, അവർക്ക് കൊടുത്തില്ല. വീണ്ടും ഇവര് പല പ്രാവശ്യം അങ്ങനെ ചെന്നപ്പോൾ അവസാനം ഒരു കണ്ടീഷൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തോ, നോ പ്രോബ്ലം, പക്ഷേ സിറ്റിക്ക് അകത്ത് പാടില്ല, സിറ്റിക്ക് തൊട്ട് പുറത്തൊരു വലിയ മലയുണ്ട്, ആ മലയിൽ കയറിയിട്ട് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തോളാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, ക്രിസ്മസിന്റെ അന്ന് രാവിലെയാണ് ഈ സുനാമി ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. സോ 24-ാം തീയതി രാത്രി 3000 കുടുംബങ്ങൾ അവരൊരുമിച്ച് ആ മലയുടെ മണ്ടയിൽ കയറി രാത്രിയിൽ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുക. അവർ സെലിബ്രേറ്റ് ചെയ്തിട്ട് രാത്രിയിൽ അവർ ആ ക്ഷീണത്തിലൊക്കെ കിടന്നുറങ്ങി. അവരൊന്നും അറിഞ്ഞില്ല. രാവിലെ കണ്ണു തെളിച്ച് നോക്കുമ്പോഴാണ് ഇന്തോനേഷ്യ മുഴുവൻ വെള്ളം കൊണ്ടുപോയിരിക്കുന്നത്. ദൈവമക്കളെ, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം. എത്ര പേർക്ക് ആ കോൺഫിഡൻസോടെ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഇരിക്കാൻ പറ്റും? നമ്മുടെ ദൈവം ജീവിക്കുന്നവനാണ്. പ്രതികാരം ചെയ്യുന്നവനെന്നല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ദൈവത്തെ തൊട്ട് കളിച്ചാൽ ദൈവം വെറുതെ വിടത്തില്ല. അത് ഞാൻ പറഞ്ഞത്, ആ ദേശത്ത് നടത്തിയ പ്രാർത്ഥനകൾ, ആ ദൈവദാസന്മാർ കഴിച്ചിട്ടുള്ള അധ്വാനങ്ങൾ, അതിന്റെയൊക്കെ പിന്നിൽ ദൈവം അതിനെല്ലാം കൂടെ ഒരു ദിവസം ഓർത്തു. ഇന്ന് ഇന്തോനേഷ്യയിൽ ഭയങ്കര ഉണർവാണ്. ഒരു സ്ഥലത്ത് ഞാൻ പോയി. ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രമാണ് ഇന്ത്യ, ലോകത്തിലെ. അവിടെ ഞാനൊരു സ്ഥലത്ത് പോകാനിടയായി. അവിടെ 99% ക്രിസ്ത്യാനികൾ, 99%. സോ അത് വലിയ ദൈവത്തിന്റെ പ്രവൃത്തി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്നിലൂടെ, നിങ്ങളിലൂടെ ഒരു വലിയ ദൈവപ്രവൃത്തി ഈ ദേശത്തുണ്ടാവട്ടെ, നമ്മുടെ രാജ്യത്തുണ്ടാകട്ടെ, നമ്മൾ മുഖാന്തരം ഉണ്ടാകട്ടെ. നമ്മുടെ കളറും ഗുണവും കഴിവുകേടും ഇതൊന്നും നോക്കണ്ട. നമ്മളെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നേ. നമ്മളെ പോലുള്ള സാധുക്കളെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും. ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ കൃപയും നമ്മുടെ അകത്ത് വ്യാപരിച്ചാൽ അത് ധാരാളം മതിയാകും. നമുക്ക് ഒരുമിച്ച് അങ്ങനെ ഒരു വലിയ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലേക്ക് വരാം. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ഒരു പുരുഷനെ വേണം. എല്ലാ കാലഘട്ടത്തിലും ദൈവം ഓരോ ദൈവപുരുഷന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ദൈവവചനത്തിനകത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും, ലോക ചരിത്രത്തിനകത്ത് നോക്കിയാലും കാണാൻ പറ്റും. ഓരോ കാലഘട്ടങ്ങളിൽ സർട്ടൺ ടൈമിന് വേണ്ടി ദൈവം ചിലരെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി, ദൈവത്തിന്റെ അഭിഷേക്തന്മാരായി, അഭിഷേകമുള്ളവരായി ദൈവം എഴുന്നേൽപ്പിക്കും. എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ട്? കർത്താവെ, ഈ നൂറ്റാണ്ടിൽ ഞാൻ ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിലെ അഭിഷക്തൻ ഞാനായിരിക്കട്ടെ. അതിനെന്ത് ചെയ്യണമെന്ന് പറയുന്നോ ഞാനത് ചെയ്യാൻ റെഡിയാണ്. എത്ര നേരം ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് നീ എന്നോട് പറയുന്നു, അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എന്ത് സാക്രിഫൈസ് ചെയ്യണോ, ദൈവമേ, അങ്ങയുടെ അഭിഷേകത്തെ ഈ ഭൂമിയിൽ കൊണ്ടുവരുവാൻ, ദൈവത്തിന്റെ അഭിഷേകത്തെ ഞാൻ താമസിക്കുന്ന ഈ ഭൂമി കൊണ്ടുവരുവാൻ എന്ത് ത്യാഗം സഹിക്കണമെങ്കിലും ഞാൻ റെഡിയാണെന്ന് പറയാൻ ദൈവം ഇന്ന് രാത്രി ഒരു തലമുറയെ ഇതിനകത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പൊട്ടച്ചൊല്ലും കളിവാക്കും ഒക്കെ പറഞ്ഞ് സമയം പോക്കുന്നവരെ കുറിച്ചല്ല, സീരിയസ് ആയിട്ട് കർത്താവിന്റെ വേല സീരിയസ് ആയിട്ട് എടുക്കുന്ന, ഒന്നും പറ്റിയില്ലേലും മുറിക്കകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു തലമുറയെ കർത്താവ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നാം പ്രാർത്ഥിച്ചാൽ ദൈവം ദേശത്ത് അതിന്റെ അത്ഭുതങ്ങളെ ചെയ്യാനിടയാകും. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു നിർത്തിയ ഒരു ഭാഗമുണ്ട്. ദേവാലയത്തിന്റെ അതിന്റെ അടിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വെള്ളത്തെ കുറിച്ച് നമ്മൾ 47-ാം അധ്യായം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കാനിടയായി. ഞാൻ ആ വാക്യം പിന്നീടും ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ, നമ്മൾ പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നീട് അതിങ്ങനെ ധ്യാനിച്ചു. ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു കാര്യം എന്റെ ഹൃദയത്തിൽ ഒന്ന് സ്ട്രക്ക് ചെയ്തു. ആ കാര്യത്തെ ഒന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് പറയാൻ ആഗ്രഹിക്കുക. അവിടെ ഈ യെഹെസ്കേൽ പ്രവാചകനോട് 1000 മുഴം അളന്നു കഴിഞ്ഞിട്ട് 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്: ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. ആ വാക്യം എന്നെ ഒന്നൊന്ന് സ്ട്രൈക്ക് ചെയ്തു. എന്താണെന്നറിയോ സ്ട്രൈക്ക് ചെയ്തത്? ദൈവത്തിന്റെ ദൂതൻ, അല്ലെങ്കിൽ ആ പ്രതിപുരുഷൻ, ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ട് നിൽക്കുന്ന വ്യക്തി എന്നെ കടക്കുമാറാക്കി വെള്ളത്തിലേക്ക്. വെള്ളം എന്തുവാ? പരിശുദ്ധാത്മാവാകുന്ന നദിയിലേക്ക് എന്നെ കടക്കുമാറാക്കി. എന്നോട് ചേർന്നൊന്ന് പറയാമോ? കടക്കുമാറാക്കി എന്ന് പറഞ്ഞാൽ എന്നെ കൈക്ക് പിടിച്ച വെള്ളത്തിലോട്ട് അങ്ങ് നയിച്ചെന്ന്, വെള്ളത്തിലോട്ട് എന്നെ കൈക്ക് പിടിച്ച് ഇറക്കിയെന്ന്, എന്നെ നടക്കുമാറാക്കി. ഇന്നു രാത്രി ഇതൊരു ദൂതായിട്ട് ഒരു പ്രവചന ശബ്ദമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനകത്ത് നിങ്ങൾ ഗൗരവത്തോടെയാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ, ഗൗരവത്തോടെയാണ് ഞാൻ ഈ പറയുന്ന ഈ സന്ദേശങ്ങളൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളുന്നതെങ്കിൽ, ദൈവം നിങ്ങളെ കൈക്ക് പിടിച്ച് ആത്മാവിന്റെ ഒരു നദിക്കകത്തേക്ക് ദൈവാത്മാവ് ഇറക്കാൻ പോവുക.
അധരങ്ങൾ തുറന്ന് 40 നിമിഷം ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ആ വായുകൾ തുറന്ന് 40 നിമിഷം ശക്തിയോടെ കർത്താവിനെ ഇന്ന് സ്തുതിച്ചേ. നിങ്ങളൊരു പ്രസംഗം കേട്ടോണ്ടിരിക്കുന്ന പോലെ ഇരിക്കരുത്, ആത്മാവിലിരിക്കണം. ഇന്ന് രാത്രി തീ നമ്മുടെ അകത്ത് കത്തിയിട്ട് ഇവിടെ എഴുന്നേറ്റ് പോകാവൂ. ദൈവത്തിന്റെ ആത്മാവിന്റെ തീ നമ്മുടെ അകത്ത് ചലിച്ചിട്ട് ഇവിടെ എഴുന്നേൽക്കാവൂ. പച്ച മനുഷ്യരായി ജീവിച്ചിട്ട് വലിയ കഥയൊന്നുമില്ല. പച്ച മനുഷ്യരായിട്ട് ജീവിച്ചിട്ട് യാതൊരു കഥയില്ല. എല്ലാവരും ജീവിക്കുന്നു, നമ്മൾ ജീവിക്കുന്നു. നോ, അഭിഷേകത്തിന്റെ നിറവിനകത്ത് ജീവിക്കുന്നത് കൊണ്ടേ ഉള്ളു പ്രയോജനം. ഓ ജീസസ്. ഞാൻ ഇതിന് എപ്പോഴും ഈ അഭിഷേകത്തിന്റെ കാര്യം പറയുമ്പോൾ ഉദാഹരണമായി പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. ശിംശോന്റെ മേൽ നിന്ന് ശക്തിയെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ശിംശോനോട് പറഞ്ഞു, അവന്റെ ജഡയെല്ലാം കണ്ടിച്ച് അവന്റെ ശക്തിയെല്ലാം പോയി കഴിഞ്ഞ് അവനെ പിടിച്ചു കെട്ടി. ദലീല പറഞ്ഞു, ദേ ശിംശോനെ, ഫെലിസ്തീൻ വരുന്നു എന്ന് പറഞ്ഞു. പുള്ളി മുമ്പത്തെ പോലെ എഴുന്നേറ്റ് നിന്നു. അപ്പൊ ശക്തിയില്ല. അതിന്റെ താഴെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എങ്ങനെയാണ്? അവന്റെ ശക്തി പോയി, അവൻ ശേഷം മനുഷ്യരെ പോലെയായി. അവൻ ശേഷം മനുഷ്യരെ പോലെയായി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നപ്പോൾ അവൻ ശേഷം മനുഷ്യരെ പോലെ അല്ലായിരുന്നെന്ന്. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ പോലെ അല്ലായിരുന്നെന്ന്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സാധാരണ മനുഷ്യർ അല്ലേ അല്ല. ജീസസ്. ഞാനൊരു സാധാരണക്കാരനല്ല. നിങ്ങൾ എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, ഞാനൊരു സാധാരണക്കാരനല്ല, ഞാനൊരു സാധാരണക്കാരി അല്ല, ഞാനൊരു സാധാരണ പാസ്റ്റർ അല്ല, ഞാനൊരു സാധാരണ സുവിശേഷകനല്ല. ഓ ജീസസ്, ഹല്ലേലൂയ. നമ്മളൊരു സാധാരണക്കാരി, നമ്മുടെ കിടക്കുന്ന കോളിങ്ങും അങ്ങനല്ല. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ ശക്തിയാ. പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്നത്. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവനാണ് നമ്മുടെ അകത്ത് വസിക്കുന്നത്. ആ ദൈവം അസാധാരണത്വം ഉള്ളവനാ. അങ്ങനെയാണെങ്കിൽ ആ ദൈവ സാന്നിധ്യം എന്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ അസാധാരണത്വം ഉള്ളവനായിരിക്കണം. ജീസസ്. ഇന്ന് രാത്രി ഈ സംഭവങ്ങളൊക്കെ നടക്കാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയാമോ? അനുസരണക്കേട്. ആദമും ഹവ്വയും തോട്ടത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണം അനുസരണക്കേടാ, അല്ലെ? കായിൻ ഹാബേലിനെ കൊല്ലാനിടയാതിന്റെ കാരണം അനുസരണക്കേടാ. ജലപ്രളയത്താൽ ഭൂമിയെ നശിപ്പിക്കാനുള്ള കാരണം അനുസരണക്കേടാ. ഇന്ന് രാത്രി ദൈവത്തോട് പറ, കർത്താവ്, ഞാൻ ഒരു അനുസരണക്കേടും തിരുമുമ്പിൽ കാണിക്കത്തില്ല. ഞാൻ വിശ്വസ്തയോടെ ദൈവം എന്നെ ആക്കിയ സ്ഥാനത്ത്, ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്കകത്ത് ഞാൻ വിശ്വസ്തയോടെ, അത് പ്രാർത്ഥിക്കാനാണെങ്കിൽ പ്രാർത്ഥിക്കാൻ, സഭയ്ക്കകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സുവിശേഷം പറയാനാണെങ്കിൽ അങ്ങനെ, വാട്ട് എവർ ഇറ്റ് മേ ബി, എന്നെ ദൈവം ഏൽപ്പിക്കുന്നതിനകത്ത് ഞാൻ വിശ്വസ്തയോടെ അനുസരണക്കേട് കാണിക്കാതെ വിശ്വസ്തനായിരിക്കും എന്ന് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ജീസസ്, കർത്താവ് നമ്മളെ ഉപയോഗിക്കും. ഇന്ന് രാത്രി അനുസരണം ഉണ്ടോ? ദൈവാത്മാവ് കൈക്ക് പിടിച്ച് നിങ്ങളെ ആ നദിയിലേക്ക് ഇറക്കും. കൈക്ക് പിടിച്ച വെള്ളത്തിലേക്ക് ഇറക്കാൻ പോവാ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ആവേശം കൊള്ളിക്കാനൊന്നും പറയുന്നതല്ല. ദൈവാത്മാവിനോട് ഇടപെട്ട വചനം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മുടെ അകം കത്താനിടയാകട്ടെ. ഈ കാലഘട്ടത്തിന്റെ അപ്പോസ്റ്റലനാണ് നമ്മള്. യെസ്. ഓക്കെ, നമ്മൾ ഇന്നലെ ചിന്തിച്ചതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗം ഇതായിരുന്നു. നമ്മുടെ ലൈഫിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പോകുമ്പോൾ ചലഞ്ചസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏത് ചലഞ്ചസ് ജീവിതത്തിലുണ്ടായാലും ഇതിനെയൊക്കെ മറികടക്കുന്ന ഒരു അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിച്ചേ പറ്റൂ. ജഡത്തിന്റെ പ്രശ്നങ്ങളെ, ജഡത്തിന്റെ ഇച്ഛകളെ, ജഡമോഹത്തെ പിശാച് കൊണ്ടുവരുമ്പോൾ അതിനെ ഓവർകം ചെയ്യുന്ന ഒരു വലിയ അഭിഷേകം നമ്മുടെ മേലുണ്ടാകട്ടെ. ഇനി വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഈ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ആൾക്കാരെ പലതരത്തിലുള്ള റിലീജിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും കൊണ്ടുവരും. സ്വർഗമില്ല, നരകമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഒന്നാണെന്നൊക്കെ പറയുന്ന ഒത്തിരി സംഭവം. ഇപ്പോഴത്തെ പിശാചിന്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ് ദൈവം ഇല്ല എന്ന് പറയിക്കുക. അനേക രാജ്യങ്ങൾ അത് വിശ്വസിച്ചു തുടങ്ങി, അനേക ആളുകൾ അത് വിശ്വസിച്ചു തുടങ്ങി. ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നവരാണെങ്കിൽ നിശ്ചയമായിട്ട് ഒരു കാര്യം ഉറപ്പാ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കുകയും ദൈവത്തിന്റെ കരം നമ്മളോട് കൂടി ഇരിക്കുകയും ചെയ്താൽ ഏത് വലിയവനും ദൈവ സാന്നിധ്യത്തിൽ ഇടപെടുന്ന ശബ്ദത്തിന് മുമ്പിലും മുട്ടുമടക്കും. അതിന് യാതൊരു സംശയവുമില്ല. സോ അങ്ങനെ ഒരു ദൈവകൃപ പ്രാപിപ്പാൻ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളെ സഹായിക്കട്ടെ. സോ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് വേഗത്തിൽ ഒന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രാപിക്കുന്നവരാ. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മൾ പ്രാപിച്ചതിന്റെ റിസൾട്ട് എന്തുവാ? നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയുടെ കാര്യം ചിന്തിച്ചപ്പോൾ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിരുന്നു. അവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ നടന്ന എല്ലാ പ്രവൃത്തികളുടെയും എല്ലാ അത്ഭുതങ്ങളുടെയും റിസൾട്ട് എന്ന് പറയുന്നത് സുവിശേഷം പങ്കുവയ്ക്കുന്നതായിരുന്നു, അല്ലെ? അപ്പോൾ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള അത്ഭുതങ്ങൾ, ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ദൈവ പ്രവൃത്തികൾ, ഇതെല്ലാം എന്തിന് ബലമായിരിക്കണം എന്നറിയാമോ? കർത്താവിന്റെ വചനത്തെ പങ്കുവെക്കുന്നതിന് അത് കാരണമായിരിക്കണം. നിങ്ങൾ ആ വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നിട്ട്, ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ.
അവിടെ നമ്മളൊരു മനുഷ്യനെ കുറിച്ചാണ് കാണുന്നത്. വേറെ ആരുമല്ല, ഗസ എന്ന് പറയുന്നത് ഗരസേന്യ ദേശത്ത്, ഗദരദേശം അല്ലെ, ഗരസേന്യ എന്നാണ് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്. ഗദരദേശത്ത് ഉള്ളൊരു മനുഷ്യനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ആ മനുഷ്യനെ കുറിച്ച് വായിക്കുന്നത് എന്തെന്നറിയാമോ? ആ മനുഷ്യൻ, അവൻ യേശു അങ്ങോട്ട് ചെന്നപ്പോൾ ഈ മനുഷ്യൻ അങ്ങോട്ട് ചെന്ന് കർത്താവിനെ എതിരേറ്റത് വായിക്കുന്നത്. കർത്താവ് അങ്ങോട്ട് ചെന്നപ്പോ ഇവൻ കല്ലറകളിൽ നിന്ന് പുറപ്പെട്ട് യേശുവിന്റെ അടുക്കിലേക്ക് വന്നു. നിങ്ങൾ ദൈവാത്മാവിൽ പ്രേരിതരായി മുമ്പോട്ട് പോവുകയാണെങ്കിൽ സുവിശേഷം കേൾക്കേണ്ടവനെ ദൈവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് തരും. അവനെ ഇഗ്നോർ ചെയ്യാതിരുന്നാൽ മതി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ഗൗരവത്തോടെ കേൾക്കണേ. നിങ്ങളെ വാക്യം വായിച്ചു നോക്കാൻ എഴുതിയിട്ടുണ്ട്, ഈ മനുഷ്യൻ യേശുവിനെ എതിരേറ്റ് വന്നെന്നാ. യേശു അതിന് വേറൊരു കാര്യം കൂടെ അവിടെ താഴെ എഴുതിയിട്ടുണ്ട്. അവന്റെ അകത്തെ ദുരാത്മാവിനെ കർത്താവ് നേരത്തെ ശാസിച്ചിരുന്നെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ കർത്താവ് ഓൾറെഡി ആ പിശാചിന്റെ മേൽ ജയിച്ചിട്ടാണ് ആ പട്ടണത്തിലോട്ട് വരുന്നത്. അതുകൊണ്ടാവും വന്നത് യേശുവിന്റെ അടുക്കൽ. നിങ്ങൾ സുവിശേഷം പറയേണ്ടവരെ ദൈവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുതരും. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഒത്തിരി വലിയ ആർഭാടത്തോടെ സുവിശേഷം പറയാനൊന്നും പറ്റത്തില്ല. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയുടെ സ്ഥിതിയൊക്കെ വല്ലാത്ത രീതിയിലാണ്, പരിവർത്തന പ്രശ്നങ്ങളൊക്കെ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, സുവിശേഷം കേൾക്കേണ്ടവനെ ദൈവം നിങ്ങളുടെ അകത്ത് കൊണ്ടുതരും, നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുതരും, അല്ലെ നിങ്ങളുടെ കൂട്ട് ബന്ധത്തിനകത്ത് കൊണ്ടുതരും. അവരോട് പറഞ്ഞാൽ മതി, അത്ഭുതം നടക്കും. ഓക്കെ, ഞാൻ പറയാൻ വന്ന കാര്യം ഇതാണ്. ഈ മനുഷ്യൻ അത്ഭുതവും കാര്യങ്ങളും ഒക്കെ നടന്നു, എല്ലാം സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്നറിയാമോ? ഇവൻ പറഞ്ഞു, കർത്താവ് ഞാൻ കർത്താവിന്റെ കാൽക്കലൊന്നും ഇരുന്നോട്ടെ, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. കർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് നിന്റെ വീട്ടിലുള്ളവരോട് നിനക്ക് എന്താ സംഭവിച്ചെന്നുള്ളത് ചെന്ന് പറ, വീട്ടിലുള്ളവരോട് ചെന്ന് പറ. അപ്പം ഇവൻ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പോയി. യേശുവിനോട് പറഞ്ഞത് വീട്ടിൽ പോകാനാ, വീട്ടിൽ ചെന്നിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഈ പുള്ളി എന്താ ചെയ്തെന്നറിയാമോ? ഇതേണ്ട ഈ വാക്യം ഒന്ന് വായിച്ചു നോക്കി. ഇതിന്റെ എത്രാമത്തെ വാക്യത്തിലാണ് കിടക്കുന്നത്? ദെക്കപ്പോലിസ് എന്ന് പറയുന്ന ആ ദേശത്ത് ചെന്നിച്ച് പുള്ളി ആ പട്ടണം മുഴുവൻ ഇളക്കി മറിച്ചു. പട്ടണത്തിൽ ചെന്നിച്ച് മുഴുവരോടും പുള്ളിയുടെ ലൈഫിൽ എന്താ സംഭവിച്ചെന്നുള്ളത് മൊത്തം പറഞ്ഞു. ഭ്രാന്തനായ മനുഷ്യൻ വിടുതൽ പ്രാപിച്ചപ്പോൾ അവൻ ചെന്നേച്ച് നാട് മൊത്തം, വീട്ടുകാരോടല്ല, വീട്ടിലുള്ളവർ മാത്രമല്ല, സകലരോടും ചെന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ള കാരണം, നമ്മൾ യേശുവിനെ കുറിച്ച് കണ്ടു, യേശുവിനെ കുറിച്ച് കേട്ടു, നമ്മുടെ ലൈഫിൽ യേശു അത്ഭുതം ചെയ്തു. ഓക്കെ, നമ്മൾ എത്ര പേരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? നമ്മൾ എത്ര പേരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു? ഭ്രാന്തന് സൗഖ്യം കിട്ടിയപ്പോൾ അവൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു നാട്ടുകാരോട്, അല്ലെ? ഭ്രാന്തൻ സൗഖ്യം പ്രാപിച്ചോ നാട്ടുകാരോട് പറഞ്ഞു യേശുവിനെ കുറിച്ച്. പക്ഷെ നമ്മൾ മിണ്ടാതിരിക്കുക. ഓക്കെ, ഇനി വേറൊരു വ്യക്തിയുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ്, ശമരിയക്കാരിയായ സ്ത്രീ. ആ സ്ത്രീയോട് കർത്താവ് പ്രവചിച്ചു, അവളോട് ഭയങ്കരമായിട്ട് കർത്താവ് ഇടപെട്ടു. സംഭവങ്ങളൊക്കെ നമുക്കറിയാം. യോഹന്നാൻ 4 കിടപ്പുണ്ട്. അവൾ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? അവൾ ഉടനെ ആ വെള്ളവും പാത്രവും എല്ലാം അവിടെ വെച്ച് ഓടുക. അവളുടെ പട്ടണത്തിൽ ചെന്ന് കുറച്ച് കഴിയുമ്പോൾ താഴോട്ട് വായിക്കുന്നത് എന്താണെന്നറിയാമോ? ആ പട്ടണം മുഴുവൻ യേശുവിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി യേശുവിന്റെ മുമ്പിൽ വന്നു. ഒരു പട്ടണത്തെ മുഴുവൻ കൂട്ടിക്കൊണ്ടു വന്നു ഒരു സ്ത്രീ. ഒരു പട്ടണത്തെ മുഴുവൻ കൂട്ടിക്കൊണ്ടു വന്നു. ഒരു പട്ടണത്തെ മുഴുവൻ ഒരു സ്ത്രീ കൂട്ടിക്കൊണ്ടു വന്നു. നമ്മളൊക്കെ വിചാരിച്ചാൽ ഇതുപോലുള്ള വലിയ കാര്യങ്ങളൊക്കെ ചെയ്യത്തില്ലേ ദൈവമക്കളെ? ഒരു ഭ്രാന്തം പോയി യേശുവിനെ കുറിച്ച് പട്ടണത്തെ മൊത്തം പറഞ്ഞു. ഒരു ശമരിയക്കാരി സ്ത്രീ ചെന്നേച്ച് ഒരു പട്ടണത്തെ മുഴുവൻ യേശുവിനെ വിളിച്ചുകൊണ്ട് വന്നു. ഇനി വേറൊരു ഉദാഹരണം കൂടെ കാണിക്കാം. ഇവിടെ വേണ്ട ഈ സംഭവം ബാക്കിയൊന്നും വായിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. യേശു ഇരുന്നിടത്ത് 4 പേര് പൊക്കി എടുത്തോണ്ട് ഒരുത്തിനെ കൊണ്ട് വരും യേശുവിന്റെ അടുക്കൽ. ആ 4 പേരിൽ ഒരാളാകാൻ പറ്റുമോ നമുക്ക്? നാട്ടുകാരെ കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരും. അതാ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടെ വേറൊരു സംഭവം കൂടെ കണ്ടു നോക്കിയതേണ്ടേ, സക്കായി ഇവിടെ പോയി മരത്തെ കയറുക. എന്താ കാര്യം എന്നറിയാമോ? ഈ കൂടെ നിൽക്കുന്ന പാർട്ടികൾ ആരും യേശുവിനെ കാണാൻ പുള്ളിയെ സമ്മതിക്കുന്നില്ല. പുള്ളിക്ക് നാട്ടുകാർ കാരണം യേശുവിനെ കാണത്തില്ല. അത് കുറെ കൂട്ടത്തിൽ നിൽക്കുന്ന ശിഷ്യന്മാരാണെങ്കിലും കുറെ പാർട്ടികൾ, ഇവര് കാരണം സക്കായിക്ക് യേശുവിനെ കാണത്തില്ലാത്തതുകൊണ്ട് പുള്ളി ഓടിപ്പോയി മരത്തെ കയറിയിരുന്ന് യേശുവിനെ കാണാൻ വേണ്ടി ശ്രമിച്ചു. യേശു അവിടെ വന്ന സംഭവം നമുക്കറിയാം. ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ആൾക്കാരുടെ കൂട്ടത്തിൽ ആൾക്കാരെ പോലെ ആവല്ലേ. ഒന്നിൽ ഈ 4 പേരിൽ ഒരാൾ, അല്ലെങ്കിൽ ഒരു ശമരിയ സ്ത്രീയെ പോലെ, അല്ലെങ്കിൽ ആ ഭ്രാന്തനെ പോലെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യം ഇന്ന് രാത്രി പ്രാപിച്ചുകൊണ്ട് ഇവിടെ നിന്നേക്കാവും. കർത്താവിനെ കുറിച്ച് നാട്ടുകാരോട് പറയേണ്ടത് വിടുതൽ പ്രാപിച്ച നമ്മളാ. പ്രൈസ് ദി ലോർഡ്. ആ ഒരു തിരിച്ചറിവ് ഇന്ന് രാത്രി എത്ര പേർക്ക് അങ്ങനെ സമർപ്പിക്കാൻ പറ്റും? കർത്താവെ, ഞാനതിന് റെഡിയാന്ന് പറയാൻ, കർത്താവെ, ഞാൻ അതിന് തയ്യാറാണെന്ന് പറയാൻ ഇന്ന് രാത്രി മനസ്സുണ്ടോ? ദൈവമക്കളെ, നമ്മുടെ വിളി ഇതാ. ഇന്നലെ നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ
അറിയുന്നുവല്ലോ, നമ്മുടെ തിരഞ്ഞെടുപ്പിനെ നമ്മൾ അറിഞ്ഞേ മതിയാവും. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ഈ ശിഷ്യത്വത്തിന്റെ വില, എന്ത് വിലയാണ് നമ്മൾ ശിഷ്യത്വത്തിന് കൊടുക്കേണ്ടത്? അത് നമ്മളൊന്ന് വേഗത്തിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അധികം വിശദീകരിച്ച് പറയാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. ഇന്ന് എനിക്ക് ബാക്കി പറയാനുള്ള എല്ലാ കാര്യവും പറഞ്ഞു തീർക്കണതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോകും. ഒത്തിരി വിശദീകരിച്ച് പറയാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മൾ കൊടുക്കേണ്ട വില, ഒന്ന്, ഡിനൈ ആൻഡ് ഫോളോ ജീസസ്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഇഫ് എനിവൺ വുഡ് ലൈക്ക് ടു കം ആഫ്റ്റർ മീ ലെറ്റ് ഹിം ഡിനൈ ഹിംസെൽഫ്. തന്നെ തന്നെ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ടേക്ക് അപ്പ് ഹിസ് ക്രോസ് ഡെയിലി. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് തന്നെ തന്നെ ത്യജിക്കുക. ദൈവമക്കളെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെ പ്രാർത്ഥനയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ വീടും വണ്ടിയും വെള്ളവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും നമ്മുടെ സമയമൊക്കെ അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു യഥാർത്ഥ ശിഷ്യനാകാൻ പറ്റണമെങ്കിൽ കർത്താവ് പറഞ്ഞ കാര്യമാണ്, ഡിനൈ യുവർ സെൽഫ്. ഒരിക്കൽ നമ്മൾ യേശുവിനെ പിൻപറ്റുവാൻ തീരുമാനിച്ചാൽ നമ്മൾ നമ്മളെ തന്നെ ത്യജിക്കാൻ തയ്യാറാകണം. നമ്മുടെ ഉറക്കം അല്പം കുറയ്ക്കാൻ തയ്യാറാവണം. നമ്മുടെ ലക്ഷറിയസ് ലൈഫ് അല്പം കുറയ്ക്കാൻ നമ്മൾ തയ്യാറാകണം. കർത്താവിന്റെ നമ്മുടെ ലൈഫിൽ എനിക്ക് ചെയ്യാൻ ഒരു അജണ്ട ഉണ്ട്, എനിക്ക് ചെയ്യാൻ ഒരു പ്രോജക്റ്റ് എൻ്റെ കയ്യിൽ എൻ്റെ കർത്താവ് തന്നിട്ടുണ്ട്. അതായിരിക്കണം നമ്മുടെ മുമ്പിൽ. ഇതിനകത്ത് ഇതൊക്കെ നമ്മുടെ അകത്ത് കിടന്ന് കത്തട്ടെ. ഇപ്പൊ എനിക്ക് എങ്ങനെയും വീട് വെക്കണം, എനിക്ക് എങ്ങനെയും പുറത്ത് പോകണം, കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ചിന്ത മാത്രം നമ്മുടെ അകത്ത്, മണി മൈൻഡ് എന്നുള്ളതല്ല, ഇതൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പാസ്റ്റർ ഇതൊന്നും വേണ്ടേ എന്ന് അങ്ങനെ ചോദിക്കരുത്. ഇതെല്ലാം വേണ്ടിയതാ, നമുക്കെല്ലാം വേണം. പക്ഷേ കർത്താവ് പറഞ്ഞാൽ നിനക്ക് എന്തോ വേണം, ഞാനത് ചെയ്തു തരാൻ വിശ്വസ്തനല്ലേ. ദൈവത്തെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ നമ്മൾ പലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സോ ഇന്ന് രാത്രി നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവ് എന്നെ തന്നെ ത്യജിച്ചുകൊണ്ട്, സ്വന്തമായിട്ട് ത്യജിച്ചുകൊണ്ട്, എന്തു വന്നാലും, നമ്മൾ പാട്ട് പാടുന്ന പോലെ, എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. പാട്ടൊക്കെ പാടാൻ നല്ല രസമാണ്, പക്ഷേ എന്തെല്ലാം വന്നാലും കർത്താവിന്റെ പിന്നാലെ പോവാന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രൈസ് ഗാഡ്. സെൽഫായിട്ട് ഡിനൈ ചെയ്യാൻ, സ്വന്തമായിട്ട് ത്യജിക്കാൻ, ഞാൻ ഒന്നുമല്ല, എനിക്ക് കർത്താവിന്റെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ പിൻപറ്റണം എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് വരാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അടുത്തത്, നമ്മൾ എടുക്കുന്ന ഈ ക്രൂസ്, ഡെലിബറേറ്റ്ലി ചൂസ് ദ ക്രോസ്. ചിലപ്പം ഈ പൗലോസ് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്. പൗലോസിനെ അറിയാൻ, ഞാൻ പ്രസംഗിക്കാൻ പോയാൽ അടി കിട്ടുമെന്ന്. അല്ലെങ്കിൽ ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു, കഷ്ടത, പട്ടിണി, ആപത്ത്, കള്ളന്മാരിലുള്ള ആപത്ത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ, ഇടി ഒത്തിരി പ്രശ്നങ്ങൾ തന്നെ അനുഭവിച്ചു. പക്ഷെ ഡെലിബറേറ്റ്ലി അത് അറിയാവുന്നത് കൊണ്ട്, ദൈവമക്കളെ, ഈ ശിഷ്യരാക്കുക എന്ന് പറയുന്നത് മരിക്കാൻ വേണ്ടി ആൾക്കാരെ തയ്യാറാക്കുക. ലക്ഷറീസ് യേശുവിനെ കണ്ടെത്തിയാൽ എല്ലാം കിട്ടും, കൊട്ടാരം കിട്ടും, ഇങ്ങോട്ട് പോരാൻ പറയുന്ന പരിപാടിയല്ല. ശിഷ്യത്വം എന്ന് പറയുന്നത് മരിക്കാൻ ഒരുവനെ റെഡിയായി, യേശുവിന് വേണ്ടി മരിക്കാൻ ഒരുവനെ റെഡിയാക്കുന്ന പരിപാടിയാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. പ്രൈസ്. ചങ്കും നെറ്റിയും കൊടുത്ത് കർത്താവിന് വേണ്ടി, യേശു നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായാൽ, തയ്യാറായെങ്കിൽ ആ കർത്താവിന് വേണ്ടിയിട്ട് എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയാൻ നമുക്ക് തൻ്റെ ഉണ്ടാകുമെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു സ്പെഷ്യൽ അവാർഡ് നമുക്കുണ്ടായിരിക്കും. ഇതൊക്കെയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇന്ന് പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്ന ആളാ, പക്ഷെ പ്രോസ്പെരിറ്റിയിൽ നാട്ടിൽ പറയുന്ന പോലുള്ള പ്രോസ്പെരിറ്റിയിൽ പറയുന്ന ആ ഒരു ലെവലിലല്ല. പ്രോസ്പെരിറ്റി ദൈവത്തിന്റെ ഇതാ. സ്വർണ്ണം വെള്ളിയൊക്കെ ഉണ്ടാക്കിയത് ദൈവമാണ്, മനുഷ്യന് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. സമ്പത്ത് മനുഷ്യന് വേണ്ടി, അതൊക്കെ ദൈവം തരും. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അതൊരു വലിയ വിഷയമല്ല, നമുക്കുള്ള കാര്യമാണ്. ദൈവം അതൊക്കെ തരും. പക്ഷേ അതിന്റെ പുറകെ പോകുന്നതാണ് പ്രശ്നം. എനിക്ക് പ്രാർത്ഥിച്ച പൈസ കിട്ടും, കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടും എന്നൊക്കെ പറയുന്നത് ഇത് കുലുക്കുത്തിന്റെ പരിപാടിയൊന്നുമല്ല. അങ്ങോട്ട് വെച്ചാൽ ഇങ്ങോട്ട് കിട്ടും, വെച്ച് വെയ്യടാ എന്നാൽ ഇങ്ങോട്ട് കിട്ടും. ആ പരിപാടി അല്ല ഇത്. നീ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചാൽ, നമ്മൾ ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ, ന്യായമായത് തരാന്ന് പറഞ്ഞ് വിളിച്ച ദൈവം ന്യായമായത് തന്നിരിക്കും. നിങ്ങൾ ഒരാളോട് യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയത് തക്ക സമയത്ത് ദൈവം ചെയ്തിരിക്കും. അതൊരു സംശയമില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. ഞാൻ നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ പപ്പായോട് പറഞ്ഞു, ഞാൻ ഈ കോവിഡിന്റെ സമയത്ത് നാട്ടിൽ സെറ്റിൽ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ ചർച്ചുണ്ട്, കാര്യങ്ങളുണ്ട്. എൻ്റെ പിതാവിന്റെ നാട്ടിൽ ചർച്ചുണ്ട്, 400 പേര് കൂടുന്ന ഒരു ആരാധന അവിടെയുണ്ട്. അപ്പൊ എൻ്റെ പിതാവിന് ഇപ്പോഴും ഇഷ്ടമല്ല ഞാനിവിടെ ഡൽഹി വന്ന് നിൽക്കുന്നത്. ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പപ്പയുടെ കൂട്ടത്തിൽ അവിടെ കാണണം, ചർച്ച് ടേക്ക് കെയർ ചെയ്യണം എന്നാണ് എൻ്റെ പപ്പയുടെ ആഗ്രഹം. പക്ഷെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ, ഞാൻ കോവിഡിന്റെ സമയത്ത് നാട്ടിലേക്ക് പോയി 2-3 പ്രാവശ്യം ഞാൻ ഡൽഹി വിട്ട് നാട്ടിൽ പോയതാ. പക്ഷെ നാട്ടിൽ ചെല്ലുമ്പോഴെല്ലാം നമ്മുടെ അകത്ത് കത്തുന്നത് ഈ നോർത്ത് ഇന്ത്യയിൽ കിടക്കുന്ന ആത്മാക്കളാണ്. ഇവിടെ രക്ഷിക്കപ്പെടാതെ കിടക്കുന്ന, യേശുവിനെ കുറിച്ച് അറിയാതെ കിടക്കുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരമാണ് നമ്മുടെ അകത്ത് കിടന്ന് കത്തുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ഡൽഹിക്ക് പോവാം. ഞങ്ങൾ അവിടെ തിരിച്ച് ഡൽഹിക്ക് വരാനിടയായി. അന്ന് പോരുന്ന സമയത്ത് പപ്പ എന്നോട് ചോദിച്ചൊരു കാര്യം, ഹു ഈസ് ഗോയിങ് ടു സപ്പോർട്ട് യു?
ആരാ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? എന്തുകൊണ്ടാണ് നീ ഡൽഹിക്ക് പോകുന്നത്? ഞാൻ പറഞ്ഞു, പപ്പ ഞാൻ പോവുക. കർത്താവല്ലേ വിളിച്ചത്, കർത്താവിന്റെ വേലയല്ലേ, കർത്താവ് നടത്തുന്നു. ഇന്നും എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു, നമ്മൾ വാടക വീട്ടിൽ താമസിക്കുന്നു. ഇന്നും ഒരു പ്രാവശ്യം പോലും വാടക മുടങ്ങാനോ ആരും വഴി പിടിച്ചു നിർത്താനോ ദൈവം അനുവദിച്ചിട്ടില്ല. കർത്താവിന്റെ വേലയെ ചെയ്യുന്നതെങ്കിൽ ദൈവം വിശ്വസ്തയോടെ നമ്മെ പുലർത്താൻ അവൻ പര്യാപ്തനാണ്, അവൻ മതിയായവനാണ്. ഒറ്റ കാര്യം മതി, അവനെ വിശ്വസിക്കാൻ. വിശ്വസിച്ചാൽ, അവനെ വിശ്വസിക്കാൻ നമുക്ക് പറ്റിയാൽ, ഞാൻ ഇതൊന്നുള്ളത് വലിയ മിടുക്കനാണെന്ന് പറഞ്ഞു വരികയല്ല, പക്ഷെ ദൈവത്തെ വിശ്വസിച്ചാൽ അവൻ കൈവിടത്തില്ല. അവൻ ചതിക്കുന്ന ദൈവമല്ല. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ഡെലിബറേറ്റ്ലി ക്രോസ് ഈ കുരിശൊന്ന് എടുക്കാം. അല്പം കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ കാണുമായിരിക്കും, നമുക്കിത് എടുക്കാം. ഞാനത് ചെയ്യാൻ തയ്യാറാണെന്ന് നമുക്ക് പറയാം. അങ്ങനെ പറയാൻ തയ്യാറാണെങ്കിൽ കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. നമുക്കറിയാലോ, ഈ കാണുന്ന പിക്ചറിനകത്തൊക്കെ നടന്ന സംഭവങ്ങൾ. പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു. യോഹന്നാനെ എണ്ണയ്ക്കകത്തിട്ട് പൊരിക്കാൻ വേണ്ടി ഒന്നും പൊരിക്കാൻ അവർക്ക് പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ത്യയിലെ ഒരു ദൈവദാസനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന് ഒറീസയിൽ വന്ന് സുവിശേഷ വേല ചെയ്ത് ഡെലിബറേറ്റ്ലി അവർ ക്രൂശ് എടുത്തതാണ്. സ്വന്തം ഭർത്താവിനെ 2 കുഞ്ഞുങ്ങളോടൊപ്പം വണ്ടിക്കകത്തിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചവരോട് ക്ഷമിക്കാൻ പറ്റുന്നത് അത് സുവിശേഷത്തിന്റെ ശക്തി. അവർ പറഞ്ഞു, എനിക്ക് അവരോട് റിവഞ്ച് ഇല്ല, എനിക്ക് ഡെലിബറേറ്റ്ലി കർത്താവിന്റെ ക്രൂശ് എടുക്കുക എന്ന് പറയുന്നു. ഓക്കെ, അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ജനത്തെ സ്നേഹിക്കാൻ, ലവ് ഗോഡ് ആൻഡ് പീപ്പിൾ. സുവിശേഷ വേല നമുക്ക് ചെയ്യാൻ പറ്റണം. സുവിശേഷ വേല എന്ന് ഞാൻ ഈ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നാളെ തൊട്ട് പാസ്റ്റർ ആകണം എന്നുള്ള സെൻസിലല്ല കേട്ടോ. നമ്മൾ കർത്താവിനെ കുറിച്ച് ആൾക്കാരോട് പറയണം എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഈ സുവിശേഷ വേല എന്ന് പറയുന്നത്. അത് കർത്താവിന്റെ വേല. മറ്റുള്ളവരുടെ മുൻപിൽ കർത്താവിനെ പോലെ ജീവിക്കുക. നമ്മൾ തുടക്കത്തിലേ അത് പറഞ്ഞു, കർത്താവിനെ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിക്കുക, കർത്താവ് ചെയ്തതുപോലെ ചെയ്യുക. ഇതാ സുവിശേഷ പ്രവർത്തനം, ഇതാണ് സുവിശേഷ വേല. പിന്നെ ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ വ്യക്തിപരമായിട്ടുണ്ടെങ്കിൽ യു ഗോ വിത്ത് ദാറ്റ്, ഡു ദാറ്റ്, നോ പ്രോബ്ലം. പക്ഷേ നമുക്ക് പ്രൈമറിലി ചെയ്യേണ്ട കാര്യം ദൈവത്തെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ നമുക്ക് പറ്റുക. ഈ വില കൊടുക്കാൻ പറ്റിയെങ്കിലേ, നമ്മളിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്നറിയാം? കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾസ്. ശിഷ്യത്വത്തിന് നമ്മൾ കൊടുക്കേണ്ടുന്ന വില. ആ വിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുക, ജനത്തെ സ്നേഹിക്കാൻ പറ്റുക. നമ്മൾ ജനത്തെ സ്നേഹിക്കുമ്പോൾ അവർ ചോദിക്കും, നീ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? ഈ സ്ത്രീ, നമ്മളിപ്പോ മുമ്പേ പറഞ്ഞ ആ പുള്ളിക്കാരി തന്റെ ഭർത്താവിനെ അവര് ചുട്ടുകൊന്നു. വലിയ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിഞ്ചു കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനായിട്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. മീഡിയക്കാർ ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞ മറുപടിക്ക് വേണ്ടി ലോകം മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു അന്നത്തെ ദിവസം. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ലോകം മുഴുവൻ കാതോർത്തിരുന്നു അവരെന്തു പറയുമെന്ന്. പക്ഷെ അവർ പറഞ്ഞ മറുപടി ലോകത്തെ ഞെട്ടിച്ചു. പ്രത്യേകിച്ച് അതിന് പിന്നിൽ ചുക്കാൻ പിടിച്ച ആൾക്കാർ വരെ ഞെട്ടിപ്പോയി. ഞങ്ങൾ അവരോട് ക്ഷമിക്കുന്നു, എനിക്ക് അവരോട് റിവഞ്ച് ഇല്ല എന്ന് പറഞ്ഞു. അതാണ് ക്രിസ്തുവിന്റെ സ്നേഹം, അതാണ് ജീവിച്ച് കാണിക്കുക എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മളൊക്കെ എന്തുവാ കർത്താവിന് വേണ്ടി ചെയ്തത്? നമ്മളൊക്കെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ കർത്താവിന്റെ നാമത്തിൽ പുട്ടടിച്ച് നടക്കുക അല്ലാതെ കർത്താവിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല. എന്തെങ്കിലും കിട്ടുമോ നോക്കി നടക്കുന്നത്. പത്രോസ് ചോദിച്ചതുപോലെ, കർത്താവേ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഇന്നും സത്യത്തിൽ ഒരു നല്ല ശതമാനം വിശ്വാസികളുടെയും, ഞാനിതൊക്കെ പറയുമ്പോൾ എന്നോട് വിരോധമൊന്നും വിചാരിക്കല്ലേ, ഞാൻ അല്പം ഫ്രാങ്ക്ലി പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിതൊക്കെ പറയണ്ടേ? ആരെങ്കിലുമൊക്കെ ഇത് പറയണ്ടേ? നമുക്ക് എന്ത് കിട്ടുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ, ഞാനൊരു കാര്യം തുറന്നു നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് കിട്ടിയില്ലെങ്കിൽ, നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം ദൈവം തന്നില്ലെങ്കിൽ, നമുക്ക് ദൈവത്തോട് ഈ പറയുന്ന സ്നേഹം കാണുമോ? ഈ പറയുന്ന സ്നേഹം കാണുമോ? അപ്പൊ ഒന്ന് പത്രോസിന്റെ ലൈഫിൽ തന്നെ എടുത്തു നോക്കി. പുള്ളി ആഗ്രഹിച്ച പോലെ കാര്യം നടക്കാതെ വന്നപ്പോൾ പുള്ളി എല്ലാം ഇട്ടു പോയി. പഴയ വലയും പടകും എല്ലാം എടുത്തുകൊണ്ട് പോയപ്പം, പിന്മാറ്റത്തിൽ പോയപ്പോ ഒറ്റയ്ക്കല്ല പോയെ, കുറെ എണ്ണത്തെ കൂടെ കൊണ്ടുപോയി. സോ ദൈവത്തെ സ്നേഹിക്കാൻ, ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം എനിക്ക് ഇന്നത് ചെയ്തു തന്നതുകൊണ്ട് അല്ല ഞാൻ അവനെ സ്നേഹിക്കുന്നത്, ദൈവമായതുകൊണ്ടാണ് ഞാൻ അവനെ സ്നേഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. അങ്ങനെ ഇത് രാത്രി എത്ര പേർക്ക് സ്നേഹിക്കാൻ പറ്റും? നമ്മളൊക്കെ പലപ്പോഴും കപട സ്നേഹമോ ദൈവത്തെ സ്നേഹിക്കുന്നത്. എന്താണെന്നറിയോ? എനിക്ക് പണ്ട് രോഗം ഉണ്ടായിരുന്നു, കർത്താവ് സൗഖ്യമാക്കി, അതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. നോ, അതല്ല നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നതിന്റെ ബേസിക് റീസൺ അതല്ല. അത് കാരണങ്ങളിൽ ഒന്നായിരിക്കാം. ദൈവമക്കളെ, കർത്താവിനോട് പറയാം, എന്റെ കർത്താവേ, നീ എനിക്ക് തിന്മയായി ചെയ്യുന്നെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കും. കർത്താവിനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റട്ടെ. നന്മയല്ല ഒന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ. ഇന്നുവരെ നമുക്ക് നന്മ മാത്രമേ കർത്താവ് ചെയ്തിട്ടുള്ളൂ. പ്രൈസ് ഗോഡ്. നന്മയല്ലാതെ ഒന്നും ദൈവം ചെയ്തിട്ടില്ല.
പക്ഷേ നമുക്ക് ഇത് പറയാനുള്ള തൻ്റെയോടും കൊണ്ടാവണം. കർത്താവേ, നീ എനിക്ക് തിന്മ ചെയ്യത്തില്ലെന്ന് എനിക്ക് അറിയാം. എന്റെ ലൈഫിൽ ചിലപ്പോൾ തിന്മയൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും സന്ദർഭവശമായിട്ട് ഞാൻ നിന്നെ തള്ളി പറയത്തില്ലെന്ന് പറയാൻ പറ്റുമോ? കർത്താവ് ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ ഉണ്ടല്ലോ, നമ്മളെ ചില പ്രതിസന്ധികളിലൂടെ ഒക്കെ കടത്തിവിടും. എന്തിനാണെന്നറിയോ? ഇവൻ സത്യത്തിലാണ് എന്നെ സ്നേഹിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോ ദൈവത്തോട് പറയാം, കർത്താവ് ഐ ലവ് യു എന്നൊന്നും പറഞ്ഞാൽ കർത്താവ് ഒന്നും വിശ്വസിക്കുന്നൊന്നുമില്ല. കർത്താവ് അത് കാര്യമാക്കത്തില്ല. ഓക്കെ, നീ പറഞ്ഞു, ഡൺ, സംഭവം ശരിയാ, ഓക്കെ. പക്ഷെ കർത്താവ് ചില സാഹചര്യങ്ങളിലൂടെ കടത്തിവിടും നമ്മളെ. ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അന്നേരം ദൈവം നോക്കുമ്പോൾ സത്യത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ? ഉദാഹരണം പറഞ്ഞാൽ, അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ട്, നീ എന്റെ അതിമഹത്തായ പ്രതിഫലം വലിയ അതെല്ലാം കാര്യമെല്ലാം പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, മോനെ കൊണ്ടുവന്ന് യാഗം കഴിച്ചേ. അവൻ സത്യത്തിലായ മകനെ ദൈവത്തിന് വേണ്ടി യാഗം കഴിക്കുമെന്ന് ഉള്ള ആ ഒരു ഫൈനൽ മൊമെന്റിൽ വന്നപ്പോഴാ കർത്താവ് അതിനെ അംഗീകരിച്ചത്. കർത്താവിന് മനസ്സിലായി, ഇവൻ ഇപ്പം ഇപ്പം പറഞ്ഞ പോലെ പൊരിച്ച പുള്ളിയാ, പറഞ്ഞ ചെയ്യും. നമ്മളെ കുറിച്ചൊക്കെ ദൈവത്തിന് അങ്ങനെ കോൺഫിഡന്റ് ഉണ്ടാവട്ടെ. ജീസസ്, ഐ ക്യാൻ ട്രസ്റ്റ് ഹിം വിത്ത് അനോയിന്റിങ്. എനിക്ക് ഇവനെ വിശ്വസിക്കാം എന്ന് ദൈവത്തിന് തോന്നട്ടെ. ഐ ക്യാൻ ട്രസ്റ്റ് ഹിം. എനിക്കൊരു കാര്യം ഇവനെ വിശ്വസിച്ച് ഏൽപ്പിക്കാം. ഇവൻ ഇടയ്ക്കിട്ടേച്ച് പോകത്തില്ല. ഒരു ദേവദാസനെ കുറിച്ച് എന്റെ പിതാവ് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ആരാ ഒരു ദേവദാസൻ, സാധു എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്ന ദേവദാസനുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കൽ ആരെങ്കിലും ഒക്കെ പിള്ളേരൊക്കെ ചെറുപ്പക്കാരൊക്കെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അദ്ദേഹം പറയാം, പക്ഷേ എനിക്ക് മിനിസ്ട്രിക്ക് മുമ്പോട്ട് പോകണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി പ്രാർത്ഥിച്ച് വിവേചിച്ചേച്ച് പറയും, നീ ഇടയ്ക്കിട്ടേച്ച് പോകും, അതുകൊണ്ട് നിനക്ക് പറ്റിയ പണിയതല്ല, നീ പോകാൻ പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിട്ടേച്ച് പോകുന്നവരാണെങ്കിൽ ദൈവത്തിന് എങ്ങനെ ഒരു കാര്യം നമ്മളെ ഏൽപ്പിക്കാൻ പറ്റും? ഇടയ്ക്ക് നമ്മൾ അവിശ്വസ്തത കാണിക്കുമ്പോഴും അല്ലെ സാഹചര്യവശാൽ നമ്മൾ മറിഞ്ഞു പോകുന്നവരാണെങ്കിൽ എങ്ങനെ ദൈവത്തിന് നമ്മളെ ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റും? നമ്മളാണ് ഏൽപ്പിക്കുവോ? ഒരു ഉഴപ്പിനെ പിടിച്ച് നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ ഏൽപ്പിക്കുവോ? ഇല്ല. ഇന്ന് രാത്രി ദൈവത്തോട് പറയാമോ, കർത്താവേ, നമ്മളൊക്കെ വിശ്വസ്തരാണെന്ന് എണ്ണി കർത്താവ് ഓരോ കാര്യം ഏൽപ്പിച്ചേക്കുക. ഞാനിതൊക്കെ ഇവിടെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാനിതിനൊന്നും പ്രാപ്തനായിട്ടല്ല. വിശ്വസ്തനാണെന്ന് എണ്ണി ദൈവം ഏൽപ്പിച്ചതാ. പക്ഷെ ദൈവം ഏൽപ്പിച്ചു കഴിയുമ്പോൾ ദൈവം ഏൽപ്പിച്ച കാര്യത്തിനകത്ത് വിശ്വസ്തനായിരിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വം. കർത്താവിനോടൊന്ന് പറയാമോ, കർത്താവ്, ദൈവം എന്നെ എന്ത് ഏൽപ്പിച്ചാലും ഇതിനകത്ത് വിശ്വസ്തനായിരിക്കാമെന്ന്. നമുക്ക് എന്ത് യോഗ്യത ഉണ്ടായിട്ടാ കർത്താവ് നമ്മളെ ഈ ഒരു പദവിയിലേക്കൊക്കെ കൊണ്ടുവന്നത്? നമ്മളൊന്നും യോഗ്യരായിട്ടല്ല. യോഗ്യത നമുക്ക് ഉണ്ടായിട്ടല്ല. നമ്മൾ വിശ്വസ്തരെന്ന് എണ്ണി കർത്താവ് നമ്മളെ ഏൽപ്പിച്ചതാ. പക്ഷെ ഏൽപ്പിച്ചതിനകത്ത് വിശ്വസ്തരായിട്ട് നിൽക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമോ, കർത്താവ്, അന്ത്യകാഹളം കേട്ട് ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള പേര് കേട്ടാൽ മതി, എനിക്ക് വേറൊന്നും വേണ്ട. ലോകക്കാരെന്നെ ഇവിടെ പുകഴ്ത്തിയാലും ഇല്ലെങ്കിലും ഐ ഡോണ്ട് കെയർ. പക്ഷെ അവിടെ ചെല്ലുമ്പോ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള ഒരു വിളി കേൾക്കാൻ എനിക്കത് മതി. ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം. അതുപോലെ നമുക്ക് ആൾക്കാരെ സ്നേഹിക്കാൻ തുടങ്ങാം, ജനത്തെ സ്നേഹിക്കാൻ തുടങ്ങാം. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ. കർത്താവിന്റെ ക്ലോസ് ആണ്. ഞാൻ എങ്ങനെ നിങ്ങളെ സ്നേഹിച്ചോ അതുപോലെ ഇതൊന്നും ദൈവമക്കളെ നമുക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ വി ഹാവ് ടു ഡു ഇറ്റ്. നമ്മളത് ചെയ്തേ പറ്റൂ. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിച്ചാലേ പറ്റൂ. മറ്റുള്ളവർക്ക് നമ്മുടെ സ്നേഹം നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം, മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. ഇന്ന് രാവിലെ ഒരു പയ്യൻ, ഒരു സഹോദരൻ എന്നെ വിളിക്കാനിടയായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ മർത്തോമാ സഭയിലോ അങ്ങനെ വേറെ ഏതോ ഒരു പ്രസ്ഥാനത്തിലുള്ള ഒരു പയ്യനാ. ഏതോ ഒരു വീട്ടിൽ അദ്ദേഹം ഇങ്ങനെ, അന്ന് പൈസക്ക് ഭയങ്കര ദാരിദ്ര്യമുള്ള ഒരു കാലത്ത് അദ്ദേഹം ഏതോ ഒരു വീട്ടിൽ ഇങ്ങനെ സോപ്പും ഈ ലിക്വിഡ് എന്തൊക്കെ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് പുള്ളി ഇടയ്ക്ക് കിട്ടുന്ന പഠനത്തിന്റെ ഇടയ്ക്ക് ലീവ് കിട്ടുന്ന സമയത്തൊക്കെ പോയി അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു വീട്ടിൽ ചെന്നപ്പോ ആ വീട്ടുകാരൻ ഇങ്ങനെ ചോദിച്ചു, മോനെ, നീ എന്തോ ഈ പണി ചെയ്യുന്നത്, നിനക്ക് എന്തെങ്കിലും നന്നായിട്ട് പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ, എനിക്ക് പൈസയ്ക്ക് ആവശ്യമുള്ളത് കൊണ്ട്, ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ വരുന്നു. ആ മനുഷ്യൻ ഈ പയ്യനെ വിളിച്ചുകൊണ്ട് കടയിൽ പോയി അവന് ഒരു നല്ല ഉടുപ്പും ഷൂവോ എന്തൊക്കെ മേടിച്ചു കൊടുത്തു. അത് മേടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് ആ മനുഷ്യൻ പറയുന്നത്, നിങ്ങൾ ആരാ എന്താണെന്നൊക്കെ പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് അത് ഒരു പെന്തക്കോസ്തുകാരനാണ്. ആ പയ്യൻ ഇന്ന് എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, പാസ്റ്ററെ, എവിടെ ഇടയ്ക്ക് നേരത്തെ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അവന് ജോലി കിട്ടി, അവൻ പോർട്ട് ബ്ലെയറിന് പോവുക, ആൻഡമാൻ നിക്കോബറിലേക്ക് പോവുക. ഇന്ന് എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചേച്ചാ പോയെ. അവൻ വിശ്വാസത്തിലേക്ക് വന്നു. അവന് അങ്ങനെ ഉണ്ടായ ഒരു പ്രവൃത്തിയാ. ഒത്തിരി കാര്യമൊന്നും അവർ ചെയ്തില്ല. കർത്താവിനെ കുറിച്ച് വീട്ടിൽ വന്ന ഒരു സെയിൽസ്മാനോട് അവർ യേശുവിനെ കുറിച്ച് പറഞ്ഞു. ആ പയ്യന് അവൻ അപ്പനുമില്ല അമ്മയില്ല. അവൻ ആ കരുതൽ, അവൻ യേശുവിന്റെ സ്നേഹം എന്താണെന്ന് അവന് മനസ്സിലായി. നമ്മുടെ വാചകവും അല്ല ദൈവമക്കളെ, നമുക്ക് കർത്താവിനെ നമ്മുടെ പ്രവൃത്തിയിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അടുത്തത്, നമ്മുടെ ലൈഫിൽ നമുക്ക് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം മറന്ന് കർത്താവിനെ പിൻപറ്റാൻ നമുക്ക് പറ്റുമോ? എല്ലാം മറന്ന്
കർത്താവിന്റെ വചനം പറഞ്ഞു ലൂക്കോസ് 14:33 ആ വാക്യം ഒന്ന് വായിക്കാമോ? ഒന്ന് വായിച്ചു നോക്കി. ഗിവ് അപ്പ് എവറിത്തിങ്. ജീവിതത്തിൽ എല്ലാം ത്യജിക്കാത്തവന്, എല്ലാം മറക്കാത്തവന്, ജീവിതത്തിൽ എല്ലാത്തെയും ഉപേക്ഷിക്കാൻ പറ്റാത്തവന് എന്റെ ശിഷ്യനായിരിക്കാൻ പറ്റത്തില്ല, എന്റെ പിന്നാലെ വരാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞ കാര്യം. Praise God. ബാക്കിയൊക്കെ നിങ്ങളൊന്ന് വായിച്ച് പിന്നീട് ധ്യാനിച്ചാൽ മതി. ഞാൻ ആ ഭാഗത്ത് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവമക്കളെ, നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ചെയ്യണമെങ്കിൽ അതിന് വില മുടക്കിയാലേ പറ്റുള്ളൂ. അതിന് കൊടുക്കേണ്ടുന്ന വിലയാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ തന്നെ തുച്ഛമായി, നമ്മളെ തന്നെ ഒന്നുമില്ല എന്നുള്ള, നമ്മളെ തന്നെ ഞാൻ വലിയ പുള്ളിയാന്ന് പറഞ്ഞ് നടക്കുകയല്ല. എനിക്ക് എന്റെ കർത്താവിന്റെ വേലയ്ക്ക്, എന്റെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു വലിയ ആഗ്രഹവും താല്പര്യവും നമ്മുടെ അകത്തുണ്ടാകും. അടുത്ത ഏറ്റവും വലിയ വില, നമ്മൾ കൊടുക്കേണ്ടുന്ന വില, ഒബേ ഹിസ് കമാൻഡ്മെന്റ്സ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇഫ് യു ഹോൾഡ് മൈ ടീച്ചിങ്സ് യു ആർ മൈ റിയലി ഡിസൈപ്പിൾസ്. നിങ്ങൾ എന്റെ വാക്ക് കാത്തുകൊണ്ടാൽ, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ, നിങ്ങൾ വാസ്തവത്തിൽ എന്റെ ശിഷ്യന്മാരായി. അപ്പം ശിഷ്യനാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവിന്റെ കൽപ്പനകൾ പ്രമാണിക്കുക. കർത്താവിന്റെ കൽപ്പന പ്രമാണിക്കാത്തവൻ ശിഷ്യനല്ല. ഇനി എബ്രായ ലേഖനത്തിൽ ഒരു വലിയ ഭാഗം കൂടെ, ഒരു ഗൗരവമായ ഒരു ഭാഗം എഴുതിയിട്ടുണ്ട്. എന്റെ വചനത്തിൽ നിലനിൽക്കാത്തവന് ദൈവമില്ലെന്ന് എഴുതി വെച്ചേക്കുന്നവൻ. ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കാത്തവന്, വചനം അനുസരിക്കാത്തവന് ദൈവമില്ലെന്ന്. പള്ളി പോകുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ദൈവത്തിനെ അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മൾ കർത്താവിന്റെ ശിഷ്യന്മാരുമല്ല, ദൈവവൈതലുമല്ല, ദൈവം എന്ന് പറയാൻ പോലെയുള്ള യോഗ്യത നമുക്കില്ല. സോ ദൈവമക്കളായിരിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി, ഒബേ ഹിസ് കമാൻഡ്മെന്റ്സ്. കർത്താവിന്റെ കൽപ്പനകൾ നാം മനസ്സ വാച കർമ്മണ അനുസരിക്കുക. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ലൈഫിൽ ഫ്രൂട്ട്സുകൾ ഉണ്ടാകുക. കർത്താവ് പറഞ്ഞ ആ വാക്യം യോഹന്നാന്റെ സുവിശേഷം 15:8. ആ വാക്യം ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ഞാൻ തന്നെ വായിക്കാം. ആ വാക്യം ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. അപ്പം ജീവിതത്തിൽ ഫലമൊന്നുമില്ലേ, ശിഷ്യന്മാരാണെന്ന് പറയാൻ, ക്ലെയിം ചെയ്യാൻ വി ഹാവ് നോ റൈറ്റ്. ജീവിതത്തിൽ ഫലം ഉണ്ടാകും. എന്തുവാ ഫലങ്ങൾ? എന്തുവാ? ആത്മാവിന്റെ ഫലങ്ങൾ, സ്നേഹം, സന്തോഷം, ദീർഘക്ഷമ, ഇങ്ങനെ തുടങ്ങി ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഇല്ലെങ്കിൽ വി കനോട്ട് കോൾ ourselves that I'm a disciple. ഞാനൊരു ശിഷ്യനാണെന്ന് നമുക്ക് നമ്മളെ തന്നെ വിളിക്കാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. നോ. നമ്മൾ ശിഷ്യനാകണമെങ്കിൽ ഒന്ന് കർത്താവിന്റെ വചനം പ്രമാണിക്കുക, രണ്ട് നമ്മുടെ ലൈഫിൽ ഫലങ്ങൾ ഉണ്ടാകുക, നല്ല ഫലങ്ങൾ കായ്ക്കുന്നവരായി മറ്റുള്ള ഫലം. വേറൊരു കാര്യം കൂടെ ഓർത്തോളൂ, നമ്മളെ ഈ ഫലം, ഒരു വൃക്ഷം, ഇപ്പോ ഇവിടെ ഞാൻ ഒരു വൃക്ഷത്തിന്റെ ഫലം കാണിച്ചിട്ടുണ്ട്, ഓറഞ്ച് ആണെന്ന് തോന്നുന്നു. ഈ ഓറഞ്ചിന്റെ ഈ ഓറഞ്ചിന്റെ മരത്തിന് ഈ ഓറഞ്ച് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഈ ഓറഞ്ച് എപ്പോഴേലും, ഈ മരം എപ്പോഴേലും ഒരു ഓറഞ്ച് എന്നാ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പറിച്ചു തിന്നാറുണ്ടോ? മരത്തിൽ ഉണ്ടാകുന്ന ഫലം ഒരിക്കലും മരത്തിനല്ല, ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ ഒരു നല്ല വൃക്ഷം പോലെ, ഫലമുള്ള വൃക്ഷം പോലെ ദൈവമാക്കി വെച്ചിരിക്കുക. ദൈവമക്കളെ, എന്നിലുള്ള ഗുണങ്ങളും നന്മകളും ദൈവിക അനുഗ്രഹങ്ങളും എനിക്കല്ല, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണം. രാത്രി അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവ്, ഞാൻ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ, അനേകർക്ക് ഫലം ഭക്ഷിച്ച് തിന്നുന്നവർക്ക് സംതൃപ്തി ഉണ്ടാകുന്നത് പോലെ എന്റെ ജീവിതം കൊണ്ട് അനേകരുടെ ജീവിതത്തിൽ അനേകർക്ക് സംതൃപ്തി ഉണ്ടാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അടുത്ത പ്രധാനപ്പെട്ട ഒരു വില നമ്മൾ കൊടുക്കേണ്ടത്, ബിക്കം എ സെർവന്റ്. ഒരു സെർവന്റ് ആകാനുള്ള മനോഭാവം നമ്മുടെ അകത്തുണ്ടാകുക. നമ്മള് ശിഷ്യത്വത്തിന് കൊടുക്കേണ്ട വിലയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിലയാണ്. യേശുവിന്റെ ശിഷ്യന്മാർ ഒരിക്കൽ തമ്മിൽ ചോദിച്ച കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അവർ ചോദിച്ചു, ഗുരു യേശുവിനോട് ചോദിച്ചില്ല, ഇവര് തമ്മിൽ ചോദിച്ചു, നിങ്ങളിൽ ആരാ വലുത്? അപ്പൊ കർത്താവിനത് മനസ്സിലായി. ഇവര് തമ്മിൽ ഭയങ്കര ചർച്ച നടക്കുക. കർത്താവ് രണ്ടാമത് വരുമ്പോ കർത്താവിന്റെ വലത്തിരിക്കുന്നവരാരാ, ഇടത്തിരിക്കുന്നവരാരാ, പിന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചുകൊണ്ടിരിക്കുക ഇവരിവിടെ. അവരുടെ ചർച്ചാ വിഷയം ഇതാ. ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നു എന്നല്ല അവരുടെ വിഷയം. ആരെയാ നേതാവാക്കുന്ന, ആരാ പ്രസിഡന്റ്, ആരാ സെക്രട്ടറി, ഇതാ ഇവിടുത്തെ ചർച്ച. ദൈവമക്കളെ, നമ്മളൊക്കെ എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആത്മാക്കൾ കോടിക്കണക്കിന് ആൾക്കാർ ഇന്ത്യയിൽ മരിക്കുമ്പോൾ, കർത്താവിനെ അറിയാതെ പാപത്തിന്റെ കുഴിക്കകത്ത് വീണുകൊണ്ടിരിക്കുമ്പോൾ, നമ്മളിവിടെ എന്തൊക്കെ പരിപാടികൾ, ഞാൻ അതിനൊന്നും അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു നല്ല ശിഷ്യനായിട്ട് എനിക്കൊന്നും വേണ്ട, ഒരു പദവിയും വേണ്ട, എനിക്ക് കർത്താവിനെ സേവിച്ചാൽ മതി, എന്റെ കർത്താവിന്റെ ശിഷ്യനായിട്ടിരുന്നാൽ മതി എന്ന് ചിന്തിക്കാൻ പറ്റുന്ന മനോഭാവമുള്ള എത്ര പേര് നമ്മുടെ അകത്തുണ്ട്. നമ്മളോട് ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ അത് ചെയ്യാനുള്ള സെർവന്റ്ഹുഡ് മെന്റാലിറ്റി നമ്മുടെ അകത്തുണ്ടോ? സെർവന്റ് ആകാനുള്ള മനോഭാവം നമുക്കുണ്ടോ? അല്ലെ ഒരു ശിഷ്യനായിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് വന്നേ. യോഹന്നാൻ 13:12 തൊട്ടുള്ള വാക്യങ്ങൾ നമുക്ക് എഴുതിയിരിക്കുന്നത് കാണാം. പിറ്റേന്ന് പെരുന്നാൾ വലിയൊരു പുരുഷാരം യേശു യെരുശലേമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് ഈന്തപ്പനയുടെ കുരുത്തോളയുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താ പറയുന്നത്, യേശു കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്തു. യേശു അതിനുശേഷം അവരുടെ കാല് കഴുകാൻ വേണ്ടിയിട്ട് തയ്യാറായി.
സോ ഇത് യേശു കാണിച്ചു തന്ന ഒരു സെർവന്റ്ഹുഡ് മെന്റാലിറ്റി ഉണ്ട്, സെർവന്റ്ഹുഡ് ശിഷ്യത്വം ഉണ്ട്. അതാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഒരു ശിഷ്യൻ എങ്ങനെയായിരിക്കണം? അത് നല്ല ക്ഷമയുള്ള ആള്, ജെന്റിൽ ആയിരിക്കണം, മാന്യനായിരിക്കണം, ഒബീഡിയന്റ് ആയിരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, വാച്ച്ഫുൾ ആയിരിക്കണം, അവൈലബിൾ ആയിരിക്കണം. ഒരു സെർവന്റിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നറിയാമോ? ഡു മോർ ദാൻ ഹി ആസ്ക്ഡ് ഹിം ടു ഡു. അവനോട് ഒരു കാര്യം പറഞ്ഞു, ഇത് ചെയ്യാൻ പറഞ്ഞു. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, എടാ ഇത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമേ അത് തന്നെ ചെയ്തേച്ച് വരത്തില്ല വൃത്തിക്ക്. പക്ഷെ ഒരു സെർവന്റ് അങ്ങനല്ല, പറയുന്നതിനേക്കാൾ അപ്പുറത്ത് കുറെ കൂടെ അത് ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചെയ്തിച്ചു വരുന്നവനാ സെർവന്റ്. കർത്താവിനോടൊന്ന് പറയാമോ, കർത്താവെ ഞാനൊരു നല്ല സെർവന്റ് ആയിരിക്കും. സെർവന്റിന്റെ മെന്റാലിറ്റി, ചിലര് നീട്ടിക്കുർത്തിയൊക്കെ പ്രസംഗിക്കും, പക്ഷെ സെർവന്റ് മെന്റാലിറ്റി കാണത്തില്ല. താഴ്മയുള്ള ഒരു നല്ല സെർവന്റ് ആയിട്ട്. ആൻഡ് സെർവന്റിന്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഫെയ്ത്ത്ഫുൾ ആൻഡ് സ്പിരിറ്റ് ഫിൽഡ് ആണ്. പറഞ്ഞാൽ എപ്പോഴും ഉത്സാഹം, എന്ത് ചെയ്യണോ റെഡി, യജമാനൻ എന്ത് പറയുന്നോ ഈസ് ഓൾവേസ് റെഡി ടു ഡു ദാറ്റ്. അതാണ് ഒരു 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 സെർവന്റ്ഹുഡ് മെന്റാലിറ്റി എന്ന് പറയുന്നത്. ഈ മക്കളെ, നമുക്ക് കർത്താവിന്റെ മുമ്പിൽ അങ്ങനെ ഒരു സെർവന്റ്ഹുഡ് മെന്റാലിറ്റിയോട് നിൽക്കാൻ പറ്റുമോ? കർത്താവെ അങ്ങയുടെ വാക്കിന്, സെർവന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും യജമാനന്റെ വാക്കിന് വേണ്ടി കേട്ട് നിൽക്കുന്നവരാ, കാത്തു നിൽക്കുന്നവരാ. ജസ്റ്റ് ഓൾവേസ് ലിസൺ ടു ദ മാസ്റ്റർ. എന്തുവാ കർത്താവ് പറയുന്നത്? ഇന്ന് രാവിലെ എന്താ കർത്താവിനോട് പറയുന്നത്? അതെല്ലാ ദിവസവും കേൾക്കണം, കർത്താവിനോട് ചോദിക്കണം, കർത്താവ് ഞാൻ ഇന്ന് എന്താ ചെയ്യണ്ടേ, ഇന്നത്തെ എന്റെ കാര്യം എങ്ങനെയാ? ആ ദൈവം ഓരോ ദിവസവും കാര്യങ്ങൾ പറയും. യജമാനൻ പറയുന്നത് പോലെ ഒന്ന് ജീവിച്ചു പോയിക്കേ, ഒരു നല്ല ശിഷ്യനായിട്ട് ഫ്രൂട്ട്ഫുൾ ആയിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റും. നമ്മെ കൊണ്ട് അത് ചെയ്യാൻ വേണ്ടി പറ്റും. യെസ്, ആർ യു എ സെർവന്റ്? നമ്മളൊരു സെർവന്റ് ആണോ? നമ്മളോട് തന്നെ ചോദിച്ചു നോക്കി. ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോവുകയാണ്. ശിഷ്യന്മാർക്ക് വേണ്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോ നമ്മുടെ ലൈഫിൽ, ചിലപ്പോഴൊന്നല്ല, നമ്മുടെ ലൈഫിൽ ഒത്തിരി മാറ്റേണ്ടുന്ന കാര്യങ്ങൾ ഇതിനകത്ത് കണ്ടേക്കാം. സോ ഇതെല്ലാം മാറ്റാൻ വളരെ എന്താ പറയുന്ന ഒരു തയ്യാറെടുപ്പോടുകൂടെ, നമുക്ക് ഈ പൊതുവെ മനുഷ്യന്റെ ഒരു പ്രശ്നമാണ്, ആരെയും കറക്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. കറക്റ്റ് ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷേ കറക്റ്റ് ചെയ്യപ്പെടാത്ത ഒരാൾക്ക് ലൈഫിൽ സക്സസ് ആവാൻ പറ്റത്തില്ല. ലൈഫിൽ സക്സസ് ആകാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി നമുക്ക് പറയാം, കർത്താവേ, ഇഫ് യു ആർ കറക്റ്റിംഗ് മീ, എന്നെ കറക്റ്റ് ചെയ്താൽ ഞാനതിന് മാറ്റാനും ഞാനതിനകത്ത് മാറ്റം വരുത്താനും തയ്യാറാണെന്ന് പറഞ്ഞാൽ കർത്താവ് അത് ചെയ്യും. സോ നമുക്ക് വേണ്ടി ഒരു ശിഷ്യന് വേണ്ടിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആണ്. ഒരു ശിഷ്യൻ എപ്പോഴും ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ഡിസിപ്ലിൻഡ് ഡിസൈപ്പിൾ, അതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, കേൾക്കാൻ തയ്യാറാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഓക്കെ, ഡിസിപ്ലിൻ. ഒന്നാമത്തെ ഡിസിപ്ലിൻ ഉണ്ടാവേണ്ടത് സെൽഫ് ഡിസിപ്ലിനാണ്. സ്വന്തമായിട്ട് നമ്മുടെ ലൈഫിൽ വരുത്തേണ്ടത് സെൽഫ് ഡിസൈൻ. ഞാൻ വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഒത്തിരി കാര്യങ്ങൾ വിശദീകരിച്ച് പറയാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. സക്സസിൽ എത്തണോ, അല്ലെങ്കിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ച കാര്യത്തിനകത്ത് നമുക്ക് സക്സസ് ആവണമോ, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, കുറച്ച് സെൽഫ് ഡിസിപ്ലിൻ നമ്മുടെ അകത്ത് കൊണ്ടുവരണം. ഒന്നാമത്തെ കാര്യം, ദൈവത്തെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരണം. ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവമാണ്. ദൈവം കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് എന്തും. ഞായറാഴ്ച ആരെത്ര ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ദൈവത്തെ വിട്ടേച്ച് പോയി ബിരിയാണി കഴിക്കാൻ പോകുന്ന പരിപാടിയില്ല. എന്റെ പപ്പ എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്, ഞങ്ങളുടെ ഇൻഡയറക്ട്ലി പഠിപ്പിച്ചൊരു കാര്യം. ഞങ്ങളുടെ ബന്ധുക്കാരോ ഞങ്ങളുടെ നാട്ടിലുള്ളവരോ ആരും ഞായറാഴ്ച ഒരു പരിപാടിയും വെച്ചു പപ്പായെ വന്ന് വിളിക്കത്തില്ല. ഞങ്ങളുടെ നാട്ടിലുള്ളവർക്ക് വരെ അറിയാം, തങ്കച്ചൻ പാസ്റ്റർ അവിടെ വിളിക്കുന്നത്, തങ്കച്ചൻ പാസ്റ്ററെ ഞായറാഴ്ച ഒരു പരിപാടി വിളിച്ച പുള്ളി വരത്തില്ലെന്നറിയാം. ഞങ്ങളുടെ ബന്ധുക്കാരിൽ ആരും കല്യാണത്തിന് വെച്ചാൽ ഞായറാഴ്ച ഒന്നും വിളിക്കത്തില്ല. ഇനി ഞായറാഴ്ച വിളിച്ചാലും പറയും, നീ വരത്തില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം, എങ്കിലും വിളിക്കാന്ന് പറഞ്ഞു പോകും. ഞായറാഴ്ച ആരാധന മുടക്കി ഇന്ന് വരെ, എനിക്കിന്ന് 43 വയസ്സാകാൻ പോവാ. 43 വയസ്സിന്റെ ഇടയ്ക്ക് ഇന്ന് വരെ പപ്പ ഞായറാഴ്ച ആരാധന മുടക്കി ഒരു പരിപാടിക്ക് പോയതായിട്ട് എന്റെ ലൈഫിൽ എനിക്ക് ഓർമ്മയില്ല. സോ ലൈഫിൽ ദൈവമായിരുന്നു ഫസ്റ്റ്. അതൊക്കെ കണ്ട ഞാൻ വളർന്നത്, ഞാൻ പഠിച്ചത്. ദൈവമക്കളെ, നമ്മളെയൊക്കെ കണ്ട് നമ്മുടെ മക്കൾ പഠിക്കട്ടെ. പ്രൈസ് ഗോഡ്. നിങ്ങൾ ദൈവത്തെ ഓർത്ത്, ജീവൻ ഉണ്ടെങ്കിൽ ഞായറാഴ്ചയും ദൈവിക ആരാധന വിട്ടിട്ട് ഒരു പരിപാടിക്കും പോകില്ല. അത് മാത്രമല്ല, നമ്മുടെ ലൈഫിലുള്ള എല്ലാ കാര്യത്തിനകത്തും ദൈവത്തെ നിങ്ങളൊന്ന് മുമ്പിൽ വെച്ച് നോക്കി. ദൈവത്തെ ഞാൻ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ദാവീദ് പറഞ്ഞതുപോലെ അങ്ങനെ ദൈവത്തെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് ജീവിച്ചു നോക്കി. നമ്മുടെ ജീവിതം എത്ര അനുഗ്രഹമായിരിക്കും എന്നറിയാം. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ലൈഫിനകത്ത് വേണ്ടിയത് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പ്രയർ ലൈഫാണ്. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പ്രയർ ലൈഫ്. ഈ നമ്മളിപ്പോ പ്രാർത്ഥിക്കുന്നവരാ, പക്ഷെ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഡിസിപ്ലിൻ ഇല്ല. ഒരു യഥാർത്ഥ നല്ല ശിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അറിയാമോ? ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും പ്രാർത്ഥനയ്ക്ക്. ഡിസിപ്ലിൻഡ് ആയിട്ട് പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു ഗുണം, ഒരു ഉദാഹരണം ഞാൻ ബൈബിളിൽ നിന്ന് തന്നെ പറഞ്ഞുതരാം. ദാനിയലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രമാണ്. പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ നമ്മൾ നീട്ടിക്കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? ഈ ദാനിയലിനെ കുറിച്ച് പറയുന്നത്, ദാനിയലിന് വിരോധമായിട്ട് എഴുത്തെഴുതി പുള്ളിക്കാരനെ സിംഹക്കുഴിയിൽ ഇടാനുള്ള തീരുമാനമായി.
അവിടെ ബൈബിളിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: താൻ പതിവ് പോലെ ദിനം പ്രതി പ്രാർത്ഥിച്ചു വരുന്നത് പോലെ, ദിവസവും 3 നേരം പ്രാർത്ഥിച്ചു വരുന്നത് പോലെ അന്നും ചെന്ന് പ്രാർത്ഥിച്ചെന്ന്. എനിക്ക് എതിരായിട്ടൊരു നിയമം എഴുതി, ഇനി അടുത്ത തല കാണത്തില്ല, സിംഹം കടിച്ചു തീരാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുക. പക്ഷെ പുള്ളിക്കാരൻ അവിടെ പറയുന്നതെന്നറിയോ? പുള്ളി അവിടെ എക്സ്ട്രാ പ്രാർത്ഥനയോ ഉപവാസ പ്രാർത്ഥനയോ ഒന്നും ഡിക്ലെയർ ചെയ്തില്ല. പതിവ് പോലെ, താൻ ചെയ്തു വന്നതുപോലെ. അങ്ങനെയല്ലേ വായിച്ചിട്ടുള്ളത് നിങ്ങൾ? താൻ ചെയ്തു വന്നതുപോലെ അന്നും പ്രാർത്ഥിച്ചു. 5 മിനിറ്റ് കൂടുതലും പ്രാർത്ഥിച്ചില്ല, കുറച്ചും പ്രാർത്ഥിച്ചില്ല, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നില്ല, അന്നും പ്രാർത്ഥിച്ചു. ഡിസിപ്ലിൻഡ് ആയിട്ടൊരു പ്രെയർ ലൈഫ് ഉണ്ടോ ദൈവമക്കളെ? നിങ്ങൾ എക്സ്ട്രാ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒന്നും പോകണ്ട. നിങ്ങളുടെ ലൈഫിനകത്ത് സ്വർഗ്ഗം ഇറങ്ങി നിൽക്കും. ഏത് സിംഹത്തിന്റെ വായ അടയ്ക്കണോ ദൈവം അടയ്ക്കും. പക്ഷെ ദൈവത്തിന് മുമ്പ് ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കാൻ പഠിക്കുക. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാ, സൗകര്യം ഉണ്ട് പ്രാർത്ഥിക്കും, സമയം കിട്ടിയാൽ പ്രാർത്ഥിക്കും, ഒത്താ പ്രാർത്ഥിക്കും. നോ, ദാറ്റ് ഈസ് നോട്ട് എ ഡിസിപ്ലിൻ. ദൈവമക്കളെ, നമ്മളൊക്കെ ഡിസിപ്ലിൻ ഉള്ളവരായിട്ട് പാരട്ടെ. ഈ എന്തോ 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 സംഭവിച്ചാലും വേണ്ടതില്ല, ഞാൻ ഇന്ന് ബൈബിൾ വായിച്ചിട്ടേ ഉള്ളൂ, ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയാൻ പറ്റുന്ന തൻ്റെടവും ചുണയുള്ള ആൾക്കാരെയൊക്കെ കർത്താവിന് വേണ്ടിയത്. ഊരും ചുണയില്ലാത്തവരൊന്നും കർത്താവിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. തൻ്റെ ഇടത്തോടെ നിൽക്കാൻ പറ്റുന്ന, തൻ്റെ ഇടത്തോടെ വാക്ക് പറയാൻ പറ്റുന്നവരെ ദൈവം ഉപയോഗിക്കുന്നേ. പറ, എന്റെ ലൈഫിൽ ഇനി എന്തോ കേസ് വന്നെന്ന് പറഞ്ഞാലും ബൈബിൾ വായിക്കാതെ കിടന്ന് ഉറങ്ങുന്ന പരിപാടിയില്ല, പ്രാർത്ഥിക്കാതെ കിടന്ന് ഉറങ്ങുന്ന പരിപാടിയില്ല. പറയാവോ? ചുണയുണ്ടോ? പ്രസംഗം കേൾക്കാൻ നല്ല രസമാണ്, സുഖമാണ്. പക്ഷേ ഡിസിപ്ലിൻഡ് ആയിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട്. ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട് ഒന്നും അല്ല, നമ്മൾ അതിനോട് അങ്ങ് ഇണങ്ങിയാൽ ഇറ്റ്സ് ഈസി. ഒരു സമയമൊക്കെ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് അങ്ങ് പ്രാർത്ഥിക്കാനെങ്കിൽ ഇരിക്കണം. അത് എന്തോ വലിയ കേസ് വന്നെന്ന് പറഞ്ഞാൽ അതുപോലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കേസ് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യല്ലേ. കാരണം ദൈവമാണ് നമുക്ക് ഫസ്റ്റ്, ദൈവമാണ് നമുക്ക് മുൻപിലുള്ളത്. അടുത്തത് ബൈബിൾ റീഡിങ്. ബൈബിൾ നന്നായിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. ബൈബിൾ വായിച്ചേച്ച് ചുമ്മാ അതിനകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ചുമ്മാ വിളിച്ച് പറയുന്നതല്ല. അപ്പൊ അതിനെ നന്നായിട്ട് പഠിക്കണം. ദൈവത്തിന്റെ ആത്മാവിന്റെ റെവലേഷൻ പ്രാപിക്കണം. ഞാൻ ഈ ദിവസങ്ങളൊക്കെ പറഞ്ഞ കാര്യം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച റെവലേഷൻസ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാതെ ബുക്ക് വായിച്ചേച്ചോ അവിടുന്ന് ഇവിടുന്ന് പ്രസംഗം കേട്ടതോ എല്ലാം കൊണ്ട് തട്ടിക്കൂട്ടിയിട്ട് നിങ്ങളെ എന്തെങ്കിലും വന്ന് പഠിപ്പിച്ചു പോകാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചതോ അല്ല പറയുന്നതോ അല്ല ഇത്. അങ്ങനെ ഒരു സമയം ചെലവഴിക്കുന്നതല്ല ഇത്. അങ്ങനെ ചെയ്താൽ ഇതിനൊന്നും റിസൾട്ട് ഉണ്ടാവത്തില്ല. രാത്രി ദൈവാത്മാവ് നിങ്ങളോട് ഇടപെടുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ആ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അതൊക്കെ പറയുന്നത്. എന്താണെന്നറിയോ? ദൈവം തന്ന റെവലേഷൻ, ദൈവം എന്നോട് പറഞ്ഞിട്ട് പറയുന്ന കാര്യം ഇതൊക്കെ. അത് വചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടും, ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. അങ്ങനെ ആ വചനം വായിക്കാൻ, ഈ വചനം വായിക്കുമ്പോൾ, വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ, യോഹന്നാൻ 1:1 എന്താ നമ്മൾ വായിക്കുന്നത്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന്. അപ്പൊ ഈ വചനം എന്തുവാ? ദൈവമാണ്. അപ്പൊ ഞാനിത് വായിച്ചോണ്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആരുടെ മുമ്പിലായിരിക്കുന്നേ? ഈ വചനം വെച്ചുകൊണ്ട് ഞാൻ വായിക്കുമ്പോൾ, ഈ വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ മനസ്സിലുണ്ടാകേണ്ട ഫീലിംഗ് എന്താണെന്നറിയോ? ഞാൻ ദൈവത്തിന്റെ മുമ്പിലായിരിക്കുന്നത്. ഇന്നും ജീവിക്കുന്ന വചനം, ഇന്നും ശക്തിയുള്ള വചനം, ഇന്നും അത്ഭുതം ചെയ്യാൻ കഴിയുന്ന വചനം, ഇന്നും ജീവിക്കുന്ന ഈ വചനത്തിന് മുമ്പ് ഞാൻ ഇരിക്കാനുള്ള സമയം നമുക്ക് ഉണ്ടാവട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യം, വാക്ക് ഇൻ സ്പിരിറ്റ്. ജഡത്തിൽ നടക്കല്ലേ, ജഡത്തിൽ സംസാരിക്കല്ലേ, ജഡത്തിൽ കാര്യങ്ങളെ കാണല്ലേ, ആത്മാവിൽ കാര്യങ്ങളെ കാണണം. ഇന്നലെ നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചു. ആത്മാവിൽ കാര്യങ്ങളെ കാണണം, ആത്മാവിൽ കാര്യങ്ങളെ സെൻസ് ചെയ്യണം. ഒരാൾ നിങ്ങളോട് വഴക്കുണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവനാ വഴക്കുണ്ടാക്കുന്നത് ചിന്തിക്കല്ലേ, ഇവന്റെ അകത്തൊരുത്തൻ വ്യാപരിക്കുന്നുണ്ട്, അവനെ എന്നോട് വഴക്കുണ്ടാക്കിക്കുന്നത് ചിന്തിക്കണം. സ്പിരിച്വലി അതിനെ കാണാൻ പറ്റണം. അത് സ്വന്തം കെട്ടിയവനാണെങ്കിലും സ്വന്തം ഭാര്യയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാൻ വന്നാൽ അവരുടെ ട്യൂണ് മാറുമ്പം സെൻസ് ചെയ്തോണം എന്തോ ഒരു സംതിങ് ഉണ്ടെന്ന്. അപ്പം അവരോട് വഴക്ക് പറയാനൊന്നും മറുപടിക്കൊന്നും പോകല്ല. പിന്നെ അടിനാശവും ഇടിവെട്ടുമായിരിക്കും, വെള്ളപ്പൊക്കമായിരിക്കും, മൊത്തം പാത്രം എടുത്ത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകും, ആ പാടെ മൊത്തം കോലാഹലമായിരിക്കും. സോ ഒരാള് ട്യൂൺ മാറിയെന്നോ മുഖത്തിന്റെ ഭാവം മാറിയെന്നോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മിണ്ടാതെ ഇറങ്ങിയേക്കണം അവിടുന്ന്. സെൻസ് ചെയ്യാൻ, സ്പിരിച്വൽ ആത്മാവിൽ നടക്കാൻ പറ്റട്ടെ. പുറത്ത് ചെന്ന് ഒരാളൊരു ഓഫർ തരുമ്പോ ആത്മാവിൽ തന്നെ സെൻസ് ചെയ്യാൻ പറ്റട്ടെ. ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ ഇവിടെ വന്നു, നാട്ടിലൊരു ദൈവദാസനാ. ഞാൻ ആ ദിവസം അടുത്ത ദിവസം ആ ദൈവദാസൻ വരുമായിരിക്കും. പക്ഷെ മോനി എന്ന് പറഞ്ഞ ആ ദൈവദാസൻ ഒരിക്കൽ ഓക്കെ അടുത്ത ദിവസം ആ ദൈവദാസൻ വരുന്നുണ്ട്. ആ ദൈവദാസൻ ദുബായിൽ ചെന്ന് ഒരു വലിയ പണക്കാരന്റെ വീട്ടിൽ ചെന്നു. ആ പണക്കാരന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആര് ചെന്നാലും നന്നായിട്ട് പൈസ കൊടുക്കുന്ന ഒരു ദൈവദാസൻ, നന്നായിട്ട് ദൈവദാസൻ. ഈ ദൈവദാസൻ അവിടെ ചെന്ന് അവരോട് ദൂത് പറഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങിയപ്പോൾ അദ്ദേഹം ഒരു വലിയ കവർ എടുത്തു കൊടുത്തു. അപ്പൊ ദൂതൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ കവറിന്റെ കനവൊക്കെ കൂടും. അങ്ങനെ ഒരു കവർ എടുത്തു കൊടുത്തു. കുറഞ്ഞതൊരു 10,000 രൂപ അതിനകത്തുണ്ട്, പുള്ളിക്കാരൻ പറഞ്ഞതാ. പക്ഷെ ദൈവാത്മാവ് പെട്ടെന്ന് പുള്ളിയുടെ മനസ്സിൽ പറഞ്ഞു, ഈ പൈസ വാങ്ങിക്കരുത്. അപ്പൊ പുള്ളിക്കാരൻ അങ്ങ് ദേഷ്യം വന്നു, മറ്റേ പുള്ളിയുടെ മുഖഭാവം എല്ലാം അങ്ങ് മാറി. അവസാനം പുള്ളിക്ക് ദേഷ്യം വന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ വാങ്ങിക്കാത്തതെന്നൊക്കെ ചോദിച്ചു. പുള്ളി അങ്ങ് ചൂടായി. ഞാൻ പറഞ്ഞു, ആദ്യം നിങ്ങളുടെ പണിക്കാർക്ക് പൈസ കൊടുക്കാൻ ദൈവാത്മാവിനോട് പറയുന്നു പറഞ്ഞു. പണിക്കാർക്ക് പൈസ കൊടുക്കാതെ അവരുടെ പൈസ എല്ലാം പിടിച്ചു വെച്ച് അതിന്റെ അംശം ദൈവാസന്മാർക്ക് കൊടുത്ത് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം മേടിക്കാൻ വന്നേക്കുക. ദൈവം പറഞ്ഞു മേടിക്കില്ലെന്ന് പറഞ്ഞു. വാക്ക് ഇൻ സ്പിരിറ്റ്. ആ ദൈവാസന അടുത്ത ദിവസം ഇവിടെ വരും, ശുശ്രൂഷിക്കും. പ്രൈസ് ഗോഡ്. വാക്ക് ഇൻ സ്പിരിറ്റ്. ദൈവാത്മാവ് പറയാത്തൊരു പരിപാടി
ദൈവാത്മാവ് നമ്മളെ സെൻസ് ചെയ്ത് നമ്മളെ നടത്തും. നിന്റെ പുറകിൽ നിന്നൊരു ശബ്ദം നീ കേൾക്കും, നിന്റെ വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുവീൻ. ദൈവഹിതമല്ലാത്തൊരു പൈസ നമ്മുടെ വീട്ടിൽ വരല്ലേ ദൈവമക്കളെ. എന്റെ മക്കളോടൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ വഴി കിടക്കുന്ന ഒരു 5 രൂപ എടുത്തുകൊണ്ട് വീട്ടിൽ വരരുത്. വഴി കിടന്ന് 500 രൂപ കിട്ടിയാൽ സ്വോത്രം, ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറഞ്ഞാൽ അതെടുത്തോണ്ട് വീട്ടിൽ വരരുത്. ആരുടെയും സങ്കടപ്പെട്ട പൈസയാ അത്. ഒരുത്തന്റെ കയ്യിൽ നിന്ന് 500 രൂപ പോയാൽ ഒരു എന്റെ പൈസ പോയല്ലോ എന്നൊരു വേദന അതിനകത്തുണ്ടാവും. ആ വേദനയുടെ പൈസ കൊണ്ട് വീട്ടിൽ വരല്ലേ, അത് ആരെങ്കിലും കൊണ്ട് പോട്ടെ. പ്രൈസ് ഗാഡ്. വാക്ക് ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ നടക്കാൻ ദൈവമക്കളെ പഠിക്കട്ടെ. പ്രൈസ് ഗാഡ്. അടുത്തത് ഫെലോഷിപ്പ്. ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്, കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇതിനെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. ഈവൻ സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. ഇന്നൊന്നും ഒരു പരിപാടി ഇല്ലല്ലോ, എന്നാ പള്ളി പോയാൽ 10 പേരെയൊക്കെ കണ്ടേച്ച് ഒരു പാട്ടൊക്കെ പാടിയിട്ട് വരാം. നോ, ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിവൈൻ ആക്ട് ആണ്. അത് ദൈവം വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഫെലോഷിപ്പിന് പോയിട്ട് വരുമ്പോൾ നമുക്ക് അകത്തൊരു ആത്മജീവനും ഒരു പ്രസന്നതയും ഒരു ദൈവിക ഒരു ചൈതന്യവും ഒക്കെ നമ്മുടെ അകത്ത് വ്യാപരിക്കും. അതിനുവേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഈ കൂട്ടായ്മകൾ, ഇപ്പൊ കർത്താവ് സഹായിച്ച് ഈ ഓൺലൈൻ ഇങ്ങനെ കൂട്ടായ്മ ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇപ്പൊ പല രാജ്യത്തു നിന്ന് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കൂടുന്നു. ഇതൊക്കെ ദൈവത്തിന്റെ കോവിഡ് ഒക്കെ ലോകജാതികൾക്ക് ദോഷമായി തീർന്നപ്പോ ദൈവസഭയുടെ അനുഗ്രഹമായി തീർന്നില്ലേ ഈ സൂം ഒക്കെ? ദൈവത്തിന്റെ പദ്ധതി എന്തുവാ അല്ലെ? എത്ര സഭകൾ എങ്ങനെയൊക്കെ എത്രയോ പേര് ഇതുപോലെ കൂട്ടായ്മ കൂടുന്നു. രാവിലെ പോയിട്ട് ഇന്നൊരു ദിവസം വിളിച്ചപ്പോൾ പറയാം, നോബൽ പാസ്റ്ററിന്റെ നമ്പർ തന്നിട്ട് ഒരു ദിവസം രാവിലെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 4 വർഷമായിട്ട് രാവിലെ പോയിട്ട് ഡെയിലി മീറ്റിംഗ് നടക്കുക. നമ്മുടെ ഈ മീറ്റിംഗ് എത്രയോ നാളുകളായിട്ട് നടക്കുന്നു. ഇതൊക്കെ ദൈവത്തിന്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ദൈവം വെച്ചേക്കുന്ന, ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവാത്മാവല്ലേ. എന്തിനാണെന്നറിയാമോ? നമുക്ക് കൂട്ടായ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ കൂട്ടായ്മ ഇസ് റിയലി ഇമ്പോർട്ടന്റ്. കൂട്ടായ്മയെ നമ്മൾ എന്താ പറയുന്നത്, അതിനെ തരംതിരിച്ച് കാണരുത്, അതിനെ തരം താഴ്ത്തി കാണരുത്. സോ ഇമ്പോർട്ടന്റ്. അടുത്ത നമ്മുടെ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആവശ്യത്തിന് നമ്മൾ റെസ്റ്റ് എടുക്കുക. ഇനഫ് റെസ്റ്റ് നമ്മുടെ ലൈഫിൽ നമുക്ക് അത്യാവശ്യമാണ്. ചില ആൾക്കാർ ഊണുമില്ല ഉറക്കമില്ല, എല്ലാ പരിപാടിക്ക് ഇങ്ങനെ പുറകെ നടക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് ശരീരവും ഇല്ല, ആരോഗ്യമില്ല, ഒന്നുമില്ല. ഇതൊന്നും ദാറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഉള്ള ഒരു വ്യക്തി പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കണം. നിങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ റെസ്റ്റ് എടുക്കില്ല. ദാറ്റ് ഈസ് നോട്ട് ഡിസിപ്ലിൻ. പിന്നെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ്, ഇനഫ് ക്വാളിറ്റിയിലുള്ള ഫുഡ് നമ്മൾ കഴിക്കണം. ഇതൊക്കെ ഞാൻ പ്രാർത്ഥനയിൽ ദൈവാത്മാവിനോട് പറഞ്ഞ കാര്യമാണ്. പണ്ടൊക്കെ ഇന്നത്തെ പിള്ളേരെയൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കിയേ. ഇപ്പോഴത്തെ പിള്ളേരൊന്നും മേലോട്ടല്ല വളരുന്നത്, സൈഡിലോട്ടാണ് വളരുന്നത്. എന്തെന്നറിയാമോ? ഉള്ള പിസായും പുട്ടും എല്ലാം അടിച്ച് കാണുന്നതെല്ലാം അങ്ങ് കഴിക്കും. എല്ലാം കഴിച്ച അവസാനം നടക്കാനും മേലെ പിന്നെ ഈ താറാവൊക്കെ നടക്കുന്ന പോലെ നടക്കുന്നു. എന്തുകൊണ്ടാ? നമ്മൾ തന്നെ നമ്മുടെ ലൈഫിനെ, നമ്മുടെ ശരീരത്തെ തകർത്തോണ്ടിരിക്കുക. കുറെ കഴിയുമ്പോൾ പിന്നെ രോഗിയായിട്ട് എഴുന്നേക്കാനും മേലെ നടക്കാനും മേലാത്ത ഒരു അനുഭവത്തിലേക്ക് വരും. നമ്മൾ തന്നെ ഒന്ന് ആലോചിക്കുക. പണ്ടൊക്കെ നമ്മൾ നേരത്തെ തൊട്ടേ കുറെ കൂടെ ഒക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്രയും അസുഖമൊന്നും ഇല്ലാതെ കുറെ കാലം കൂടെ നമുക്ക് ജീവിക്കത്തില്ലായിരുന്നു. സോ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, സമയത്ത് ഉറങ്ങുക, സമയത്ത് എഴുന്നേൽക്കുക, കൂടുതൽ ഉറങ്ങാതിരിക്കുക, കൂടുതൽ ഉറക്കളയ്ക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ശ്രദ്ധിക്കണം. അതുപോലെ ഫുഡ് കഴിക്കേണ്ടത് ആവശ്യത്തിനുള്ള ഫുഡ് കഴിക്കണം, സമയത്ത് ഫുഡ് കഴിക്കണം. അതുപോലെ ആവശ്യമില്ലാത്തത് കണ്ണി കാണുന്നത്. എൻ്റെ വീട്ടില് ഞാൻ ദൈവാത്മാവിനോട് ഇടപെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്, അല്ലാതെ ഇതൊരു പറയാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല കേട്ടോ. ദൈവാത്മാവ് എന്നോട് ഇടപെട്ട കാര്യം ഞാൻ പറയുന്നത്. ഇന്ന് ഒരു 5 വർഷത്തിന് മേളിലായി എൻ്റെ വീട്ടിനകത്ത് പെപ്സി, എന്താ പറയുന്നത്, മിറാണ്ട എന്ന ആ സാധനങ്ങളൊന്നും, കെമിക്കൽ ഉള്ള ഒരു ഡ്രിങ്ക്സും എൻ്റെ വീട്ടിൽ കയറ്റെടുത്തില്ല. സാധനം ഇന്ന് 5 വർഷത്തോളമായി ഇന്നുവരെ വീട്ടിൽ കയറ്റിട്ടില്ല. ജങ്ക് ഫുഡ് മാക്സിമം പുറത്തുനിന്ന് കഴിക്കാൻ പറ്റുന്നത് മാക്സിമം ഒഴിവാക്കും. ഞാൻ പറഞ്ഞെന്താണെന്നറിയാമോ? നമ്മൾ ഈ ആവശ്യമില്ലാത്തെല്ലാം കൂടെ കഴിച്ചേച്ച്. ഇനി വേറൊരു പ്രശ്നം, ഇന്നത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ രോഗിയാകുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ എക്സസ് ആയിട്ട് ഫുഡ് കഴിക്കുന്നതുകൊണ്ടാ, കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാ. നമ്മൾ ആവശ്യത്തിന്, പണ്ടൊക്കെ നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഇത്രയും അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്താണെന്നറിയോ? അവർക്ക് ആവശ്യത്തിന് പോലും ഫുഡില്ലായിരുന്നു. അപ്പൊ അവര് കൈ കിട്ടുന്നതെല്ലാം കഴിക്കുമായിരുന്നു. ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിട്ട് ഇഷ്ടമുള്ള സാധനം മാത്രമേ കഴിക്കുള്ളൂ. ഒരു സാധനം തന്നെ റെഗുലർ ആയിട്ട് കഴിക്കരുത്. സോ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ നമുക്ക് അറിവുണ്ടാവണം. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബാംഗ്ലൂരിലുള്ള ഒരു സഹോദരി, ഒരു ദൈവദാസി, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരുടെ ശരീരത്തിൽ ഏകദേശം 5 അസുഖങ്ങളുണ്ട്. അവരിങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തോട് പറഞ്ഞ, കർത്താവേ എന്നെ സൗഖ്യമാക്കണം. ഒരു ദിവസം ദൈവാത്മാവ് ഇടപെട്ടു, നിനക്ക് അടുത്ത ദിവസം ഒരു യൂട്യൂബിന്റെ ലിങ്ക് കിട്ടും, ആ ലിങ്ക് ഒന്ന് കേക്ക്, എന്നിട്ട് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആരോ ഒരു ഹിന്ദുക്കൾ ചെയ്ത ഒരു ഈ എന്താ പറയുന്നത് ന്യൂട്രീഷന്റെ എന്താണ് പറയുന്നത് ഡയറ്റിന്റെ ഒരു വീഡിയോ പുള്ളിക്കാരി കിട്ടി. ഹിന്ദുക്കൾ ചെയ്ത പുള്ളിക്കാരി ആ വീഡിയോ കണ്ടു. വീഡിയോ കണ്ടതിന് ശേഷം അതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. രാവിലെ കുക്കുംബറിന്റെ ജ്യൂസ് അടിച്ച് കുടിക്കുക, പിന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഉണ്ട്, അത് പുള്ളിക്കാരി കാണുകയും അതുപോലെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു. 5 മാസം 6 മാസം മറ്റു പുള്ളിക്കാരി പ്രാക്ടീസ് ചെയ്തു. 6ാമത്തെ മാസം ശരീരത്തുണ്ടായിരുന്ന 5 അസുഖങ്ങളും അപ്രത്യക്ഷമായി.
ഫുഡ് കൺട്രോൾ ചെയ്തതിലൂടെ മാത്രം രോഗം മൊത്തം അപ്രത്യക്ഷമായി. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. കർത്താവിന്റെ ബെന്നിഹിൻ ഒരിക്കലും ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കുന്നു, ഭയങ്കരമായ ക്രിയേറ്റീവ് മിറക്കിളുകൾ സംഭവിക്കുന്നു. പക്ഷേ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, പക്ഷെ ഇത് പലപ്പോഴും സൗഖ്യമാകുന്നില്ല. എന്താ ഇതിന്റെ കാര്യം? അദ്ദേഹം ഇങ്ങനെ ദൈവത്തിന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞൊരു കാര്യമാണ്, ദൈവാത്മാവ് അദ്ദേഹത്തോട് ഇടപെട്ടൊരു കാര്യമാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തില് ക്രമക്കേട് കൊണ്ട് അവര് തന്നെ ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ്. അതിന് ഞാൻ ഉത്തരവാദിയല്ലെന്ന്. നമ്മളറിയാതൊരു രോഗം വന്നാൽ അത് സൗഖ്യമാക്കാൻ ദൈവം ബാധ്യസ്ഥന, ദൈവം അത് ചെയ്യും. പക്ഷേ നമ്മളായിട്ട് വിളിച്ചു വരുത്തുന്നതിനെ ഒന്നും ദൈവം സൗഖ്യമാക്കിയെന്ന് വരത്തില്ല. ചിലപ്പം പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമായിരിക്കും, പക്ഷെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ? ദൈവം നമുക്ക് തന്ന ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഇതിനെ നമ്മൾ സൂക്ഷിക്കുക. ഇനി അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, കീപ് ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾ. ആൾക്കാരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് വയ്ക്കാൻ നമ്മൾ പഠിക്കണം. അതുപോലെ നമ്മുടെ ലൈഫിൽ നമ്മളെ സ്പിരിച്വലി ഗൈഡ് ചെയ്യാൻ ഒരു മെന്റർ ഉണ്ടാവണം. എപ്പോഴും ഒരു ആവശ്യം വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരു ദൈവദാസൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം. നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ ഒരു മെന്റർ എപ്പോഴും നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. ഇതിനൊക്കെ വേണ്ടി എന്താണെന്നറിയാമോ? ആൾക്കാരുമായിട്ട്, സമൂഹമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ്. ചില ആൾക്കാര് കാണുന്നവരെ മുഴുവൻ അങ്ങ് വെറുപ്പിക്കും. വായി തോന്നുന്നതെല്ലാം വർത്താനം പറയും. വായിൽ വരുന്ന വർത്താനങ്ങളെല്ലാം പറയരുത്. നമ്മുടെ മനസ്സിൽ വരുന്നതെല്ലാം, തോന്നുന്നതെല്ലാം വിളിച്ചു പറയരുത്. അതിനെ ഫിൽട്ടർ ചെയ്ത് ആവശ്യം മറ്റുള്ളവന് നന്മയ്ക്കല്ലാത്തത് ഒരു വാക്കുപോലും നമ്മുടെ അകത്തൊന്ന് പുറത്തു വരരുത്. സോ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഒരു ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഡിസിപ്ലിൻ ഇല്ലാത്ത ആർക്കും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റത്തില്ല. ആത്മീകമായി വിജയിക്കണോ, ഒരു നല്ല ഡിസിപ്ലിൻ ഉണ്ടാവണം. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, ബി എ മോഡൽ ലീഡർ. നിങ്ങൾ ഒരു നല്ല ഡിസൈപ്പിൾ ആണെങ്കിൽ, ഒരു നല്ല ശിഷ്യനാണെങ്കിൽ, ഒരു നല്ല ലീഡർ ആയിരിക്കണം നിങ്ങൾ. പൗലോസ് പറഞ്ഞൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഉണ്ട്. പൗലോസ് പറഞ്ഞത് തന്റെ ശിഷ്യന്മാരോട് നോക്കിയിട്ട് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിന്, സഭയോട് പറയുക, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരികളായിരിക്കും. എന്തോ തന്റെ ഇടോ അത്. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരികളാകുകയും പൗലോസ് പറയുക. സോ നമുക്ക് ചെയ്യണം, നമ്മുടെ ലൈഫിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാമോ? നമുക്കൊരു നല്ല യേശുവിനെ പോലെ ഒരു നല്ല ലീഡറായി, ഒരു നല്ല മോഡലായിട്ടിരിക്കണം. ഇന്ന ആളെ കണ്ടു പഠിക്കാം, അല്ലെ ഇന്ന വ്യക്തിയെ കണ്ടു പഠിക്കാൻ പറയത്തക്ക രീതിയിലുള്ള ഒരു നല്ല ലീഡർ ആയിരിക്കണം. ഇനി ക്രിസ്ത്യൻ ലീഡർഷിപ്പിന്റെ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാൻ പറയാം. ക്രിസ്ത്യൻ ലീഡർഷിപ്പിന്റെ ഒരു മേജർ ഫാക്ട്, മത്തായി സുവിശേഷം 9-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പുരുഷാരത്തെ കണ്ടപ്പോൾ കർത്താവിന് മനസ്സലിവുണ്ടായി, അവരോട് കമ്പാഷൻ തോന്നി. എന്താണെന്നറിയാമോ? അവർ ഇടയനില്ലാത്തവരായി അലയുന്നത്, ഉഴലുന്നത് കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞെന്നാ. ഇടയനില്ലാത്തവർ അലയുക എന്ന് പറഞ്ഞാൽ ലീഡർ ഇല്ലാതെ അവർ കൺഫ്യൂഷനാ, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ കിടന്ന് കുഴയുന്നത് കൊണ്ട് അവരെ കണ്ടപ്പോൾ യേശുവിന് മനസ്സലിഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു ക്രിസ്ത്യൻ ലീഡർ എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകണമെന്ന്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ കിടക്കുന്ന ആൾക്കാരെ യേശുവിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നതാണ് ക്രിസ്ത്യൻ ലീഡർഷിപ്പ്. നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഒരു കർത്താവിലേക്ക് ഒരു വ്യക്തിയെ നടത്തുന്നതിനാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലാതെ കസര കയറി ഇരുന്നേച്ച് എല്ലാവരും ഭരിക്കുന്നതിനല്ല ക്രിസ്ത്യൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സമയമില്ലാത്തതിന്റെ അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് വേഗത്തിൽ പോകാം. നിങ്ങൾ എഴുതിയെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ ഈ സംഭവങ്ങളൊന്നും എഴുതിയെടുത്തു. വിശദീകരിക്കാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. ഈ ലീഡർഷിപ്പിനകത്ത്, സെർവന്റ്ഹുഡ് ലീഡർഷിപ്പിനകത്ത് വേണ്ടിയ കുറച്ച് ക്വാളിറ്റികളാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് സീല. ഒരു ലീഡറിന്റെ പ്രധാനപ്പെട്ട ക്വാളിറ്റികൾ മുഴുവൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സീല. കറേജിയസ്. ലീഡർ ഒരു നല്ല കറേജിയസ് ആയിരിക്കണം. യേശുവിനെ നോക്കിയേ, യേശു ഭയങ്കര കറേജിയസ് ആയിരുന്നു. ആരോട് എന്തും പറയണോ യേശു പറഞ്ഞിരിക്കും. ദൈവം പറയേണ്ട റൈറ്റ് കാര്യങ്ങൾ, ചുമ്മാ നമ്മുടെ ഈ പ്രൈഡ് കാണിക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല പറഞ്ഞത്. പറയേണ്ട കാര്യം പറയേണ്ടവനോട് പറയേണ്ടതുപോലെ പറയാനുള്ള ധൈര്യം, അതിനാണ് കറേജിയസ് എന്ന് പറയുന്നത്. കമ്പാഷനേറ്റ്. യേശുവിന് കമ്പാഷൻ ഉണ്ടായിരുന്നു, നമുക്കറിയാം. ജനത്തെ കണ്ടപ്പം യേശു കമ്പാഷനേറ്റ് ആയി. ദൈവമക്കളെ, നമുക്ക് വേണ്ടിയത് ഈ കമ്പാഷനാണ്. ജനത്തെ കാണുമ്പോൾ ഈ കമ്പാഷൻ നമ്മുടെ അകത്തുണ്ടാവണം. അടുത്തത് കരിസ്മാറ്റിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആകർഷണത്വമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു യേശു. യേശുവിനെ കണ്ടാൽ ആരും പിന്നെയും കേൾക്കാൻ വരുമായിരുന്നു. യേശുവിന്റെ പുറകെ ആൾക്കാർ കൂടിയേക്കുമായിരുന്നു. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, വൈ പീപ്പിൾ ഷുഡ് ഫോളോ യു? നിങ്ങളെ എന്തുകൊണ്ട് ആൾക്കാർ ഫോളോ ചെയ്യണം? നമുക്ക് ആഗ്രഹമുണ്ട് ആൾക്കാരോട് പ്രസംഗിച്ചാൽ കൊള്ളാമെന്നും ആൾക്കാർ കേൾക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. വൈ? എന്ത് കാരണം കൊണ്ട് ആൾക്കാർ നിങ്ങളെ ഫോളോ ചെയ്യണം? അത് നമ്മളോട് തന്നെ ചോദിക്കണം. എന്ത് ക്വാളിറ്റി നമുക്ക് പറയാനുണ്ട്? സോ നമ്മുടെ മേലുള്ള ദൈവ സാന്നിധ്യം, അതാണ് ബെസ്റ്റ് ക്വാളിറ്റി. ദൈവത്തിനെ നന്നായിട്ട് പഠിക്കുകയും അത് ഗ്രഹിക്കുകയും ചെയ്ത് അത് ജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ they will invite you. സോ അതാണ് ഒരു കരിസ്മ എന്ന് പറയുന്നത്. അടുത്തത് കോൺഫിഡന്റ്. കർത്താവിന്റെ കോൺഫിഡൻസ് ആണ്. കർത്താവ് ഒന്നും ആരുടെ മുമ്പിൽ തലകുനിച്ചിട്ടില്ല.
തല കുനിക്കേണ്ടവന്റെ മുമ്പിൽ തല കുനിക്കും. പക്ഷെ ആവശ്യമില്ലാതെ നമ്മൾ റൈറ്റ് ആണ്. ഇഫ് ഐ ആം റൈറ്റ്, ഞാൻ ചെയ്യുന്ന കാര്യം സത്യമാണെന്നും അത് നേരാണെന്നും എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ആരുടെയും മുമ്പിൽ തല കുനിക്കേണ്ട കാര്യമില്ല, എങ്ങും തല കുനിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ഗാഡ്. സോ ഒരു നല്ല ലീഡർ നല്ല കോൺഫിഡന്റ് ഉള്ളവരായിരിക്കണം. അടുത്തത് കമാൻഡിങ് പവർ. യേശു കമാൻഡ് ചെയ്യാൻ എന്തുവായിരുന്നു യേശുവിന്റെ കമാൻഡിങ് പവർ ഒക്കെ, അല്ലെ? ദൈവമക്കളെ, നമുക്ക് സ്പിരിച്വലി ആ കമാൻഡിങ് പവർ ഉള്ളവരായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിനകത്ത് കമാൻഡിങ് പവർ ഉള്ളവരായിരിക്കണം. അടുത്തത് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് കമ്മ്യൂണിക്കേറ്റർ, അല്ലെ? യേശു എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് കമ്മ്യൂണിക്കേറ്റർ ആയിരുന്നു. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്താണെന്നറിയാമോ? ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ഉപയോഗിച്ച ഉദാഹരണങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കി. കല്ല്, മണ്ണ്, പിന്നെ ചെടികള്, പറവകള്, കടുക്, പിന്നെ അവിടെയുള്ള എന്ന് പറഞ്ഞാൽ മീന് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് പരിചയമുള്ള കാര്യങ്ങളെ എടുത്തിട്ട് യേശു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ജീസസ് വാസ് ദ ബെസ്റ്റ് കമ്മ്യൂണിക്കേറ്റർ. ഒരു കാര്യം പറഞ്ഞു പിടിപ്പിക്കാൻ നമുക്ക് അറിയത്തില്ല, പിന്നെ നമ്മളെ ലീഡർ ആക്കിക്കൊണ്ട് പ്രയോജനമുണ്ടോ? സോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ വർദ്ധിപ്പിക്കുക. ഓക്കെ, അടുത്തത് കെയർ ചെയ്യുക, ആൾക്കാരെ കെയർ ചെയ്യാൻ പഠിക്കുക. കൺവിക്ട് ചെയ്യുക, ഒരു കാര്യം പറഞ്ഞവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിവുള്ളവരായിരിക്കണം. നമ്മൾ പറയുന്നതിനകത്ത് ക്ലാരിറ്റി ഉള്ളവരായിരിക്കണം. ഇത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഓക്കെ, അവിടെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, മുമ്പോട്ട് പോകട്ടെ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതും എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കണേ. ഇന്നത്തെ ആത്മലോകത്തിനകത്ത് നമ്മൾ കിടന്ന് കറങ്ങുന്ന ഒരു മേഖലയാണ്. സാമ്പത്തികമായ നന്മയില്ല, അനുഗ്രഹമില്ല. നമ്മൾ ഇന്ന് എന്നിട്ട് അവസാനം എന്താണെന്നറിയോ? പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതെ വരുമ്പോൾ ദൈവത്തോട് പെറുപിറുക്കുകയും ദൈവത്തോട് വഴക്കുണ്ടാക്കുകയും ചെയ്യും. ദൈവങ്ങളെ, നമ്മുടെ ലൈഫിൽ ഫിനാൻഷ്യലി ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ, നമ്മൾ ഡിസിപ്ലിനെ കുറിച്ചാണ് പറയുന്നത്, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ലൈഫിൽ ഇല്ലെങ്കിൽ ദൈവം നമ്മുടെ കയ്യിൽ പൈസ തരത്തില്ല. എന്നിട്ട് നമ്മളിത് ദൈവം എനിക്ക് തന്നില്ലെന്ന് പറയുന്നതിനകത്ത് കഥയില്ല. ഇന്ന് തൊട്ട് ഫിനാൻഷ്യനകത്തൊരു ഡിസിപ്ലിൻ വരണം. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഞാനിവിടെ ഒരു മോഡൽ വെച്ചിട്ടുണ്ട്. പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് ചെയ്തു. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ ആ വരുമാനത്തിനകത്ത് നിങ്ങളുടെ ചെലവുകളെ ചുരുക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ അറിയാത്തവന് ദൈവം അങ്ങനെ പൈസ ഏൽപ്പിക്കും? ദൈവം തന്നെ പറയുന്നുണ്ട്, അല്പത്തിൽ വിശ്വസ്തനല്ലെങ്കിൽ ഞാൻ വലിയ കാര്യം എങ്ങനെ ഏൽപ്പിക്കും? അല്പത്തിൽ വിശ്വസ്തനെ ദൈവം വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. അത് സാമ്പത്തിക കാര്യത്തിലും ഇറ്റ്സ് എ ഫാക്ട്. സോ പൈസ നമ്മുടെ കിട്ടുമ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കണം, അതിനെ സേവ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമുക്കതുകൊണ്ട് ഗ്രീഡ് ഉണ്ടാവാൻ പാടില്ല. ഗ്രീഡും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ദൈവം പൈസയൊക്കെ തരുന്നത് കാര്യം ശരിയാ, പക്ഷെ ഗ്രീഡ് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ദൈവത്തിന് കൊടുക്കാൻ നമ്മൾ പഠിക്കണം, പാവപ്പെട്ടവരെ സഹായിക്കാൻ നമ്മൾ പഠിക്കണം. ഇതെല്ലാം നമ്മുടെ സാമ്പത്തിക മേഖലയ്ക്കകത്ത് നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു 10,000 രൂപ വരുമാനം ഉണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? ആദ്യം ചെയ്യേണ്ടത് ദൈവത്തിന് കൊടുക്കാനുള്ള ഏറ്റവും കുറഞ്ഞത് 10%. നമുക്ക് കിട്ടുന്നതിന്റെ എല്ലാ ഓഹരി ദൈവത്തിന് കൊടുക്കണമെന്നാണ് ദൈവത്തിന്റെ പ്രമാണം. ഏറ്റവും കുറഞ്ഞത് ഒരു ഓഹരി, 10 ഓഹരി അല്ലെങ്കിൽ 10% ദൈവത്തിന് അങ്ങ് മാറ്റുക. ദാറ്റ് ഇസ് നോട്ട് അവർ മണി. പ്രത്യേകിച്ച് പഴയ നിയമത്തിന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് അത് നമുക്കുള്ളതല്ല, അത് ദൈവത്തിന്റെയാണ്. പിന്നെ ബാക്കിയുള്ള 9,000 രൂപയാണ് എന്റെ വരുമാനം എന്നുള്ളത് നമ്മളോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. അടുത്തത് ഒരു 10% എടുത്തിട്ട് സേവ് ചെയ്യാൻ മാറ്റണം. 10 or 20 ഒക്കെ അത് നിങ്ങളുടെ ചെലവിന്റെ അനുസരിച്ചിട്ട് ഉണ്ടെങ്കിൽ ഒരു ചെറിയ തുകയെങ്കിലും, ഇപ്പോ സാഹചര്യം മോശമാണെങ്കിൽ ഒരു ചെറിയ തുക, ഒരു 10 രൂപയാണെങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ മാറ്റുന്ന ഒരു ശീലം ഉണ്ടാവണം. സേവ് ചെയ്യുന്ന ശീലം എന്ന് പറയുന്നത് ബിബ്ലിക്കലാ. കർത്താവ് തന്നെ പറഞ്ഞൊരു ഉദാഹരണം ഓർക്കുന്നുണ്ടോ? ഉറുമ്പിന്റെ അടുക്ക ചെല്ലുക, അതിന്റെ വഴിയെ നോക്കി ബുദ്ധി പഠിക്കുക, അത് വേനൽക്കാലത്ത് തന്നെ ആഹാരം ശേഖരിച്ചു വെക്കുന്നു. നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഈ പ്രാവശ്യം കിട്ടി, അത് പുട്ടടിച്ച് തീർത്തു. അടുത്ത മാസം പിന്നെ പുട്ടടിക്കാൻ ഇല്ലാതെ വന്നപ്പം അയൽവക്കംകാരൻ്റെ നിന്ന് കടം മേടിച്ചു. അടുത്ത പ്രാവശ്യം ശമ്പളം കിട്ടുമ്പോഴത്തേക്ക് ഈ കടം കൊടുത്തെല്ലാം തീർത്തു കഴിയുമ്പോൾ പിന്നെ വീട്ടിൽ നമ്മുടെ ആവശ്യത്തിനുള്ളത് ഇല്ലാതെയാവും. ഡിസിപ്ലിൻ ഇല്ലാതെ സാമ്പത്തികത്തെ കൈകാര്യം ചെയ്താൽ കുടുംബത്തിൽ സാമ്പത്തികം ഉണ്ടാകത്തില്ല. നിങ്ങൾ എഴുതി വെച്ചു. ഓക്കെ, 10% ദൈവത്തിന് കൊടുത്തു, 10% നിങ്ങൾ സേവ് ചെയ്യാൻ മാറ്റി. ആ സേവ് ചെയ്യുന്ന ഹാബിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ മക്കൾക്ക് പോയിട്ട് നേരത്തെ അവർക്ക് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് പോക്കറ്റ് മണി കൊടുക്കും. എന്നിട്ട് അവരോട് പറയും സേവ് ചെയ്ത് നോക്കാൻ പറയും. അവർ സേവ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അവർക്ക് വേണ്ടി പുതിയൊരു വേറെ അക്കൗണ്ട് എടുത്തു. 3 അക്കൗണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തുറന്നു കൊടുത്തു. ഇവർ സേവ് ചെയ്യുന്ന പൈസയിൽ കുറച്ച് ഞാൻ അവിടെ കൊണ്ട് അക്കൗണ്ടിലിടും. അവർക്ക് സേവിങ് സിസ്റ്റം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ചെറുപ്പത്തിലെ അടിച്ചു പൊളിക്കുന്ന ശീലം, കിട്ടുന്ന പൈസ മുഴുവൻ അടിച്ചു തീർത്താൽ മിക്ക ദൈവമക്കളുടെയും മിക്ക ആൾക്കാരുടെയും സാമ്പത്തിക മേഖലയുടെ പരാജയത്തിന്റെ കാര്യം ഇതാണ്. കിട്ടുന്ന മൊത്തം അടിച്ചു തീർക്കുക. ഒരു ശിഷ്യനായിരിക്കുമ്പോൾ നമ്മൾ എന്നിട്ട് പിന്നെ ദൈവത്തോട് കംപ്ലൈന്റ് ചെയ്യും, കർത്താവ് എന്തുകൊണ്ടാണ് നീ അനുഗ്രഹിക്കാത്തത്? എന്തുകൊണ്ട് അനുഗ്രഹിക്കാത്തത്? ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ട് ലൈഫിനകത്ത്. സോ ഇത് നമ്മൾ ശ്രദ്ധിക്കുക. അടുത്തത് പിന്നെ ബാക്കി വരുന്ന 60% നമ്മുടെ റെഗുലർ എക്സ്പെൻസുകൾ, ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി, വാടക കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ 60% കൊണ്ട് നടത്തുക. പിന്നെ ഒരു 10% കുറച്ച് മാറ്റി വെക്കുക എൻജോയ്മെന്റിന് വേണ്ടിയിട്ട്.
പിന്നെ അതിനകത്ത് ഒരു 10% അവിടെ മാറ്റി വെക്കാൻ മറക്കരുത് മിഷൻ കാര്യങ്ങൾക്ക് വേണ്ടി. ആദ്യത്തെ 10% കൊടുത്തത് കൊണ്ട് തൃപ്തരാകരുത്. ഞാൻ എല്ലാം കൊടുത്തു, എല്ലാം കർത്താവിന് കൊടുത്തു, 10% കൊടുത്ത് എന്റെ ഡ്യൂട്ടി തീർന്നു. നോ, അത് ദൈവത്തിനുള്ളതാ. പിന്നെ മിഷനെ സഹായിക്കാൻ നമ്മൾ മാറ്റി വെക്കുക. ഞാനിതൊന്നും കമ്പൽസറി ആയിട്ടല്ല പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ, ഞാനിത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് നിങ്ങളോട് പറയുക, നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ. ഈ വേറൊരു കാര്യം, ഞാനൊരു ദിവസനായതുകൊണ്ട് പറയാം, ഈ മിക്കവാറും ദിവസന്മാരൊന്നും ദേശാംശം കൊടുക്കുന്നവരല്ല, പലരും കൊടുക്കാറില്ല. എന്താണ് കാര്യം എന്നറിയാമോ? വല്ല ഞാൻ എന്റെ ജീവിതം കർത്താവിന് വേണ്ടി അല്ലെന്ന് വിചാരിക്കും. പക്ഷെ അതുകൊണ്ട് എന്താ സംഭവിക്കുന്ന അറിയാമോ? ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾക്കകത്തും നമ്മൾ പുറത്തു വരാതിരിക്കും. ഫിനാൻഷ്യലി ഡിസിപ്ലിൻ ലൈഫിൽ കൊണ്ടുവന്നാൽ ഒരു ഫിനാൻഷ്യൽ ഡെലിവറൻസ് നിങ്ങളുടെ അകത്തുണ്ടായിരിക്കും, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും, അതിന് യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പം അത്രയും പറഞ്ഞ് ഞാൻ ആ കാര്യം വിടുക. ആ ഡിസിപ്ലിന്റെ കാര്യം അവിടെ കഴിഞ്ഞു. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. സ്ത്രീകളുടെ സാന്നിധ്യം, ശിഷ്യത്വത്തിനകത്ത് സ്ത്രീകളുടെ സാന്നിധ്യം, പ്രത്യേകിച്ച് സ്ത്രീകളെല്ലാം വളരെ ശ്രദ്ധയോടെ ഈ കാര്യം കേട്ട് നോക്കി. ബൈബിളില് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ശിഷ്യമതികളുടെ അനുഭവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് വന്നാൽ 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ ഒന്ന് വായിച്ചു നോക്കിയേ. ഇവിടെ എത്ര സ്ത്രീകളുടെ പേര് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? എത്ര സ്ത്രീകളുടെ പേര് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? എനിക്കൊന്ന് നേരത്തെ എപ്പോഴും വായിച്ചിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചങ്ങ് വിടാം. 8-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം. അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചുകൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോടുകൂടെ 12 അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മധുലക്കാരത്തി മറിയയും ഹെരോദാവിന്റെ വിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നെയും സൂസന്നെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയാൽ അവരുടെ വസ്തുവക കൊണ്ട് അവർ കർത്താവിനെ ശുശ്രൂഷിച്ചിട്ട് യേശുവിന്റെ കൂടെ നടന്നു വന്ന് വസ്തുവക കൊണ്ട് കർത്താവിനെ ശുശ്രൂഷിച്ചു. നമ്മൾ വാക്കുകൊണ്ട് കർത്താവിനെ ശുശ്രൂഷിക്കും, മറ്റു പല കാര്യങ്ങളും ചെയ്യും. പക്ഷേ കർത്താവിനെ നമ്മൾ ശുശ്രൂഷിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മറന്നു പോകുന്നു. ഓക്കെ, ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. കുറെ സ്ത്രീകളുടെ പേര് നമുക്കിവിടെ കാണാം. ഈ വാക്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വാക്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. ഇതിനകത്ത് അനേക സ്ത്രീകളുടെ പേര് എഴുതിയിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. മദലിന മറിയ, യോഹന്ന, മേരി, യേശുവിന്റെ അമ്മ മറിയ, ഇങ്ങനെയുള്ള കുറെ സ്ത്രീകളെ കുറിച്ച് കാണാം. അതുകൊണ്ട് ഇവിടെ അടുത്ത മറ്റൊരു മേരി, ശലോമി, ബഥാനിയിലെ മേരി, ഇങ്ങനെ തുടങ്ങി കുറെ പേരുണ്ട്. അതെ, ഇത്രയും പേരുടെ ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുകയോ ചെയ്താൽ നമുക്ക് പിന്നീട് വായിക്കാം. ഞാൻ അതിനെ കുറിച്ച് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുക. ഓക്കെ, ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് കാണിക്കാൻ ആഗ്രഹിക്കുക. ഡൽഹിയിലുള്ളൊരു നമ്മുടെ ഒരു പെൺകുട്ടിയാ. ഡൽഹി പട്ടണത്തിനകത്ത് സുവിശേഷം പ്രസംഗിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നത് പബ്ലിക്കില്. ഇത്രയും പ്രോസിക്യൂഷനും പ്രതിസന്ധിയും ഒക്കെ ഉള്ളപ്പോൾ ഒരു പെങ്കൊച്ചിറങ്ങി പ്രസംഗിക്കുന്നുണ്ടോ? ജീസസ് ലവ്സ് യു എന്ന് പറയുന്ന ബോർഡും ഒക്കെ എഴുതി ഒരു ചെറിയ മൈക്കും ഒക്കെ വെച്ചിട്ട് അവൾ പ്രസംഗിക്കുക. ഇതുണ്ടോ പെൺകുട്ടിയാ? അവളിവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഹിന്ദി ട്രാൻസ്ലേറ്റ് ചെയ്ത സമയമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിക്കാൻ. ഓക്കെ, എനിവേ ഞാൻ പറഞ്ഞത്, കർത്താവിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവ് ആൾക്കാരെ എഴുന്നേൽപ്പിക്കും. നമ്മൾ പ്രാർത്ഥിച്ച ദൈവം ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എഴുന്നേൽപ്പിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരെ എഴുന്നേൽപ്പിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ച ഇങ്ങനെയുള്ള ആൾക്കാരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവം ഇങ്ങനെയുള്ള ആൾക്കാരെ ഇന്ത്യക്കകത്ത് ഇങ്ങനെ ചങ്കൂറ്റത്തോടെ പ്രസംഗിക്കാൻ പറ്റുന്ന ആൾക്കാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിച്ച് എഴുന്നേൽപ്പിക്കും. അങ്ങനെയുള്ള സ്ത്രീകളെ തന്നെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. എന്റെ പൗലോസിന്റെ മിനിസ്ട്രി പ്രവർത്തനത്തിനകത്ത് ഉണ്ടായിട്ടുള്ള സ്ത്രീകളുടെ പേരായി കാണുന്നത്. ഒന്നും ആരുടെയും പേര് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. നിങ്ങൾ വായിച്ചാൽ മതി, പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുന്നെങ്കിൽ എടുത്തു. ഇത്രയും പേര് സ്ത്രീകളിലുള്ള ഇവര് പലരും പാസ്റ്റർമാരാ, വീട്ടിൽ സഹായം നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാര്. പ്രൈസ് ഗോഡ്. സ്ത്രീകളായവർക്ക് ശുശ്രൂഷയ്ക്കകത്ത് പങ്കുണ്ട്, പുറകോട്ട് മാറില്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കാണിച്ചതേ ഉള്ളൂ. ഡോണ്ട് ഗോ ബാക്ക്. നിങ്ങൾ ഇതിന് പുറകോട്ട് മാറല്ലേ. ഒരു വലിയ ശുശ്രൂഷ നിങ്ങൾക്കുണ്ട്. യേശുവിന്റെ കൂടെ നടന്ന സ്ത്രീകൾ അവരുടെ സമ്പത്ത് കൊണ്ട് കർത്താവിനെ ശുശ്രൂഷിച്ചെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയൊരു ശാപം, സ്ത്രീകളെ പ്രസംഗിച്ചാൽ അഭിഷേകം കാണത്തില്ലെന്ന് വിശ്വസിക്കുന്ന കുറെ കൂട്ടങ്ങളുണ്ട്. സ്ത്രീകൾക്ക് പ്രസംഗിക്കാൻ പാടില്ല, സ്ത്രീകളെ ശുശ്രൂഷ നടത്താൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ, സ്ത്രീകൾ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞൊരു വാക്യം ബുക്ക് പിടിച്ചുകൊണ്ടെങ്കിൽ വരും. ദൈവങ്ങളെ ഇത്രയും വചനങ്ങൾ ബൈബിളിലെ വാക്യങ്ങളെ കാണിച്ചിരിക്കുന്നത് നിങ്ങളെടുത്ത് വായിച്ചു നോക്കൂ. ഇതെല്ലാം കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത സ്ത്രീകളാ. നമ്മൾ മുമ്പേ പറഞ്ഞ മാർത്ത, മറിയ ഒക്കെ. സോ നമ്മുടെ ശമരിയക്കാരി സ്ത്രീ എന്തോ അവൾ ചെയ്തത്? ഒരു പട്ടണത്തെ മുഴുവൻ വിളിച്ചോണ്ട് വന്നു. ഒരു സ്ത്രീ പട്ടണം മുഴുവൻ വിളിച്ചോണ്ട് വന്നു. നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റത്തില്ല ദൈവമക്കളെ. പ്രൈസ് ഗോഡ്. ഓക്കെ,
ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളിങ്ങനെ ഒരു സാധാരണക്കാരനായി, ഒരു സാധാരണക്കാരിയെ പോലെ ഇങ്ങനെ ജീവിച്ച് തീർക്കാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവജനത്തിനകത്ത് നമ്മളെ ഉപമിച്ചിരിക്കുന്ന രണ്ട് ജീവികളുണ്ട്. ഒന്ന് സിംഹവും ഒന്ന് കഴുകനുമാണ്. ദൈവമക്കളെ, നമ്മള് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കഴുകന്മാരെ പോലെ, നമ്മൾ യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നത് എന്താണ്? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ഇന്ന് രാത്രി ഒന്ന് വിശ്വസിക്കാമോ? എനിക്ക് എൻ്റെ ഇന്നത്തെ ലൈഫിന്റെ സ്ഥിതികളൊക്കെ ഒന്ന് മാറി ഞാനൊരു നല്ല ശിഷ്യനായി, ഒരു നല്ല ശിഷ്യയായി ഇന്ന് തൊട്ട് ചിറകടിച്ച് കയറുകയാണ്. എൻ്റെ ആത്മമണ്ഡലത്തിനകത്ത്, എൻ്റെ ഭൗതിക ജീവിതത്തിനകത്ത്, എൻ്റെ ശുശ്രൂഷ ജീവിതത്തിനകത്ത് ദൈവം എനിക്കൊരു ശുശ്രൂഷ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരുകയാണെന്ന് പറയാനും വിശ്വസിക്കാനും ആരെങ്കിലും ഉണ്ടോ? ഇല്ലത് ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ സ്ഥിതിയെ മാറ്റും. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ ഇസ്രായേൽ ആനന്ദിക്കും. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു ആനന്ദം ദൈവം തരും. ദൈവമക്കളെ, നിങ്ങളെ ആരെങ്കിലും താഴ്ത്തിയെന്നും പറഞ്ഞോ, നിങ്ങൾക്ക് ആരും അവസരം തന്നില്ലെന്ന് പറഞ്ഞോ നിങ്ങൾ പുറകോട്ട് മാറല്ലേ. അവരെന്നെ വളർത്തിയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ പുറകോട്ട് മാറരുത്. നിങ്ങളെ വളർത്തുന്നതും തളർത്തുന്നതും മനുഷ്യനല്ല, ദൈവസഭകളല്ല. ഇവിടെ ആരും അങ്ങനെ നിങ്ങളെ വളർത്താനും പോകുന്നില്ല. നിങ്ങളെ വളർത്തുന്നത് ഉയരത്തിലെ ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഒരു നല്ല ശിഷ്യനായി, ഒരു നല്ല ശിഷ്യയായി ഈ ദിവസങ്ങളിൽ ഇന്ന് തൊട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ഉയർച്ചയിലേക്ക് നിങ്ങൾ ചിറകടിച്ച് കയറാൻ പോവാ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. ദൈവമക്കളെ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാമോ? കർത്താവേ, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എത്രയും നിങ്ങൾക്ക് മനസ്സിലായോ എനിക്കറിയില്ല. ബാക്കി ഉള്ള ലിങ്ക് ഒക്കെ ഇട്ട് തരാം. നിങ്ങൾ വീണ്ടും കേൾക്കുന്നെങ്കിൽ കേട്ടോ, നോ പ്രോബ്ലം. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും അത് കേൾക്കുക, വീണ്ടും മനസ്സിലാക്കുക. പക്ഷെ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളെ ഇങ്ങനെ ഇരിക്കാനല്ല ദൈവം വിളിച്ചത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഈ വിത്ത് കണ്ടിട്ടുണ്ടല്ലോ? ഏതെങ്കിലും ഒരു വിത്ത് എടുത്ത്, ഒരു ആപ്പിളിന്റെ വിത്ത് എടുത്തിട്ട് ആ വിത്ത് എടുത്തിട്ട് നോക്കി, ആ വിത്തിന് എന്തോ കപ്പാസിറ്റി ഉണ്ട്. ആ വിത്ത് കണ്ടാൽ വിത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തോ ഭാവന കാണാൻ പറ്റും. ഒരു വിത്ത്, ഒരു ആപ്പിളിന്റെ വിത്ത് നിങ്ങളുടെ തന്നു വിചാരിച്ചു, നിങ്ങൾ അതിനെ കുറിച്ച് എന്ത് ഭാവന കാണും? നമ്മളതിനെ ചുമ്മാ അങ്ങ് കളഞ്ഞാൽ അത് കളഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷെ ആ വിത്തിനെ ഒരു മണ്ണിനകത്ത് കുഴിച്ചിട്ടാലോ അതൊരു മരമാവും. ആ മരത്തിന് വീണ്ടും വെള്ളം കൊടുത്തതിനെ വളർത്തിയാലോ അതിനകത്തുനിന്ന് ഫലം ഉണ്ടാകും. അതിന്റെ തടി, ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും, അല്ലെ? ആ ഫലം എടുത്താൽ മനുഷ്യന് വിശപ്പ് മാറ്റാൻ പറ്റും. ഇത്രയും ഗുണങ്ങളുണ്ട്. പക്ഷേ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ആ ഒരു കുഞ്ഞു വിത്തിനകത്തു നിന്ന് ഒരു ഫോറസ്റ്റ് തന്നെ ഉണ്ടാക്കാൻ പറ്റും. സമയം എടുക്കുന്നേ ഉള്ളൂ. ഒരു ഫോറസ്റ്റ് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പറ്റുമോ ഇല്ലയോ? നമ്മളൊക്കെ ചെറിയ ചെറിയ വിത്തുകളാ. നമ്മളെ കൊണ്ടൊക്കെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ, വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഈ സാധുക്കളായ നമ്മളെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും. ജീസസ്, ഇന്ന് രാത്രി കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമോ? കർത്താവേ, ഞാനൊരു നല്ല ഇഫക്റ്റീവ് ഡിസൈപ്പിൾ ആയിട്ട്, നമ്മുടെ ടോപ്പിക് അതായിരുന്നു, ഇഫക്റ്റീവ് ഡിസൈപ്പിൾ ആയിട്ട്, ചുമ്മാ പഴങ്ങഞ്ഞായിട്ട് ഇരിക്കാനല്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെ തളർന്നു കുത്തി ചേമ്പിന്റെ ഇല വാടുന്ന പോലെ തളർന്നു കുത്തി പോയിരിക്കാൻ. നോ, ഒരു ബോൾഡ്നെസ് നമ്മുടെ അകത്തുണ്ടാകട്ടെ. നമ്മുടെ അകത്ത് ദൈവം നമ്മളെ ഉപമിച്ചിരിക്കുന്നത് കഴുകനോടാ. കഴുകൻ താഴെ ഒന്നും അല്ല പറക്കുന്നത്, കഴുകൻ ഉയരത്തിലാ പറക്കുന്നത്. ജീസസ്. കഴുകന്റെ ചില ഗുണങ്ങൾ എന്താണെന്നറിയാമോ? കഴുകന് ശത്രുക്കളുണ്ട്. കഴുകന്റെ ശത്രു എന്ന് പറയുന്നത് കാക്കയാ. കാക്ക വന്ന് പുറകിലിരുന്ന് ഇങ്ങനെ കൊത്തും, ഈ പുറകിൽ മുതുകിന് വന്നിരുന്ന് കയറി കൊത്തും. കഴുകൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഇവൻ അവിടെ നിന്നൊന്നും ഇതിനോട് യുദ്ധം ചെയ്യാനോ ഇതിനോട് തിരിഞ്ഞു കൊത്താനോ ഇതിനെ വഴക്ക് പറയാനോ ഒന്നും പോകത്തില്ല. പുള്ളി ആ നിൽക്കുന്ന നിപ്പി നേരെ മേളിലോട്ട് ഒറ്റ പറക്കുക. നേരെ മേളിലോട്ട് പറന്ന് ഒരു 10,000 അടി പൊക്കത്തിലോട്ട് അങ്ങോട്ട് കയറും. അവിടെ ചെല്ലുമ്പോൾ അവിടെ വായു സഞ്ചാരം ഒന്നുമില്ല. കാക്കയ്ക്ക് ശ്വാസം വിട്ടും. കാക്ക തന്നെ യുദ്ധം വിട്ടേച്ച് പോകും, വഴക്കുണ്ടാക്കുന്ന വിട്ടേച്ച് തന്നെ പോകും. ആത്മമണ്ഡലത്തിൽ ചിറകടിച്ച് നേരെ മേളിലോട്ട് കയറി. ആരോടും വഴക്കുണ്ടാക്കാൻ പോകണ്ട, ആരോടും തിരിഞ്ഞു നിന്ന് മറുപടി പറയാൻ പോകണ്ട. ഓ ജീസസ്. എന്റെ പപ്പ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം, എപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കാര്യം. ഈ നമ്മുടെ നാട്ടിലൊക്കെ എഴുന്നള്ളത്തിന് ആനയെ കൊണ്ടുവരത്തില്ലേ? എഴുന്നള്ളത്തിന് ആനയെ കൊണ്ടുവരുമ്പോ ആന ഇങ്ങനെ ജഗൽ എന്നൊക്കെ പറഞ്ഞ് ചെണ്ടയൊക്കെ കൊട്ടി വലിയ ആർഭാടത്തോടെ എഴുന്നള്ളി ഇങ്ങനെ വരുമ്പോഴേ വഴി നിൽക്കുന്ന പട്ടി കുറയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ? പട്ടി എന്നാ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഭാഷ നല്ലതാണെന്ന് എനിക്കറിയില്ല. ശുനകൻ. ഈ പുള്ളി ഇങ്ങനെ ഒന്ന് കുറയ്ക്കും. ആ പുള്ളി കുറയ്ക്കുന്ന കണ്ടുകൊണ്ട് വേറെ എല്ലാം കൂടെ കുറയ്ക്കും. ഈ പുള്ളിക്കാരൻ കുറയ്ക്കുന്ന കണ്ടുകൊണ്ട് പുള്ളി നടപ്പ് നിർത്തുവോ? ആ കാലൊന്ന് പറിച്ച് ഒരു തട്ട് കൊടുത്താൽ പുള്ളി അടുത്ത കയ്യാലെ മറിച്ചുകൊണ്ട് അപ്പുറത്തെ തോട്ടി പോകും. ഇതിനൊന്നും നേരമില്ല പുള്ളിക്ക്. പുള്ളി വന്ന കാര്യം ചെയ്തേച്ച് പുള്ളി വീട്ടിൽ പോകും. നമ്മളാണേലോ, ആഹാ ഇത്രയും വലിയ എന്നോടാണോ നീ ഇതിനെ കളിക്കൊക്കെ വരുന്നത് ചോദിച്ചാൽ അവനോട് എന്തിനു നിനക്ക് പോന്നേ? നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞേ. പ്രൈസ് ഗാഡ്.
ആരോടും ഇനി മറുപടി പറയാൻ പോകല്ലേ. നിങ്ങളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നവനോട് മറുപടി പറയാൻ പോകല്ലേ. നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നവനോട് മറുപടി പറയാൻ പോകല്ലേ. നിങ്ങൾ മുട്ടുമടക്കി ആത്മമണ്ഡലത്തിൽ പറന്ന് കയറ്. ആത്മമണ്ഡലത്തിൽ പറന്ന് കയറുന്ന ദിവസങ്ങളാകട്ടെ ഈ ദിവസങ്ങൾ. ഓ രാബ ശാന്തലാരഗസിയാഥന. മറ്റുള്ളവരുടെ വാക്കുകൊണ്ട് മുറിവേറ്റ് ജീവിതത്തിൽ ഇനി എനിക്ക് മുൻപോട്ട് പോകണ്ടെന്നും, ഇനി എനിക്ക് ഞാൻ ആരോടും സുവിശേഷം പറയുന്നില്ലെന്നും, ഇനി എനിക്ക് പ്രാർത്ഥനയും വേണ്ട, ബൈബിൾ വായനയും വേണ്ടെന്നും പറഞ്ഞ് മടുത്തിരിക്കുന്ന നിങ്ങളോട് തന്നെയാണ് ഇത് പറയുന്നത്. എല്ലാം വിട്ടേച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്ക്. അവൻ നിന്നെ നിരാശപ്പെടുത്തുന്നവനല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ മഴയും കൊടുങ്കാറ്റും ഒക്കെ വരുമ്പോഴേ, മഴയും കൊടുങ്കാറ്റും ഒക്കെ എല്ലാ ജീവികൾക്കും പേടിയാ. എല്ലാം അതിന്റെ മാളത്തിൽ കയറി ഒളിച്ചിരിക്കുമ്പോൾ മഴയും കാറ്റും എൻജോയ് ചെയ്യുന്ന ഏക ജീവി എന്ന് പറയുന്നത് കഴുകനാണ്. എന്താണെന്നറിയാമോ? മഴ പെയ്യുമ്പോൾ പുള്ളി ആ മഴയത്തോട്ടങ്ങ് ഇറങ്ങും. മഴയത്തോട്ടിറങ്ങി മഴ പിന്നെ അതിശക്തമാകുന്നത് കാണുമ്പോൾ പുള്ളി വീണ്ടും ഈ 10,000 അടി മേളിലോട്ടങ്ങ് പറക്കും. എവിടാ? മേഘത്തിന്റെ മേളിലോട്ട് കയറും. എവിടെ നിന്നാണോ മഴ പെയ്യുന്നത് അതിന്റെ മേളിലോട്ട് പുള്ളി അങ്ങ് കയറും. ആ കഴുകനോടാണ് ദൈവമക്കളായിരിക്കുന്ന എന്നെ നിങ്ങളെ ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്നത്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ഇന്ന് രാത്രി ചിറകടിച്ച് കയറാൻ താല്പര്യമുണ്ടോ? അവൻ കൂടുവെക്കുന്നത് താഴെയെങ്ങും കൂടുവെക്കത്തില്ല. അവൻ ഉന്നതങ്ങളെ കൂടുവെക്കത്തുള്ളൂ. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടും പരിപാടി എല്ലാം വിട്, ഡിസ്കണക്ട് ചെയ്യുക. ആവശ്യമില്ലാത്തതുമായിട്ട് താഴെയുള്ള പരിപാടി എല്ലാം നിർത്തിയിട്ട് ഉന്നതങ്ങളിൽ പരിപാടി തുടങ്ങാം. പ്രൈസ് ഗോഡ്. ജീസസ്. നമ്മുടെ ഭാര്യ ഇവിടെ എങ്ങനെ ഒരു വീട് വെക്കാൻ പറ്റുന്നത്, ഇവിടെ എങ്ങനെ ഒരു വണ്ടി മേടിക്കാൻ പറ്റുന്നത്, ഇവിടെ എങ്ങനെ വെള്ളം നോ, എല്ലാം വിട്ടേച്ച് ഉയരത്തിലോട്ട് കയറുന്നു. ഉയരത്തിൽ ഇതിനൊക്കെ വലുതുകൊണ്ട് ആകെ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ പിതാവിന്റെ വലതു ഭാഗത്ത് ക്രിസ്തു ഇരിക്കുന്നതായ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. പറയുന്ന എന്തെങ്കിലുമൊക്കെ അകത്ത് കത്തുന്നുണ്ടോ ദൈവമക്കളെ? ഉണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഇത് നിങ്ങളുടെ സമയം, ഇത് നിങ്ങളുടെ സമയം. കത്തേണ്ട സമയം, പറക്കേണ്ട സമയം, ഉയരങ്ങളിൽ പറക്കേണ്ട സമയം. ജീസസ്. നിങ്ങളിപ്പോ ചിറകടിച്ച് പറക്കേണ്ടുന്ന കാലങ്ങൾ കഴിഞ്ഞു. നിങ്ങളെ തകർത്താനൊന്നും ആർക്കും പറ്റത്തില്ല. നിങ്ങൾ ഈ കഴുകനൊന്നും വേറെ ഒരു ജീവികളുമായിട്ട് കൂട്ടുകൂടത്തില്ല. അതിന്റെ വേവ് ലെങ്തുമായിട്ട് നിൽക്കാത്ത ഒരു ജീവികളുമായിട്ട് അത് കൂട്ടുകൂടത്തില്ല. നിങ്ങളുടെ വേവ് ലെങ്ത്, ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞില്ലേ, ഹെൽത്തി റിലേഷൻഷിപ്പ് വയ്ക്കണമെന്ന്. അതിനകത്ത് പറയാൻ ഞാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. അഭിഷക്തന്മാരുമായിട്ട് കൂട്ടുകൂടാൻ തുടങ്ങുക, അഭിഷേകമുള്ളവരുമായിട്ട് ജീവിക്കുന്ന ദൈവമക്കളുമായിട്ട് കൂട്ടുകൂടാൻ തുടങ്ങുക. നിന്റെ ലെവല് മാറട്ടെ. കാണുന്നവരുമായിട്ടെല്ലാം കൂട്ടും കൂടി അവർ പറയുന്ന തമാശം പറഞ്ഞ്, അവർ പറയുന്ന പൊട്ടച്ചൊല്ലും പറഞ്ഞിട്ട് അവരുടെ കൂട്ടത്തിൽ പോയിരിക്കല്ലേ. അതുകൊണ്ട് ദൈവജനം പറയുന്ന 1-ാം സങ്കീർത്തനത്തിൽ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്, ഭാവിയുടെ വഴി നിൽക്കരുത്. യഹോവയുടെ പ്രമാണത്തിൽ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ഗോഡ്. പൊട്ടച്ചൊല്ലും കളിവാക്കും ദൈവത്തിന് ഇഷ്ടമല്ല. അതിന്റെ പുറകെ ഒന്നും പോവല്ലേ ദൈവമക്കളെ. ഇന്ന് തൊട്ട് നമ്മുടെ വാക്കുകളെ ശ്രദ്ധിക്കാൻ നമ്മൾ പഠിക്കട്ടെ. ആവശ്യമില്ലാത്തൊരു തമാശ, നമുക്ക് സന്തോഷം തോന്നുന്ന ഒരു കമന്റും, ദൈവ സാന്നിധ്യത്തെ തകർത്ത് കളയുന്ന, ദൈവാത്മാവിനെ വേദനിപ്പിക്കുന്ന ഒരു കമന്റുകൾ നമ്മുടെ അകത്തൊന്നും വരല്ലേ. പ്രൈസ് ഗോഡ്. അടുത്തൊരു ജീവിയാണ് ദൈവമക്കളെ ഉപമിച്ചിരിക്കുന്ന അടുത്തൊരു ജീവിയാണ് സിംഹം. നമ്മുടെ കർത്താവ് യഹൂദ ഗോത്രത്തിന്റെ ബാലസിംഹം. എന്താ കാര്യം എന്നറിയാമോ? പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര. പുള്ളിയെക്കാളും വലിയ ആന വന്നാലും ആനയുടെ മുമ്പിൽ പുള്ളി നിൽക്കുന്ന ആറ്റിറ്റ്യൂഡ് ഭയങ്കരമാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മനോഭാവം. ആ മനോഭാവമാണ് പുള്ളിയെ കാട്ടിലെ രാജാവാക്കിയത്. രാത്രി ദൈവമക്കളുടെ മനോഭാവം ഒരു സിംഹത്തിന്റെ മനോഭാവമാകട്ടെ. ഏതു ശത്രു നമുക്കെതിരായിട്ട് വന്നാലും, അവൻ എത്ര വലിയവനാണെങ്കിലും അവന്റെ നേരെ ചെല്ലാൻ പറ്റുന്ന ഒരു നല്ല മനോഭാവം ഇന്ന് രാത്രി നമ്മുടെ അകത്തുണ്ടാകട്ടെ. നമ്മളെ തകർക്കാൻ വരുന്ന പിശാചുണ്ടാക്കുന്ന പദ്ധതികളെ നോക്കുന്നത് കരഞ്ഞോണ്ടല്ല, അയ്യോ ഇതെന്നെ തകർക്കുമെന്ന് പറഞ്ഞല്ല നോക്കേണ്ടത്. പിശാച് നിനക്ക് എന്നെ തൊടാൻ പറ്റത്തില്ലെന്നുള്ള വിശ്വാസത്തോട് ഉറപ്പോടും കൂടി ഇതിനെ നോക്കാൻ പറ്റുമോ? ആറ്റിറ്റ്യൂഡ്. പ്രൈസ് ഗോഡ്. നിങ്ങൾ അങ്ങനെ ഒന്ന് ഇരുന്നേ. ഒരു ബാലസിംഹത്തിന്റെ ഇരിപോലെ നമ്മുടെ കർത്താവ് ആരാ? യഹൂദ ഗോത്രത്തിന്റെ ബാലസിംഹമാണ്. നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ശത്രു വിറയ്ക്കട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ സിംഹത്തിന്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ടെറിറ്റോറിയൽ ആനിമൽ എന്ന് അതിനെ വിളിക്കുന്നത്. ടെറിറ്റോറിയൽ ആനിമൽ എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ ചുറ്റളവാന്ന് തോന്നുന്നു. ഈ സിംഹത്തിന് ഒരു 2 കിലോമീറ്റർ ചുറ്റളവുണ്ട്. അത് പുള്ളി അതിനകത്തെ രാജാവാണ്. ആ 2 കിലോമീറ്റർ ചുറ്റളവിനകത്ത് ഒരു മുയൽ പോലും കയറത്തില്ല പുള്ളിയുടെ അനുവാദം ഇല്ലാതെ. അതാണ് ടെറിറ്റോറിയൽ ആനിമൽ എന്ന് പറയുന്നത്. സിംഹത്തെ കുറിച്ച് അങ്ങനെ പറയുന്നത്. ആ സിംഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു ഡയമീറ്റർ ഉണ്ട്, ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയക്കകത്ത് വേറൊരു സാധനത്തിനെ കടത്തത്തില്ല. ദൈവമക്കളെ, നിങ്ങളെ വാഴാൻ ദൈവം വിളിച്ചിരിക്കുക. നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിനകത്ത്, ആ പരിധിക്കകത്ത് ഒരു പിശാചിനെ വാഴാൻ അനുവദിക്കല്ലേ. ഒരു പൈശാചിക അജണ്ടകൾ ചലിക്കാൻ അനുവദിക്കല്ലേ. പ്രൈസ് ഗോഡ്. ആത്മാവിൽ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരായി ഇന്ന് തൊട്ടൊന്ന് മാറിക്കേ.
നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി അങ്ങനെ ഒരു ദൈവകരം നമ്മുടെ മേൽ വരട്ടെ. അങ്ങനെ ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ചെറിയ കാര്യങ്ങൾക്കൊന്നും അല്ല കർത്താവ് വിളിച്ചത്. യേശു ചെയ്തതുപോലെ തന്നെ ചെയ്യാനാണ് നമ്മളെ വിളിച്ചതെങ്കിൽ അതാ ശിഷ്യത്വത്തിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. പ്രൈസ് ഗാഡ്. ഒരു നല്ല ശിഷ്യനായി, നമ്മൾ പറഞ്ഞ വാക്ക് ഒരിക്കൽ കൂടെ പറഞ്ഞ് ഞാനത് നിങ്ങളെ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒരു ഇഫക്റ്റീവ് ഡിസൈപ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആ മാറോട് കൈ ചേർത്ത് വെച്ചിട്ടൊന്ന് പറയാമോ? ഇന്ന് തൊട്ട് ഞാൻ ഒരു ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളത്തിൽ കറക്റ്റ് പറയാൻ പറ്റുന്നേ? ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അതിന് ഒരു കറക്റ്റ് വാക്കിന് കിട്ടുന്നില്ല. ഒരു ഇഫക്റ്റീവ് ആയിട്ട് ചുമ്മാ ഒരു ശിഷ്യനല്ല, ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ശിഷ്യനായിരിക്കും. ഞാൻ പ്രാർത്ഥിച്ച മറുപടി ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞാൽ അതുപോലെ നടക്കും. ഞാൻ മര്യാദയ്ക്ക് ദൈവം മുൻപാകെ ജീവിക്കുന്നവനായിരിക്കും. ഞാൻ തൻ്റെ ഇടമുള്ളവനായിരിക്കും. ജീസസ്. ഒന്നിന്റെ മുമ്പ് ഞാൻ തോറ്റു കൊടുക്കുന്നവനായിരിക്കത്തില്ല. തോറ്റു കൊടുക്കുന്ന പറഞ്ഞാൽ പൈശാചികമായ ആവശ്യമില്ലാത്തതിന്റെ കാര്യത്തിന്റെ മുമ്പിലാണ് ഞാൻ പറയുന്നത്. പ്രൈസ് ഗാഡ്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന വിളി സോ ഹയർ ആൻഡ് ഹയർ ആൻഡ് ഹയർ. ഭയങ്കര ഉന്നതമായ വിളിയാണ് നമ്മുടെ മേലുള്ളത്. പ്രൈസ് ഗാഡ്. നമ്മൾ ഈ കുറെ ദിവസങ്ങളിൽ കാര്യങ്ങൾ കേട്ടു. ഞാനിവിടെ നിർത്താൻ വേണ്ടി ആഗ്രഹിക്കുക. കർത്താവിന്റെ ദാസൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. മീനെ പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല പത്രോസിന്റെ അടുക്ക കർത്താവ് വന്നത്. കർത്താവ് വന്നത് എന്തിനാണെന്നറിയാമോ? ഈ മീനെ പിടിക്കുന്നത് പോലെ ആത്മാക്കളെ പിടിക്കാൻ ഞാൻ നിന്നെ ഇന്ന് രാത്രി ബലപ്പെടുത്തുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നിനക്ക് അതിനുള്ള ദൈവകൃപ തരിക എന്ന് പറയാനാ കർത്താവ് അത്രയും മീനെ പിടിച്ച് കാണിച്ചു കൊടുത്തത്. ഒന്നല്ല 2 പ്രാവശ്യം കർത്താവ് അത് ചെയ്തു. പത്രോസിനെ വിളിക്കുന്ന സമയത്തും അതുപോലെ മീനെ പിടിച്ചു കൊടുത്തു. പത്രോസിനെ രണ്ടാമത് കർത്താവിനെ വിട്ടേച്ച് പോയിട്ട് രാത്രി കർത്താവ് ചെന്നപ്പോഴും അപ്പോഴും മീൻ പിടിച്ചു. 2 പ്രാവശ്യം ഒരേ സംഭവം. കർത്താവിന് പത്രോസിനോട് പറയാനുള്ളത്, പത്രോസേ, നീ സാധാരണക്കാരനല്ല. നിനക്ക് പഠിപ്പില്ലായിരിക്കാം, നിനക്ക് മറ്റുള്ളവരുടെ പോലെ വിവേകവും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കാം. പക്ഷെ മറ്റുള്ളവരിൽ ഉള്ളതിനേക്കാൾ അസാധാരണമായ ഒരു അഭിഷേകം നിന്റെ മേലുണ്ട്. ഇന്ന് രാത്രി ദൈവത്തോട് പറ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. മുട്ടിന്മേൽ ഇരിക്കാൻ തയ്യാറാകുക. നിങ്ങളുടെ മുറിക്കകത്ത് സ്വർഗ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. നിങ്ങളുടെ മുറിക്കകത്ത് ഉയരത്തിൽ ദൈവത്തിന്റെ മഹനീയ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ഓ കാത്രീൻ കൂൾമാൻ എന്ന് പറയുന്ന ഒരു ദൈവദാസിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. സഹോദരിമാരോട് പ്രത്യേകം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. കാത്രീൻ കൂൾമാൻ എന്ന് പറയുന്ന ഒരു ദൈവദാസി. ആ ദൈവദാസിയുടെ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കണം. കാത്രീൻ കൂൾമാൻ എന്ന് പറയുന്ന ദൈവദാസി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവരിപ്പോ താഴെ പോകുമെന്ന് നമുക്ക് തോന്നിപ്പോവും. അതുപോലെ ക്ഷയിച്ചൊരു ശരീരം. വളരെ എന്ന് പറഞ്ഞാൽ അവര് സമയത്തിന് മുമ്പ് പ്രസവിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. ഒരു കുഞ്ഞായിരുന്നത്. മാസം തികയാതെ പ്രസവിച്ചത് കൊണ്ട് അവർക്ക് ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പ്രശ്നമുണ്ട്. അവർ മിക്കവാറും രോഗിയായിരുന്നു. പക്ഷേ ആ ദൈവദാസിയുടെ വായിൽ നിന്നൊരു വാക്ക് പുറപ്പെട്ടാൽ അധികാരം ഭയങ്കരമായിരുന്നു. ദൈവമായിട്ടുള്ള ബന്ധം ഭയങ്കരമായിരുന്നു. അവരെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ പറഞ്ഞ പിന്നെ നമുക്ക് സമയം കിട്ടത്തില്ലോ, അതിനങ്ങോട്ട് പോകുന്നില്ല. പ്രൈസ് ഗാഡ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ ലൈഫിൽ ഞാൻ ഒത്തിരി സമയം വേസ്റ്റ് ആക്കി. ഇനി എന്റെ മുമ്പിലുള്ള സമയം 1 മിനിറ്റ് പോലും ഞാൻ പാഴാക്കത്തില്ല. പ്രാർത്ഥിക്കാനാണെങ്കിൽ അങ്ങനെ, വചനത്തിന് മുമ്പിൽ ഇരിക്കാനാണെങ്കിൽ അങ്ങനെ, കർത്താവിനെ കുറിച്ച് ആരോടെങ്കിലും പറയാനാണെങ്കിൽ അങ്ങനെ, എന്നെ അതിനെ ബലപ്പെടുത്തണമെന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എന്റെ ലൈഫിൽ ഇനി 1 മിനിറ്റ് ഞാൻ വേസ്റ്റ് ആക്കത്തില്ല. എന്റെ മുമ്പിൽ ടൈം വേസ്റ്റ് ആക്കാൻ എന്റെ മുമ്പിൽ ഇല്ല. ടൈം മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ പറയണമായിരുന്നു. നമ്മുടെ മുമ്പിൽ സമയമില്ല. അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ സമയം വേസ്റ്റ് ആക്കല്ലേ. നമുക്ക് നഷ്ടപ്പെട്ട സമയമൊന്നും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. നമ്മൾ ഇതുവരെ നഷ്ടമാക്കിയ സമയങ്ങളൊന്നും നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. 1 മിനിറ്റ് പോലും കളയാതെ. 1 മിനിറ്റിനൊക്കെ വില എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എയർപോർട്ടിലൊക്കെ ചെന്നാൽ അറിയാം 1 മിനിറ്റിന്റെ വില എന്താണ്. പ്രൈസ് ഗാഡ്. രാത്രി നിങ്ങളൊന്ന് ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഈ കുറച്ച് ദിവസം നമ്മൾ പല കാര്യങ്ങൾ സംസാരിച്ചു. പ്രത്യേകിച്ച് ശിഷ്യത്വത്തിന്റെ പല മേഖലകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഞാൻ 1-2 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ട് ഒരു സമർപ്പണ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്, കൊണ്ടുവന്ന് വെച്ചത് ഒന്നും ഞാൻ മിടുക്കനാണെന്ന് കാണിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പ്രസംഗിച്ച് കേൾപ്പിക്കാനോ ഒന്നുമല്ല. ഇതിന്റെ റിയാലിറ്റി, ശിഷ്യത്വത്തിന്റെ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശിഷ്യത്വം അല്ലെങ്കിൽ ശിഷ്യന്മാരെ ഉളവാക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ബൈബിളിന്റെ വിഷയമാണ്. യേശു പറഞ്ഞതും ചെയ്തതും ഒക്കെ ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളെ അതിനുവേണ്ടി കർത്താവ് കണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് സുവിശേഷം പറയണമെന്നുള്ള ബാധ്യത നിങ്ങളുടെ മേൽ ഉണ്ട് എന്ന് മനസ്സിലായോ? അത് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ദൈവകൃപ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ എഫെസ്യ ലേഖനത്തിലൊക്കെ വായിച്ചത്, അതിന് വേണ്ട ശക്തിയൊക്കെ പ്രാപിക്കണമെന്നല്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നാ, നിങ്ങളുടെ അകത്തുണ്ടെന്നാ ദൈവത്തിന്റെ ആത്മാവ് അവിടെ പൗലോസിലൂടെ പറയുന്നത്. അതൊക്കെ നമ്മൾ കണ്ടു.
ഇനി എന്താ വേണ്ടിയത്? സുവിശേഷം യേശുവിനെ കുറിച്ച് ഒരാളോട് പറയാൻ ഇനി എന്താ നമുക്ക് വേണ്ടിയത്? ഇനി എന്തോ വേണ്ടിയേ? സത്യത്തിൽ നമുക്കൊന്നും വേണ്ട, എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ജസ്റ്റ് നമ്മുടെ വാ തുറന്ന് പറഞ്ഞാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഇന്ന് തൊട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടും ഒരു നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ജീവിതം നയിക്കാനും അവസരം കിട്ടുമ്പോൾ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാനും ഞാൻ തയ്യാറാണ്. ഈ കുറച്ച് ദിവസം നമ്മൾ നടത്തിയ ഈ ക്ലാസ്സിലൂടെയൊക്കെ ഞാൻ അതിനുവേണ്ടി ഒരിക്കൽ കൂടെ നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവരുണ്ടാവാം. എന്നാൽ ഇന്ന് ഒന്നുകൂടെ എൻ്റെ ആ സമർപ്പണത്തെ ഞാനൊന്ന് പുതുക്കുകയാണ്. എനിക്ക് ഒന്നുകൂടെ എന്നെ തന്നെ സമർപ്പിക്കണമെന്ന് പറയാൻ താല്പര്യമുള്ളവര്, വീഡിയോ ഓണാക്കാൻ കഴിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ഓണാക്കി ആ കരങ്ങളൊന്ന് ഉയർത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ദൈവമക്കളെ, യേശുവിനെ കുറിച്ച് പറയാനുള്ള ബാധ്യത നമുക്കുണ്ട്. വീഡിയോ ഓണാക്കാൻ കഴിയുന്നവരൊക്കെ വീഡിയോ ഓണാക്കി ഒരു നിമിഷം ഒന്ന് വന്നേ, നമുക്ക് എല്ലാവർക്കും ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. സാഹചര്യം അനുവദിക്കുന്നെങ്കിൽ ദയവായിട്ട്. നമ്മളിവിടെ ഇപ്പോ 69-70 ഡിവൈസ് ഉണ്ട്. നമ്മൾ ഒരാഴ്ചയിൽ ഒരാളോട് യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ ഒരാഴ്ചയിൽ 70 പേര് കർത്താവിനെ കുറിച്ച് കേൾക്കത്തില്ലേ? ഇല്ലേ? ഒരു ദിവസം നിങ്ങൾ അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഒന്ന് എടുത്തേ. കർത്താവ് കുറഞ്ഞത് ഒരാഴ്ചയിൽ ഒരാളോടെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരാളോടെങ്കിലും യേശുവിനെ കുറിച്ച് പറയുമെന്ന് തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു. ആവേശം കയറി ചുമ്മാ തീരുമാനം എടുത്തിട്ട് തെറ്റിക്കല്ലേ. പറ്റുന്നവരെ പറ്റുന്ന രീതി നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ സാഹചര്യം നിങ്ങൾക്ക് അറിയാം. എവിടെയെങ്കിലും ഒരു വാക്കാണെങ്കിലും യേശു നിങ്ങളെ സ്നേഹിക്കുന്നത് ഒരു വാക്കാണെങ്കിലും ആരോടെങ്കിലും ഒരാളോട് ഞാൻ പറഞ്ഞിരിക്കുക. അല്ലെങ്കിൽ പറയാൻ എനിക്ക് നാണമാണ്, ലജ്ജയാണെങ്കിൽ ഒരു ട്രാക്ടറിൽ ഞാൻ കൈക്കൊണ്ട് നടന്നിട്ട് ഒരാളോട് ഇതൊന്ന് വായിച്ചു പോകാൻ നേരം ഇതൊന്ന് വായിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കാൻ, എന്തെങ്കിലും ഒന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെയ്യാൻ എനിക്ക് മനസ്സുണ്ടെന്ന് പറയുന്നവർ ആ കരങ്ങളൊന്ന് ഉയർത്താമോ? നമുക്ക് ഒരുമിച്ച്, നിങ്ങളെ എണ്ണം എടുത്തുകൊണ്ടൊന്നും പോകാനൊന്നുമല്ല, ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് സമർപ്പിക്കാം. കർത്താവേ, അത് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് നമുക്ക് ഒരുമിച്ച് പറയാം. യേശുവിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞ് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയും? കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിനെ കുറിച്ച്, സഹോദര, നിങ്ങൾക്ക് വേണ്ടി മരിച്ച ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ മതി, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ മതി. ആ ഒരു വാക്ക് അവന്റെ ജീവിതത്തെ തൊടും. എറണാകുളത്തുനിന്ന് ഒരു സഹോദരി, പണ്ട് ഞാനായിരുന്ന ഒരു ചർച്ചിൽ വന്ന് സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. നേഴ്സായിട്ട് എറണാകുളത്ത് ഏതോ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അവിടെ ജോലിക്ക് കയറിയതിനു ശേഷം നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ട് തന്നെ അവൾ 50 പേരെ വിശ്വാസത്തിൽ കൊണ്ടുവന്നു, 50 പേരെ സഭയിൽ കൊണ്ടുവന്നു. ഒരു നേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ ജോലി വിടണമെന്നോ എല്ലാം വിട്ടേച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ദൈവാത്മാവ് നിയോഗിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യരുത്. പക്ഷേ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ വഴി കിട്ടുന്നവരെ ഒക്കെ അവരോട് നമുക്ക് യേശുവിനെ കുറിച്ച് പറയാം. അതിനകത്ത് ആരുടെയും ഒരു നിർബന്ധത്തിന്റെയും ആവശ്യം നമുക്കില്ല. ഇത് ഞാൻ നിങ്ങളോട് നിർബന്ധിച്ച് പറയുന്നതല്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, നിങ്ങൾ ആ കരം ഉയർത്തി ദൈവത്തിന് മുമ്പാകെ നിങ്ങൾ ആ കരങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ചാട്ടെ. സ്തോത്രം. ഒരു നല്ല ശിഷ്യനാക്കി ഇന്ന് തൊട്ട് നിങ്ങൾ പറയില്ല ഞാൻ വിശ്വാസിയാന്ന്. നിങ്ങൾ വിശ്വാസിയല്ല, നിങ്ങൾ നല്ല ശിഷ്യനാണ്, ഒരു ശിഷ്യയാണ്. ആ ശിഷ്യന്റെ മേലുള്ള എല്ലാ സ്പിരിച്വൽ ക്വാളിറ്റികളും ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളുടെ മേൽ കൈമാറുകയാണ്. ആ ശിഷ്യന് വേണ്ടുന്ന അധികാരം, ശക്തി, പരിശുദ്ധാത്മാഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ തേജസ്, നമ്മൾ ചോദിക്കുന്നതിനൊക്കെ മറുപടി എല്ലാം ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി നമ്മുടെ മേൽ കൈമാറട്ടെ. ഒരു നല്ല ഒബീഡിയന്റ്, യേശുവിന്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി, ഹി വാസ് ഒബീഡിയന്റ്. ഒരു അനുസരണമുള്ളവരായിരുന്നു. കർത്താവ് എന്ത് പറയുന്നു അത് അനുസരിക്കാൻ. നമ്മുടെ അകത്തെ പ്രൈഡൊക്കെ തകർന്നു പോകട്ടെ. നമ്മുടെ അകത്തെ പ്രൈഡ് എല്ലാം തകർത്ത് കളയട്ടെ. അതിനെല്ലാം മാറ്റി വെച്ചിട്ട് കർത്താവ് ഞാനൊന്നുമില്ല, യേശു ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല എന്നുള്ളൊരു അനുഭവത്തിലേക്ക് വന്ന് ആ കർത്താവിന്റെ മുമ്പിൽ നമ്മൾ കീഴടങ്ങിക്കൊണ്ട് പറയുക, കർത്താവേ, ഇന്നോട്ടൊരു നല്ല ശിഷ്യനായിരിക്കാൻ എന്നെ സഹായിക്കണമേ, ഒരു നല്ല ശിഷ്യയായിരിക്കാൻ എന്നെ സഹായിക്കണമേ പറഞ്ഞ് നിങ്ങളെല്ലാവരും എന്റെ ചേർന്നൊന്ന് പ്രാർത്ഥിച്ച് എന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനകൾ, ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ നിങ്ങളൊന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് കേൾവിക്കാരായിട്ടിരിക്കരുത്. എന്നാൽ 40 നിമിഷം നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിച്ച് ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് എല്ലാവരും ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഒരു ശിഷ്യയുടെ നാവ് എനിക്ക് തരണമെന്ന് പറഞ്ഞ് തകർന്നിരിക്കുന്നവരെ ബലപ്പെടുത്താൻ, തളർന്നിരിക്കുന്നവർക്ക് ഉത്സാഹമായിരിക്കാൻ, ഹൃദയം തകർന്നവരെ മുറികെട്ടുവാൻ എനിക്ക് അധികാരം തരണമേ, എന്നെ അതിനായിട്ടൊന്ന് സഹായിക്കണമേ, അങ്ങനെയുള്ളവരുടെ അടുക്കിലേക്ക് എന്നെ എത്തിക്കണമേ എന്നൊക്കെ ഒന്ന് പറഞ്ഞു. ഓ ഹോളി സ്പിരിറ്റ്, അങ്ങനെ ഒരു വലിയ അഭിഷേകത്തിന്റെ തലം ഇന്ന് രാത്രി കൈമാറ്റം ചെയ്യപ്പെടട്ടെ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. പലരുടെയും മുമ്പിൽ ചെല്ലുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് പോലും നിങ്ങൾ വിചാരപ്പെടേണ്ടെന്ന് കർത്താവ് പറഞ്ഞു. നിങ്ങൾ ന്യായാധിപന്മാരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ എന്താണ് പറയേണ്ടത്?
നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പരിശുദ്ധാത്മാവുണ്ട്. ഇന്ന് രാത്രി നിങ്ങളുടെ ഹെൽപ്പിന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഇറങ്ങി നിൽക്കുക. നിങ്ങളൊരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. ഞാൻ എന്തു പറയുന്നു നിങ്ങൾ വിചാരിക്കണ്ട. കർത്താവ് നിങ്ങളോട് പറഞ്ഞു തരും, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞു തരും. അത് നിങ്ങൾ പറഞ്ഞാൽ മതി. പരിശുദ്ധാത്മാവ്, ഞാനത് പറയാൻ തയ്യാറാണെന്ന് പറയാമോ? ഞാനത് പറയാൻ റെഡിയാന്ന് പറയാമോ? ഇന്ന് രാത്രി തൊട്ട് ദൈവാത്മാവ് നിങ്ങൾക്ക് ദർശനത്തിൽ നിങ്ങളോട് ഇടപെടട്ടെ. ദർശനത്തിൽ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ. ഇന്ന വീട്ടിൽ പോയി പ്രാർത്ഥിക്കുക. ദൈവം ദർശനം തരട്ടെ. നശിച്ചുകൊണ്ടിരിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയാമോ? ഇരുളിനകത്ത് കിടക്കുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയാമോ? ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നു എന്നുള്ള നിരാശയിലിരിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയാമോ? അവരുടെ അടുക്ക് പോകാനാ കർത്താവ് നമ്മളെ വിളിച്ചത്. കർത്താവിന്റെ കാലുകളാ നമ്മുടെ കാലുകള്. കർത്താവിന്റെ കൈകളാ നമ്മുടെ കൈകള്. കർത്താവിന്റെ ഇന്നത്തെ കണ്ണുകളാ നമ്മുടെ ഇന്നത്തെ കണ്ണുകൾ. കർത്താവിന് പകരമാണ് നമ്മളെ ഈ ഭൂമി നിർത്തിയിരിക്കുന്നത്. അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നവർ ഒന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളെ യേശുവിന് പകരമാണ് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ഈ ഭൂമിയിൽ കർത്താവിന് പകരമാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. അവന് പകരം ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന സന്ദേശവും കൊണ്ട് നടക്കുന്നവരാ നമ്മളെ ആൾക്കാർ പരിഹസിച്ചെന്നിരിക്കും. നമുക്ക് ചിലപ്പോൾ ചോദിച്ചതിന് മറുപടി പറയാൻ പറ്റിയില്ലെന്ന് വരുമായിരിക്കാം. നമ്മളെ ചിലപ്പം കളിയാക്കും. whatever it may be. പത്രോസ് പറഞ്ഞതുപോലെ, പൗലോസ് പറഞ്ഞതുപോലെ, കർത്താവ് തന്റെ ശരീരത്തിൽ പൂരിപ്പിക്കാൻ വിട്ടുപോയത് ഞാൻ എന്റെ ശരീരത്തിൽ പൂരിപ്പിക്കുക. ഓ ജീസസ്. എല്ലാവരും ഒന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ച്. യേശുവിന്റെ നാമത്തിൽ കർത്താവിനോട് പറഞ്ഞ, കർത്താവ് ഒരു നല്ല ഡിസിപ്ലിൻ ഉള്ള ഒരു ശിഷ്യനായിരിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാവും. ഒരു നല്ല ഡിസിപ്ലിൻ, സമയത്ത് എഴുന്നേക്കുന്ന, സമയത്ത് കിടന്നുറങ്ങുന്ന, സമയത്ത് പ്രാർത്ഥിക്കാനിരിക്കുന്ന, സമയത്ത് ഭക്ഷണം കഴിക്കുന്ന, ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ ഉള്ള ഒരു നല്ല വ്യക്തിത്വമുള്ള, ഒരു നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു നല്ല ശിഷ്യനായി, ഒരു ശിഷ്യയായിരിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാവും. എപ്പോഴേലും എഴുന്നേറ്റു, എന്തേലുമൊക്കെ ചെയ്തു, എന്തേലുമൊക്കെ കഴിച്ചു, എങ്ങനെയൊക്കെ ജീവിച്ചു, അങ്ങനൊന്നും അല്ല. ഇന്ന് തൊട്ട് കർത്താവ് ഒരു നല്ല ഡിസിപ്ലിൻ എൻ്റെ അകത്തുണ്ടാകട്ടെ. എന്നെ കാണുമ്പോൾ, എൻ്റെ മുറിക്കകത്ത് കയറി വരുമ്പോൾ ഒരു ഡിസിപ്ലിൻ ഉള്ള വ്യക്തിയാണെന്ന്, എൻ്റെ വസ്ത്രധാരം കാണുമ്പോൾ ഒരു നല്ല ഡിസിപ്ലിൻ ഉള്ള വ്യക്തിയാണെന്ന് ആൾക്കാർക്ക് തോന്നട്ടെ. ഇവന്റെ സംസാരം കേൾക്കുമ്പോൾ ഇവൻ നല്ല ഡിസിപ്ലിൻ ഉള്ളവനാ. ഇവൻ ആവശ്യമില്ലാത്ത ചപ്പും ചവറും സംസാരിക്കത്തില്ല. മലയാള ഭാഷ പറഞ്ഞ് ഇവൻ ചളിയൊന്നും സംസാരിക്കുന്നവനല്ല. ഇവൻ കാര്യഗൗരവത്തോടെ സംസാരിക്കുന്നത് എന്നൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവട്ടെ. എല്ലാവരും പറയുന്ന തമാശ ഒന്നും കർത്താവേ ഞാൻ ഇനി പറയാൻ പോകത്തില്ല. ഒന്ന് സമർപ്പിച്ച ദൈവമക്കളെ, ഒരു വലിയ ശുദ്ധീകരണം ഇന്ന് രാത്രി നടക്കട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ഗൗരവവും ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന പദവിയുടെ വിശേഷതയൊന്നും അറിയാതെ എന്തേലും പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു. നോ, ഇന്ന് തൊട്ട് അതൊക്കെ ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റു പറഞ്ഞ്, എൻ്റെ അപ്പ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ പാഴാക്കി കളഞ്ഞ സമയങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ആവശ്യമില്ലാത്ത മൊബൈലിന്റെ മുമ്പിൽ ഇരുന്ന് ആവശ്യമില്ലാത്തതൊക്കെ കണ്ട്, ആവശ്യമില്ലാത്ത ചൊളയും പറഞ്ഞ് എൻ്റെ സമയം ഞാൻ പാഴാക്കത്തില്ലെന്നൊന്ന് പറഞ്ഞ്, ആവശ്യമില്ലാത്ത സിനിമയും കണ്ട്, സീരിയലും കണ്ട് എൻ്റെ സമയം ഞാൻ കളയത്തില്ല. ആ സമയം ഉണ്ട് ഞാനൊരു വീട്ടിൽ കയറി എൻ്റെ യേശുവിനെ കുറിച്ച് പറയുന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ വരട്ടെ. ഓ ജീസസ്. ലോകത്തിലെ ആൾക്കാര് പാപമുഖാന്തരം നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ വീട്ടിൽ ഇരുന്ന് TV കാണാൻ പറ്റും? എങ്ങനെ വീട്ടിൽ ഇരുന്ന് സീരിയൽ കാണാൻ പറ്റും? ദൈവാത്മാവിന്റെ രാത്രി ചിലരെ പ്രവചനാത്മാവിൽ നിറയ്ക്കട്ടെ, ചിലരെ ദൈവാത്മാവ് വിവേചനാത്മാവിൽ നിറയ്ക്കട്ടെ. ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അവന്റെ മനസ്സിലിരിക്കുന്നത് എന്താണെന്നും, ഒരു വ്യക്തിയെ കാണുമ്പോൾ അവൻ കടന്നു പോകുന്ന പ്രശ്നം എന്താണെന്നും ആത്മാവിൽ വിവേചിച്ച് പറയാൻ, വിശേഷാൽ പ്രവചനപരം വാഞ്ചിപ്പീൻ എന്ന കർത്താവിന്റെ വചനം പറഞ്ഞ, കർത്താവ് എന്നെ പ്രവചനാത്മാവിൽ നിറയ്ക്ക്, ഞാൻ അതിനകത്ത് വിശ്വസ്തനായിരിക്കാം, എന്നെ അങ്ങനെയുള്ള ശുശ്രൂഷകൾ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവെ, പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ 6 ദിവസങ്ങൾ 2 പ്രാവശ്യമായി ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഇരിപ്പാനും ശിഷ്യത്വം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ആഴമായി പഠിക്കുവാനും ഒത്തിരി വിഷയങ്ങൾ കർത്താവെ കയറി ഇറങ്ങി ചിന്തിപ്പാനും ഒക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ദൈവമേ, അടിയനെ പറ്റുന്ന രീതിയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. കർത്താവെ, ദൈവത്തിന്റെ ആത്മാവെ, ആ ഓരോ വചനങ്ങളും ഇവർ കേട്ടതെല്ലാം ഈ ജനത്തിന്റെ അടിയന്റെയും ഹൃദയത്തിൽ അത് വീണ്ടും വീണ്ടും അയവിറങ്ങി വരേണ്ടതിനായി, ആ വചനങ്ങൾ ദൈവാത്മാവ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ രീതിയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിന്റെ വരവേറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ
ഞങ്ങളുടെ അജണ്ടകളെല്ലാം മാറി കർത്താവെ വില കൊടുത്തുകൊണ്ട് ഒരു നല്ല ശിഷ്യനായിട്ട് മുൻപോട്ട് വരുവാൻ, അങ്ങനെ വളരുവാൻ, കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ, ഈ കാലഘട്ടത്തിന്റെ അഭിഷക്തൻ ഞാനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരണേ അപ്പാ. ദൈവസന്നിധിയിലേക്ക് ഞങ്ങളെ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ശരീരം, പ്രാണൻ, ആത്മാവ്, ഞങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള താലന്തുകൾ, ഞങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള സകല ചുറ്റുപാടുകളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അതെല്ലാം തിരുനാമ മഹത്വത്തിനായി തീരട്ടെ. ഞങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ തന്ന നല്ല സമയത്തിനായി സ്തോത്രം, നല്ല ചിന്തകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് രൂപാന്തരപ്പെടുത്തിയതുകൊണ്ട് സ്തോത്രം. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നിന്ന് ഞങ്ങളെ ഒരു നല്ല ശിഷ്യനായിട്ട്, ഒരു ഇഫക്റ്റീവ് ഡിസൈപ്പിൾ ആയിട്ട് ഞങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തി. അങ്ങനെ ജീവിതം കൃപ ചെയ്യണമേ. കർത്താവിന്റെ വരവിൽ ഞങ്ങൾ സ്വർഗത്തിൽ വരുമ്പോൾ അവിടെ കുറെ കൂട്ടത്തെയും കൊണ്ട് കയറി വരുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ, സാവകാശം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളും ഞങ്ങളുടെ കുറവുകളും അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ കുറവുകളിൽ, ഞങ്ങളുടെ ബലഹീനതകളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഞങ്ങളിൽ ബലത്തോടെ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആളുകളെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ട് തന്നെ കർത്താവ് അനേകരെ തീക്കകത്തുനിന്ന് വലിച്ചെടുക്കുവാൻ, നരകത്തിന്റെ ആ ഭീകരതയ്ക്കകത്തുനിന്ന് വലിച്ചെടുക്കാൻ പൗലോസ് പറഞ്ഞതുപോലെ നരകത്തിന്റെ ഭീകരത എന്താണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ മനുഷ്യരെ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കർത്താവെ, നരകത്തിന്റെ ഭീകരത അറിയാവുന്നത് കൊണ്ട് ആളുകളോട് കർത്താവിന്റെ വചനത്തെക്കുറിച്ച് പറയുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. അതിനുള്ള ഉത്സാഹം ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ നാണം മാറട്ടെ, ഞങ്ങളുടെ മടി മാറട്ടെ. ഉത്സാഹത്തോടെ കർത്താവിനെ കുറിച്ച് പറയാൻ കൃപ ചെയ്യണം. എല്ലാ നന്മകളാലും നിറയ്ക്കണം. ഒരുമിച്ച് അനുഗ്രഹിക്കണം. മഹത്വം അങ്ങെടുക്കണം. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമക്കളെ, ഒരു കാര്യം ഓർക്കുക. സ്വർഗത്തിൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ നമ്മൾ എത്ര വലിയ വീട് വെച്ചെന്ന് കർത്താവ് അവിടെ കണക്ക് ചോദിക്കത്തില്ല. നമ്മൾ എങ്ങനെ ഈ ലോകത്ത് ജീവിച്ചെന്ന് ചോദിക്കത്തില്ല. പക്ഷെ കർത്താവിന്റെ മുമ്പാകെ നമ്മൾ എങ്ങനെ ജീവിച്ചെന്നും എത്ര പേരെ കർത്താവിന് വേണ്ടി നേടിയെന്നും ഒരു ചോദ്യം അവിടെ കാണും. അവിടെ ആ ചോദ്യത്തിന് മറുപടിയായിട്ട് നമ്മൾ എന്തു പറയുന്നു അത് പറയുമ്പോൾ കർത്താവ് നമ്മളോട് പറയാനിടയാകട്ടെ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ ഞാൻ വിചാരകനാക്കുക എന്ന് പറയാൻ, അത് കേൾക്കാൻ ഒരവസരം നമുക്കുണ്ടാകട്ടെ. സ്വർഗത്തിൽ ചെന്ന് കയറണം. അതൊരു വലിയ കാര്യം. അവിടെ ചെന്ന് ഒറ്റയ്ക്ക് കയറല്ലേ, അവിടെ ചെന്ന് കയറുമ്പോൾ ഒരു കൂട്ടത്തെ കൊണ്ട് ചെന്ന് കയറാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. അതിനു വേണ്ടിയിട്ട് ഇത് പ്രാർത്ഥിക്കാം, അതിനു വേണ്ടിയിട്ട് ഒരുങ്ങാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്ന പ്രിയ കർത്താവിന്റെ ദാസനോട് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ദേവദാസനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതിന് മുഖാന്തരമായി തീർന്ന സിസ്റ്റർ സുനിത സിസ്റ്റർ, രണ്ടുപേരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റു പ്രിയപ്പെട്ടവരെല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നല്ലോ. ഒത്തിരി സന്തോഷം. നിങ്ങൾ കേട്ട കാര്യങ്ങളൊക്കെ വീണ്ടും കേൾക്കുകയും വീണ്ടും ചിന്തിക്കുകയും അത് മറ്റുള്ളവർ പങ്കുവയ്ക്കുകയും ചെയ്യുക. കർത്താവ് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഈ മുഖം ഓർക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർക്കുന്നു. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയുടെ കാര്യം ഓർക്കുമ്പോൾ ഈ മുഖത്തെ ഓർക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. കർത്താവ് നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ വരവിന് വേണ്ടി ദൈവം നമ്മളെ ഒരുക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നമുക്ക് നേരിട്ട് കാണാനായിട്ട് ഒരു അവസരം ദൈവം തരട്ടെ. ഇനി ഇവിടെ വെച്ച് നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ലേലും സ്വർഗത്തിൽ വെച്ച് കാണാനുള്ള ഒരു അവസരം ദൈവം നമുക്ക് തരട്ടെ. എല്ലാവർക്കും വന്ദനം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മൾ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓവർ ടു യു. ആമേൻ. പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹിക്കേണ്ട രീതിയിൽ നമ്മളെ ശിഷ്യത്വം എന്താണെന്ന്, ആരാണ് ശിഷ്യനായിരിക്കേണ്ടതെന്ന് പഠിപ്പിക്കുവാൻ സ്വർഗം ദൈവദാസനെ ഇടയാക്കി. ദൈവദാസനുള്ള നന്ദിയും വന്ദനം അറിയിക്കുന്നു. ദൈവദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നും ശക്തമായി ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കണേ, അല്ല ഈ ദിവസങ്ങളിൽ കേട്ട കഴിഞ്ഞ 6 ദിവസം, ഈ 3 ദിവസവും കഴിഞ്ഞ 2 ആഴ്ച മുമ്പുള്ള ആ 3 ദിവസം കേട്ട വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത്, പ്രായോഗിക ജീവിതത്തിനകത്ത് കൊണ്ടുവരണം. പ്രൈസ് കേട്ടത് ഒഴുകി പോകുവാനല്ല, അത് പ്രായോഗിക ജീവിതത്തിനകത്ത് പ്രാക്ടീസ് ചെയ്യുവാൻ നമ്മളെല്ലാവരും അതിന് മുതിരാൻ തയ്യാറാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തിനകത്ത് ഏത് വിഷയമാണെങ്കിലും, ടൈമാണെങ്കിലും, മണിയാണെങ്കിലും, ദൈവത്തിൻ്റെ കാര്യമാണെങ്കിലും, അത് എന്ത് കാര്യമാണെങ്കിലും, അത് പ്രായോഗിക ജീവിതത്തിൽ കേട്ടത് നമ്മൾ ഒരിക്കലും മാറി. പ്രവചനം കേട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഈ കേട്ടത് ദൈവം പഠിപ്പിച്ച വചനങ്ങളെ കേട്ട് പ്രാക്ടിക്കൽ ലൈഫിനകത്ത് കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്ത്യ ജീവിതം വിജയകരമായി തീർവാൻ സ്വർഗ്ഗമടിയാക്കും. ദിവസം പറഞ്ഞ പോലെ തോൽക്കാനല്ല നമ്മൾ ഇറങ്ങിയത്, ജയിക്കാനാണ്. പ്രൈസ് ദ ലോർഡ്. ഒരു ഈഗിൾ മെൻറ്റാലിറ്റി, ലാൻഡ് മെൻറ്റാലിറ്റി കൊണ്ടാണ്. ഇന്നൊരൊട്ട് പറ, ഞാൻ ജയിക്കുന്നവനാണ്. വാതൂർന്ന് വിളിച്ച് പറ, ഞാൻ ജയിക്കാൻ വേണ്ടിയാണ്. കാരണം ജയിക്കാൻ
വേണ്ടിയാണെങ്കിൽ നിന്റെ കൂടെ ജയിപ്പിക്കുന്നവരുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഏലാ താഴ്വരയിൽ ഇറങ്ങി നിന്നിട്ട് പറയുക, യുദ്ധം യഹോവയ്ക്കുള്ളതാ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടാ കല്ലെറിഞ്ഞത്. അത് പറഞ്ഞുകൊണ്ട് വേണം, ആ മെന്റാലിറ്റി വേണം. യുദ്ധം യഹോവയ്ക്കുള്ളതാ, വിജയം എന്റേതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വാക്കോട് പറഞ്ഞതിന്റെ വാക്കുകൾ ചുരുക്കട്ടെ. ദേവദാസൻ നന്ദി വന്ദനം അറിയിക്കുന്നു. ഹല്ലേലൂയ. രണ്ടാം ലോക മഹായുദ്ധത്തിനകത്ത് രണ്ട് ശക്തികളുണ്ടായിരുന്നു. അതിനകത്ത് അമേരിക്കയും ഈ ബ്രിട്ടനും ഉണ്ടായിരുന്നു. അതിനകത്ത് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇംഗ്ലീഷിൽ മലയാളത്തിൽ ഞാൻ പറയാം. ഹല്ലേലൂയ. നമുക്കെതിരെ ഹല്ലേലൂയ എറിയുന്ന കല്ലുകൾ കലക്കി കുരയ്ക്കുന്ന പട്ടികൾക്കെതിരെ കല്ലെറിയാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയത്തില്ല. ശ്രദ്ധിക്കണേ. അല്ല, നമുക്കെതിരെ കുരയ്ക്കുന്ന പട്ടികൾക്കെതിരെ കല്ലെറിയാൻ നിന്ന് കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയത്തില്ല. ആ ഒരു മനോഭാവത്തോടു കൂടി വേണം നമ്മൾ ജയിക്കാൻ പോകാൻ. ആ മനുഷ്യൻ അന്നത് പറഞ്ഞുകൊണ്ടാണ് 1948 മെയ് മാസത്തിൽ ഇസ്രായേൽ എന്ന രാജ്യമൊക്കെ രൂപീകരിക്കാൻ സഹായിച്ചത്. ഏറ്റവും കൂടുതൽ സഹായിച്ചത് ബ്രിട്ടനാണ്. നമുക്കറിയാം. പലരും പറഞ്ഞ് നടക്കത്തില്ല, നടത്തിക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നൊരു തീരുമാനത്തിന് മുമ്പിലാണ് ഇന്നും ആ രാജ്യം നിലനിൽക്കാൻ കാരണം. ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ മുന്നോട്ട് പോയത് കൊണ്ടാണ്. ശ്രദ്ധിക്കണം. ഇന്ന് രാത്രി പറയാം, ഞാൻ മുന്നോട്ട് തന്നെ പോകും, ഞാൻ മുന്നോട്ട് ജയിക്കുന്നതിന് കാരണം എൻ്റെ കൂടെ ജയിപ്പിക്കുന്നൊരു കർത്താവുണ്ട്. ദൈവദാസൻ ദൈവം അനുഗ്രഹിച്ചിട്ട് തുടർന്ന് സ്റ്റാൻലി പാഷ പ്രാർത്ഥിച്ച് ആശ്വാസം മീറ്റിംഗ് അവസാനിപ്പിക്കും. നാളെ വ്യാഴം വെള്ളി ശനി നമുക്ക് 3 ദിവസം 3 മിഷണറിമാർ, നോർത്ത് ഇന്ത്യൻ മിഷണറിമാർ നമ്മളോട് സംസാരിക്കാൻ വരുന്നുണ്ട്. അവർ അനുഭവങ്ങൾ നമ്മളോട് സംസാരിക്കുക. അടുത്ത 3 ദിവസങ്ങളിൽ മധ്യപ്രദേശ്, ബീഹാർ, ഗുജറാത്ത് 3 സ്ഥലങ്ങളിലെ 3 മിഷണറിമാർ നമ്മളോട് അവരുടെ മിഷൻ പ്രവർത്തനങ്ങളെ പറ്റി നമ്മളോട് സംസാരിക്കുകയാണ്. നിങ്ങളെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുത്തുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കടന്നു വരിക. അനുഗ്രഹം തുടർന്ന് പാസ്റ്റർ സ്റ്റാൻലി പാഷ പ്രാർത്ഥിച്ച ആശ്വാസം മീറ്റിംഗ് അവസരം ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ദൈവമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗ നല്ല പിതാവേ, രാത്രി കാലത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 3 ദിവസം കർത്താവേ, ആമേൻ, കർത്താവ് ശിഷ്യത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കുവാനും പഠിക്കുവാനും സ്വർഗം ഞങ്ങൾക്ക് നല്ല ഭാഗ്യങ്ങളെ ഒരുക്കിയതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കേൾക്കപ്പെട്ട ദൈവത്തിന്റെ കഥാ വചനങ്ങളും കഥാലോചനകളും ദൈവമയ അനുഭവങ്ങളും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ, അനേകർക്ക് പ്രയോജനമായി തീരുവാൻ, അനേകരെ കർത്താവെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ, അവരെ കർത്താവെ ഒരു നല്ല ശിഷ്യരാക്കുവാൻ കർത്താവ് ദിവസങ്ങൾ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അതിനുള്ള ദൈവശക്തി ഞങ്ങൾക്ക് നൽകണമേ കർത്താവ്. അനേകർ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടത്തക്ക വിധത്തിൽ ഞങ്ങളെ ഉപയോഗിക്കണമേ കർത്താവ്. ഞങ്ങളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം കർത്താവ് ദിവസങ്ങളിൽ അതിനു വേണ്ടി കർത്താവ് ദിവസങ്ങളിൽ ഞങ്ങളെ കർത്താവ് നടത്തണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടി വിളിച്ചുവോ വേർതിരിച്ചുവോ ഞങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു. ആ കർത്താവ് ആഗ്രഹിക്കുന്ന ആ കർത്താവ് പദ്ധതികൾ വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാ ദൈവജനത്തിന് നീ അനുഗ്രഹിക്കുക, ആശീർവദിക്കണമേ. ഓരോരുത്തർക്കും വിടുതലും അനുഗ്രഹവും ആശീർവാദമായി തീരുവാനിടയാക്കണം. ദൈവജനവുമായി കടന്നു വന്ന കർത്തദാസനെ എത്രത്തോളം നീ ഉപയോഗിച്ചതിനായി നന്ദി കർത്താവേ. തൻ്റെ കുടുംബ തലമുറകൾക്കായി സ്തോത്രം, തൻ്റെ ശുശ്രൂഷകൾക്കായി സ്തോത്രം. താൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ശക്തമായി ഉപയോഗിക്കണം. അനേകരെ ശിഷ്യരാക്കുവാനുള്ള ദൈവകൃപയും ദൈവശക്തി നീ പകരണമേ കർത്താവ്. തൻ്റെ നാവിൽ നിന്ന് വരുന്ന കർത്താവ് ഓരോ വാക്കുകളും അനേകരെ കർത്താവ് ദൈവത്തിലേക്ക് അടുപ്പിക്കാനും ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാനും അവരെ കർത്താവ് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അവരെ ഒരുക്കുവാനുള്ള ദൈവകൃപ കർത്താവ് പകരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ലദാനം നീ പകരണമേ കർത്താവ്. പാട്ടുപാടിയവർ, ലീഡ് ചെയ്തവർ, പ്രാർത്ഥിച്ചവർ എല്ലാവരും ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. വിശേഷാൽ ഫാമിലി മീറ്റിംഗ് കർത്താവ് ലീഡ് നടത്തുന്ന കർത്തദാസൻ നോൾപാസനായി കുടുംബത്തിനായി തലമുറകൾക്ക് അവരുടെ ശുശ്രൂഷകൾക്കായി സ്തോത്രം. ശക്തിയോട് ഉപയോഗിക്കണമേ കർത്താവ്. ഇത്രത്തോളം നീ കർത്താവ് നടത്തുന്നതിനായി സ്തോത്രം. പിന്നെയും ബലപ്പെടുത്തണം. അനേർക്ക് പ്രയോജനമായി, അനേർക്ക് അനുഗ്രഹമായി തീർക്കുവാൻ കർത്താവ് പിന്നെയും തന്നെ ശക്തീകരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആവശ്യമായ എല്ലാ നല്ലദാനങ്ങളും നീ പകരണം. അടുത്ത ദിവസങ്ങൾ വരുന്ന കർത്താവ് മിഷണന്മാർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഒരു വായിൽ നിന്ന് വരുന്ന കർത്താവ് വചനങ്ങൾ കർത്താവ് അവരുടെ സാക്ഷികൾ ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾ കർത്താവെ ശക്തരായി കർത്താവ് നിനക്ക് വേണ്ടി ധീരപടയാളിയായി ഞങ്ങൾ എഴുന്നേറ്റ് നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആത്മാവിടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിൻ്റെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും ഞങ്ങൾ താഴ്ത്തുന്നു. പ്രാർത്ഥനതിനായി നന്ദി. ഞങ്ങൾ പിരിയാത്ത സാന്നിധ്യം കൂടെ ഇരിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന സുഖം നല്ല പിതാവേ, ആമേൻ. ആശീർവാദം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഈ ദിവസങ്ങളിൽ ദൈവജനം സംസാരിച്ച കർത്തദാസനോടും യേശു ക്രിസ്തുവിന്റെ 2ാം വരിയിൽ ഇരിക്കുമാറാകട്ടെ. ആമേ. നമുക്ക് ജന്തുന്ന ദൈവത്തെ കരങ്ങളുയർത്തി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാളെ രാത്രി 9:30 വീണ്ടും മീറ്റിംഗ് ഉണ്ട്. കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. ഒരിക്കൽ കൂടെ പാസ്റ്റർ ബിജു തങ്കച്ചിലുള്ള നന്ദി വന്ദനമായി തുടർന്ന് വീണ്ടും ഞങ്ങളുടെ വന്ന് ഞങ്ങളെ വചനങ്ങൾ പഠിപ്പിക്കുക. ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗുഡ് നൈറ്റ്. മാറാനാഥ. ഗോഡ് ബ്ലസ് യു ഓൾ.